ഒരു രാത്രി മരവിട്ട മരച്ചിപ്പുകളിൽ നിന്ന് ദൂരെ കേട്ടുവരുന്ന കാറ്റിന്റെ ശബ്ദം പോലെ ഒരു പൈതൃകം നിറഞ്ഞ മരവിന്റെ ഗ്രാമത്തിൽ അലിബാബ എന്നു പേരുള്ള ഒരു സാധാരണ മനസ്സുള്ള മനുഷ്യൻ തന്റെ ദിനചര്യകൾക്കിടെ മരം തൊഴുന്നു. മരങ്ങൾ വിരലുകളെ പോലെ പരന്നിരിക്കുന്നു. പക്ഷെ ആ രാത്രി എന്തോ അനാവശ്യമായ ഒരു ശബ്ദം. ആ മരങ്ങൾക്കിടയിൽ നിന്ന് ചില കാഴ്ചകൾ കാണപ്പെടുന്നു. മറഞ്ഞുപോയ ഒരു ഗൂഢസ്ഥാനം, 60 കള്ളരും, മറഞ്ഞിരിക്കുന്ന ഒരു ഗോപുരം. അതിൻ്റെ രഹസ്യം അലിബാബയുടെ മനസ്സിലേക്ക് മുറുകുന്നു. ഒരു ദുരൂഹ സന്ധ്യയിൽ അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഒരു നിമിഷം സുഹൃത്തുക്കളെ, മലയാളം ബെഡ് ടൈം ടെയിൽസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രാത്രിയുടെ ഈ നിശബ്ദതയിൽ നമ്മൾ പങ്കുവെക്കുന്ന ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നും ഇത്തരം യാത്രകളിൽ കൂടെയുണ്ടാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ ചെറിയ പിന്തുണ ഞങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. ഇനി കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏറ്റവും സുഖകരമായ ഒരു രീതിയിലേക്കിരിക്കൂ. മുറിയിലെ വെളിച്ചം അല്പം കുറയ്ക്കാം. കണ്ണുകൾ പതുക്കെ അടച്ച് ശാന്തമായി ഒന്ന് ശ്വാസമെടുക്കാം. ചുറ്റുമുള്ള ലോകത്തെ പതുക്കെ മറന്ന് നമുക്ക് ഈ ചരിത്രയാത്ര തുടങ്ങാം. മരുഭൂമിയുടെ അനന്തമായ മണൽപ്പരപ്പുകൾ അവസാനിക്കുകയും പുരാതനമായ ഒരു വലിയ വനത്തിൻ്റെ ഇരുണ്ട പച്ചപ്പുകൾ ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു അതിർത്തി പ്രദേശത്തായിരുന്നു ആ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. പകലുകളിൽ സൂര്യൻ തൻ്റെ തീക്ഷ്ണമായ കിരണങ്ങൾ കൊണ്ട് ഭൂമിയെ ചുട്ടുപൊള്ളിക്കുമ്പോൾ ദൂരെ കാണുന്ന മണൽക്കുന്നുകൾ സ്വർണം പോലെ തിളങ്ങിയിരുന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ ആ മരുഭൂമി പൂർണ്ണമായും ഒരു മാന്ത്രിക ലോകമായി മാറും. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിൽ തണുത്ത കാറ്റ് മണൽത്തരികളെ തഴുകി കടന്നുപോകുമ്പോഴുണ്ടാകുന്ന നേർത്ത മർമ്മരം കേൾക്കാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. ആ കാറ്റിന് അനേകം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കഥകൾ പറയാനുണ്ടായിരുന്നു. കച്ചവടക്കാരുടെ നീണ്ട നിരകൾ, അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മണികിലുക്കങ്ങൾ, ദൂരദേശങ്ങളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളുടെയും പട്ടിൻ്റെയും ഗന്ധങ്ങൾ, ഇതെല്ലാം ആ കാറ്റിൽ അലിഞ്ഞു ചേർന്നിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇതെല്ലാം കേവലം ദിവാസ്വപ്നങ്ങൾ മാത്രമായിരുന്നു. അവരുടെ ജീവിതം മണ്ണോടും മരങ്ങളോടും മല്ലിട്ടുള്ളതായിരുന്നു. കടുത്ത ദാരിദ്ര്യവും കഠിനാധ്വാനവും നിറഞ്ഞ അവരുടെ ദിവസങ്ങൾ വളരെ പതുക്കെയാണ് കടന്നുപോയിരുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ സ്വന്തം വിയർപ്പുകൊണ്ട് ഒരു നേരം കഴിക്കാനുള്ള വക കണ്ടെത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അലിബാബ. ആ ധീരൻ തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ആ കാട്ടിനുള്ളിൽ ഉണങ്ങിയ മരങ്ങൾക്കിടയിലാണ് ചിലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാലം കോറിയിട്ട ചുളിവുകളുണ്ടായിരുന്നു. കൈകൾ പണിയായുധങ്ങൾ പിടിച്ച് തഴമ്പിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സമാനതകളില്ലാത്ത ഒരു ശാന്തത എപ്പോഴും നിറഞ്ഞു നിന്നു. സ്വർണത്തിൻ്റെയോ പണത്തിൻ്റെയോ മായാജാലങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ആകർഷിച്ചിരുന്നില്ല. ദാരിദ്ര്യം ഒരു ശാപമായി അദ്ദേഹം കരുതിയിരുന്നില്ല. മറിച്ച് അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹം അംഗീകരിച്ചു. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ആ സാധാരണ മനസ്സുള്ള മനുഷ്യൻ ഉറക്കമുണരും. ഇരുട്ടു പൂർണ്ണമായും മാറാത്ത ആ അതിരാവിലെ കൊടും തണുപ്പുള്ള കാറ്റ് വീശുമ്പോഴും അദ്ദേഹം തൻ്റെ ജോലിക്ക് തയ്യാറാകും. ഒപ്പമുള്ളത് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന 3 കഴുതകൾ മാത്രം. അവയ്ക്ക് നൽകാൻ വിലയേറിയ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നില്ല. എങ്കിലും തനിക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു പങ്ക് അദ്ദേഹം അവയ്ക്ക് നൽകുമായിരുന്നു. തൻ്റെ പഴയ മരുവുമെടുത്ത് ആ കഴുതകളെയും തെളിച്ചുകൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് നടക്കും. മണലിലൂടെ അവ നടക്കുമ്പോഴുണ്ടാകുന്ന നേർത്ത ശബ്ദം മാത്രമാണ് ആ സമയത്ത് കേൾക്കാൻ കഴിയുക. ഖുശാല മഞ്ഞിൽ ജനിച്ച മനുഷ്യനെന്ന് ഗ്രാമവാസികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു. കാരണം ആരുടെ മുന്നിലും അദ്ദേഹം കൈനീട്ടിയിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനൊരു സഹോദരനുണ്ടായിരുന്നു, കാസിം. ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണെങ്കിലും സ്വഭാവത്തിൽ അവർ തമ്മിൽ മലയും മടുവുമുള്ള വ്യത്യാസമുണ്ടായിരുന്നു. കാസിം വളരെ വലിയ ഒരു ധനികനായിരുന്നു. നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് വലിയ കൽത്തൂണുകളുള്ള മനോഹരമായി കൊത്തുപണി ചെയ്ത ഒരു വലിയ മാളികയിലായിരുന്നു ആ ധനികനായ സഹോദരൻ ജീവിച്ചിരുന്നത്. എപ്പോഴും ആളുകളുടെ ബഹളം, സ്വർണ്ണ നാണയങ്ങളുടെ കിലുക്കം, വിലയേറിയ വസ്ത്രങ്ങളുടെയും സുഗന്ധങ്ങളുടെയും സാന്നിധ്യം, ഇതെല്ലാമായിരുന്നു കാസിമിൻ്റെ ലോകം. പണം വരുംതോറും അദ്ദേഹത്തിൻ്റെ അത്യാഗ്രഹവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. തൻ്റെ സ്വന്തം സഹോദരൻ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അയാൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. പണവും പ്രതാപവും അയാളുടെ കണ്ണുകളെ അന്ധമാക്കി. 2 സഹോദരന്മാർ. ഒരാൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ വിയർപ്പൊഴുക്കി സമാധാനം കണ്ടെത്തിയപ്പോൾ മറ്റൊരാൾ സ്വർണത്തിൻ്റെ തിളക്കത്തിൽ അന്ധനായി കൂടുതൽ പണത്തിനായി പരക്കം പാഞ്ഞു. ഒരു ദിനം പതിവ് പോലെ അലിബാബ കാട്ടിലേക്ക് പുറപ്പെട്ടു. അന്ന് ആകാശത്ത് മേഘങ്ങളുണ്ടായിരുന്നില്ല. കാറ്റിന് അല്പം വേഗത കൂടുതലുള്ളതുപോലെ തോന്നി. കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും മരങ്ങളുടെ വലിപ്പം കൂടി വന്നു.
അവയുടെ ശാഖകൾ ആകാശത്തെ പൂർണ്ണമായും മറച്ചിരുന്നു. സൂര്യപ്രകാശം ഇലകൾക്കിടയിലൂടെ താഴേക്ക് വരാൻ പാടുപെട്ടു. നിലത്ത് വീണുകിടക്കുന്ന ഉണങ്ങിയ ഇലകളിൽ ചവിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം മാത്രം ആ നിശബ്ദതയെ മുറിച്ചു. കുറേ ദൂരം നടന്നപ്പോൾ വളരെ പഴക്കമുള്ള ഉണങ്ങി നിൽക്കുന്ന ഒരു വലിയ മരം അദ്ദേഹം കണ്ടെത്തി. കഴുതകളെ ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം അദ്ദേഹം തൻ്റെ ജോലി ആരംഭിച്ചു. തൻ്റെ പഴയ മരുവെടുത്ത് അദ്ദേഹം ആ മരത്തിൽ ആഞ്ഞുവെട്ടി. ആ ആദ്യത്തെ ശബ്ദം കാട്ടിലാകെ പ്രതിധ്വനിച്ചു. മരുവിൻ്റെ ഓരോ ചലനത്തിലും ആ മനുഷ്യൻ്റെ പേശികൾ മുറുകി. വിയർപ്പ് കണങ്ങൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്ന് നിലത്തേക്ക് ഇട്ടി വീണു. തൻ്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ അദ്ദേഹം ആ വെട്ടുകളിൽ തീർക്കുന്നത് പോലെ തോന്നി. മണിക്കൂറുകൾ കടന്നുപോയി. വലിയ മരത്തടികൾ ചെറിയ കഷ്ണങ്ങളാക്കി അദ്ദേഹം തൻ്റെ കഴുതകളുടെ പുറത്തുള്ള കുട്ടകളിൽ നിറച്ചു തുടങ്ങി. സൂര്യൻ ഉച്ചസ്ഥായിയിലെത്തി. ചൂട് പതിവിലും കൂടുതലായിരുന്നു. അലിബാബയ്ക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. അദ്ദേഹം ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഇലകൾ തീർത്ത തണലിൽ വിശ്രമിക്കാനിരുന്നു. താൻ കൊണ്ടുവന്ന ചെറിയ തുണിസഞ്ചിയിൽ നിന്ന് ഉണങ്ങിയ അപ്പത്തിൻ്റെ ഒരു കഷ്ണമെടുത്തിട്ടയച്ചു. കുറച്ചു വെള്ളവും കുടിച്ചു. കണ്ണുകൾ അടച്ച് കാറ്റിൻ്റെ നേർത്ത സ്പർശനം അനുഭവിച്ച് അദ്ദേഹം അവിടെയിരുന്നു. പെട്ടെന്ന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ എന്തോ മാറ്റം സംഭവിച്ചതുപോലെ തോന്നി. കാറ്റിൻ്റെ ദിശ മാറി. ഇലകൾക്കിടയിൽ ഒരു ഭയാനകമായ മർമ്മരമുണ്ടായി. കാട്ടുപക്ഷികൾ അസാധാരണമായിക്കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു. ചുറ്റുമുള്ള പ്രകൃതി എന്തോ വലിയ വിപത്ത് വരാനിരിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുന്നതുപോലെ തോന്നി. ദൂരെ നിന്ന് വളരെ നേർത്ത ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിലെത്തി. അതൊരു കാറ്റിൻ്റെ ശബ്ദമായിരുന്നില്ല. ഭൂമിക്കടിയിൽ നിന്ന് വരുന്നത് പോലെയുള്ള ഒരു മുഴക്കം. കാതുകൾ കൂർപ്പിച്ച് അദ്ദേഹം നിശബ്ദനായിരുന്നു. ആ ശബ്ദം പതുക്കെ വലുതായിക്കൊണ്ടിരുന്നു. കുതിരകളുടെ കുളമ്പടികൾ. അതെ, ഒന്നല്ല, അനേകം കുതിരകൾ ഒന്നിച്ച് പാഞ്ഞു വരുന്ന ശബ്ദം. അലിബാബയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ഈ കാട്ടിനുള്ളിൽ, അതും ഈ വിജനമായ സ്ഥലത്ത്, കച്ചവടക്കാരുടെ പാതയിൽ നിന്ന് ഏറെ അകലെ ആരു വരാനാണ്? അതും ഇത്രയധികം ആളുകൾ. തീർച്ചയായും അതൊരു സാധാരണ യാത്രാ സംഘമായിരിക്കില്ല. കള്ളന്മാരോ കൊള്ളക്കാരോ ആയിരിക്കും. തൻ്റെ ജീവൻ വലിയ അപകടത്തിലാണെന്ന് ആ നിമിഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതിവേഗത്തിൽ അദ്ദേഹം തൻ്റെ 3 കഴുതകളെയും വലിച്ചുകൊണ്ട് കുറച്ചകലെയായി നിന്നിരുന്ന വലിയ കുറ്റിക്കാടുകൾക്കിടയിലേക്ക് പോയി. അവയെ അവിടെ സുരക്ഷിതമായി പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു. പിന്നീട് താൻ നിന്നിരുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ മരത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഓടി. വലിയ തടിയും നിറയെ ഇലകളുമുള്ള ഒരു മരമായിരുന്നു അത്. സർവശക്തിയും എടുത്ത് അദ്ദേഹം ആ മരത്തിൽ വലിഞ്ഞു കയറി. ഇലകൾക്കിടയിൽ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി ഒട്ടും ശബ്ദമില്ലാതെ അനങ്ങാതെ അദ്ദേഹം ഇരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം വലിയ ശബ്ദത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. ശബ്ദം ഇപ്പോൾ വളരെ അടുത്തായി കഴിഞ്ഞതാണ്. മരച്ചില്ലകൾക്കിടയിലൂടെ അലിബാബ താഴേക്ക് നോക്കി. ദൂരെ നിന്ന് ഒരു വലിയ പൊടിപടലം ഉയരുന്നത് അദ്ദേഹം കണ്ടു. കാടിൻ്റെ ഇരുളിലേക്ക് ആ സംഘം പ്രവേശിച്ചു. അലിബാബയുടെ ശ്വാസം നിലച്ചതുപോലെയായി. ഭയാനക രൂപമുള്ള കുറേ ആളുകൾ. എല്ലാവരും കുതിരപ്പുറത്തായിരുന്നു. അവരുടെ മുഖങ്ങൾ പകുതിയും തുണികൊണ്ടും മറച്ചിരുന്നു. കണ്ണുകളിൽ ക്രൂരതയും രക്തദാഹവും തിളങ്ങിയിരുന്നു. വിയർപ്പിൽ കുളിച്ച അവരുടെ കുതിരകൾ വലിയ ശബ്ദത്തിൽ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെ കയ്യിലും ആയുധങ്ങളുണ്ടായിരുന്നു. നീളമുള്ള വാളുകൾ അവരുടെ അരയിൽ തൂങ്ങിക്കിടന്നിരുന്നു. അതിനേക്കാൾ ഉപരി എല്ലാവരുടെ കയ്യിലും വലിയ ഭാണ്ഡ്യങ്ങളുണ്ടായിരുന്നു. 60 കള്ളരും വരുന്ന ഒരു വലിയ സംഘം. അവർ കൊള്ളയടിച്ച മുതലുമായി വരികയാണെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ആ മരത്തിൻ്റെ തൊട്ടു താഴെയായി അവർ കുതിരകളെ നിർത്തി. കാടിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടു. അലിബാബ കണ്ണുകൾ ഇറുക്കിയടച്ചു. സൂര്യൻ പതിയെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴാൻ തുടങ്ങിയ സമയം. കാടിനുള്ളിൽ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. മരുഭൂമിയുടെ ചൂടുമാറി തണുത്ത കാറ്റ് വീശാൻ തുടങ്ങുന്ന ആ സന്ധ്യാസമയത്ത് പ്രകൃതിക്ക് വല്ലാത്തൊരു വന്യതയുണ്ട്. താഴെ ആ മറഞ്ഞുപോയ കള്ളസംഘം അവരുടെ കുതിരകളെ മരങ്ങളിൽ കെട്ടുകയാണ്. ഓരോരുത്തരും തങ്ങളുടെ കനത്ത ഭാണ്ഡ്യങ്ങൾ താഴെ ഇറക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം അലിബാബയുടെ ഹൃദയമിടിപ്പിൻ്റെ താളമായി മാറി. കള്ളന്മാരുടെ നേതാവെന്ന് തോന്നുന്ന വലിയ ശരീരമുള്ള ഒരാൾ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. അയാളുടെ കണ്ണുകൾ ആ പരിസരം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ചുറ്റും കൊടും കാട് മാത്രം. അലിബാബ ഒരു ശില പോലെ അനങ്ങാതെ മരത്തിലിരുന്നു. ആ നേതാവ് നേരെ മുന്നിലുള്ള വലിയ പാറക്കെട്ടുകൾക്കടുത്തേക്ക് നടന്നു. കാടിൻ്റെ ഇരുളില്ലാത്ത ആ ഭാഗത്ത് വലിയ കുറ്റിക്കാടുകളാൽ മൂടപ്പെട്ട ഒരു ഭീമൻ പാറയുണ്ടായിരുന്നു. നേതാവ് ആ പാറയ്ക്ക് മുന്നിൽ പോയി നിന്നു. കാറ്റ് പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നി. ചുറ്റുമുള്ള മരങ്ങൾ പോലും ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന ഒരു നിമിഷം. എല്ലാവരും നിശബ്ദരായി. കുതിരകളുടെ നേർത്ത ശബ്ദം മാത്രം ബാക്കി നിന്നു. നേതാവ് എന്തോ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അയാളുടെ ചുണ്ടുകൾ എന്തോ പറയാനായി വിതുമ്പുന്നു. ആ വിജനമായ കാട്ടിൽ യാതൊരു വഴിയുമില്ലാത്ത ആ വലിയ പാറക്കെട്ടിനു മുന്നിൽ അയാൾ എന്തിനാണ് നിൽക്കുന്നത്?
അവിടെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇരുട്ട് പൂർണ്ണമായും കാടിനെ കീഴടക്കി. കള്ളന്മാർ കത്തിച്ച പന്തങ്ങളുടെ വെളിച്ചം പാറക്കെട്ടുകളിൽ തട്ടി പ്രതിഫലിച്ചു. ആ വെളിച്ചത്തിൽ അദൃശ്യമായ എന്തോ ഒന്ന് ആ പാറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതുപോലെ തോന്നി. ദൂരെ മരുഭൂമിയിൽ നിന്ന് വരുന്ന കാറ്റ് വീണ്ടും മണൽത്തരികളിൽ മന്ത്രിച്ചു. പന്തങ്ങളുടെ വെളിച്ചം പതുക്കെ മങ്ങുന്നു. ആ ഇരുണ്ട നിഴലുകൾക്കിടയിൽ എവിടെയോ സ്വർണത്തിന്റെ നേർത്ത തിളക്കം മിന്നിമറഞ്ഞു. ഭാരമേറിയ ഒരു നിശബ്ദത അവിടെ തളം കെട്ടിനിന്നു. മണലിൽ പതിയുന്ന നേർത്ത കാൽപ്പാടുകളുടെ ശബ്ദം മാത്രം കാട്ടിൽ അവശേഷിച്ചു. ഇരുട്ട് വനത്തെ പൂർണ്ണമായി മൂടിക്കഴിഞ്ഞിരുന്നു. പന്തങ്ങളുടെ വിറയാർന്ന വെളിച്ചം ആ കൂറ്റൻ പാറക്കെട്ടുകളിൽ വീണു ചിതറി. കാറ്റിന്റെ ഓരോ ശ്വാസത്തിലും മരുഭൂമിയുടെ തണുപ്പ് കാടിനുള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. വലിയ മരക്കൊമ്പിൽ ഇലകളുടെ കനത്ത മറവിൽ ഒളിച്ചിരിക്കുന്ന കുശാല, മഞ്ഞിൽ ജനിച്ച മനുഷ്യൻ, താഴെ നടക്കുന്ന ഓരോ അനക്കങ്ങളും ശ്വാസമടക്കി പിടിച്ച് നോക്കിക്കണ്ടു. ആ 60 കള്ളർ തങ്ങൾ കൊള്ളയടിച്ച ഭീമമായ സമ്പത്തുമായി ആ പാറയ്ക്ക് മുന്നിൽ അക്ഷമരായി നിൽക്കുകയാണ്. വിയർപ്പും മണൽത്തരികളും കലർന്ന അവരുടെ ശരീരങ്ങളിൽ നിന്ന് ദൂരദേശങ്ങളിലെ ചോരയുടെയും ക്രൂരതയുടെയും ഗന്ധം കാറ്റിൽ പടരുന്നുണ്ടായിരുന്നു. അവരുടെ നേതാവ്, കനത്ത ശരീരമുള്ള ആ ഭയാനകനായ മനുഷ്യൻ, നെഞ്ചുവിരിച്ച് ആ വലിയ കരിങ്കൽ പാറയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു. ചുറ്റും കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ഒരുണങ്ങിയ ഇല താഴെ വീഴുന്ന ശബ്ദം പോലും ആ നിമിഷം കാടിന്റെ വന്യതയിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെ തോന്നി. അവരുടെ കുതിരകൾ പോലും വരാനിരിക്കുന്ന അത്ഭുതത്തെ കാത്ത് ശ്വാസമടക്കി നിൽക്കുന്നതുപോലെ. പെട്ടെന്ന് ആ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കള്ളന്മാരുടെ നേതാവ് തന്റെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി. അയാളുടെ ശബ്ദം കാടിന്റെ എല്ലാ ഇരുണ്ട കോണുകളിലേക്കും പ്രതിധ്വനിക്കുന്ന തരത്തിൽ ഗാംഭീര്യമുള്ളതായിരുന്നു. ആ അന്ധകാരത്തിൽ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു മാന്ത്രിക മന്ത്രം അയാളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തുവന്നു. സിസാർ തുറക്ക്. ആ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു ചേർന്നതേയുള്ളൂ. പ്രകൃതി ഒന്നാകെ വിറകൊള്ളുന്നതുപോലെ അലിബാബയ്ക്ക് തോന്നി. ഭൂമിക്കടിയിൽ നിന്ന്, അഗാധമായ ഇരുളിൽ നിന്ന് ഭയാനകമായ ഒരു വലിയ മുഴക്കം കേട്ടുതുടങ്ങി. ആയിരക്കണക്കിന് വർഷങ്ങളായി അനങ്ങാതെ കിടന്നിരുന്ന ആ ഭീമൻ പാറക്കെട്ട് പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ പതുക്കെ രണ്ടായി അകലാൻ തുടങ്ങി. ഭാരമേറിയ കരിങ്കല്ലുകൾ പരസ്പരം ഉരസുമ്പോഴുണ്ടാകുന്ന വലിയ ശബ്ദം കാടിന്റെ നിശബ്ദതയെ ക്രൂരമായി കീറിമുറിച്ചു. അലിബാബ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ മരക്കൊമ്പിൽ ഇറുകെ പിടിച്ചു. കല്ലുകൾക്കിടയിൽ ഇരുണ്ട ഒരു വലിയ ഗുഹാമുഖം രൂപപ്പെട്ടിരിക്കുന്നു. നിമിഷങ്ങൾക്കകം അതിനുള്ളിൽ നിന്ന് ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ഒരു പ്രത്യേക പ്രകാശം പുറത്തേക്ക് ഒഴുകി വന്നു. പന്തങ്ങളുടെ തീജ്വാലകളെ പോലും മങ്ങൽപ്പിക്കുന്ന സ്വർണത്തിന്റെയും വിലയേറിയ രത്നങ്ങളുടെയും മാന്ത്രികമായ തിളക്കം. ഗുഹയുടെ വാതിൽ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞു. ആ 60 കള്ളർ തങ്ങളുടെ ഭാരമേറിയ ഭാണ്ഡങ്ങളും ചുമലിലേറ്റി ആ വെളിച്ചത്തിലേക്ക് അഹങ്കാരത്തോടെ നടന്നുകയറി. ഓരോരുത്തരായി ആ വലിയ ഗുഹയുടെ വിശാലമായ ഉള്ളറകളിലേക്ക് മറയുന്നത് ആ ധീരൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അവസാനത്തെ ആളും ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചയുടനെ ഗുഹാമുഖത്ത് നിന്നുകൊണ്ട് നേതാവ് വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, സിസാർ അടയ്ക്കൂ. ഭൂമി വീണ്ടും ഒന്ന് വിറച്ചു. ആ വലിയ കരിങ്കൽ പാളികൾ പഴയതുപോലെ ഒന്നിച്ചു ചേർന്നു. കല്ലുകൾ കൂട്ടിമുട്ടുന്ന വലിയ ശബ്ദത്തോടെ ഗുഹാമുഖം പൂർണ്ണമായും അടഞ്ഞു. അവിടെ അങ്ങനെ ഒരു ഗുഹയുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും ആകാത്ത വിധം ആ വലിയ പാറക്കെട്ട് വീണ്ടും ഒരു സാധാരണ കാട്ടുപാറയായി മാറി. പുറത്ത് യാതൊരു അടയാളവുമില്ല. ഇരുട്ടും നിശബ്ദതയും വീണ്ടും കാടിനെ കീഴടക്കി. മരക്കൊമ്പിലിരിക്കുന്ന അലിബാബയുടെ ഉള്ളിൽ ഭയവും അതിയായ വിസ്മയവും ഒരുപോലെ തിരമാലകൾ തീർത്തു. ഇതെല്ലാം ഒരു മായാജാലമാണോ? അതോ തൻ്റെ കണ്ണുകൾ തന്നെ ചതിക്കുകയാണോ? അദ്ദേഹത്തിൻ്റെ ഹൃദയം വലിയ ശബ്ദത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ഈ സാധാരണ മരങ്ങൾക്കിടയിൽ ഇത്രയും കാലം ഒളിഞ്ഞുകിടന്നിരുന്ന വലിയൊരു രഹസ്യം താനാണിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന സത്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പതിയെ അരിച്ചിറങ്ങി. സമയം ഇഴഞ്ഞു നീങ്ങി. ഓരോ നിമിഷവും ഓരോ വലിയ യുഗം പോലെയാണ് ആ സാധാരണ മനസ്സുള്ള മനുഷ്യന് തോന്നിയത്. ഗുഹയ്ക്കുള്ളിൽ പോയ ആ മറഞ്ഞുപോയ കള്ളസംഘം എപ്പോഴാണ് പുറത്തുവരിക എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരുപക്ഷേ അവർ ഗുഹയ്ക്കുള്ളിൽ തന്നെ അന്തിയുറങ്ങുമോ? തൻ്റെ ഒരു ചെറിയ അനക്കം പോലും അവർ കേൾക്കുമോ എന്ന ഭയത്താൽ അദ്ദേഹം ഒരു ശില പോലെ ആ മരക്കൊമ്പിൽ തന്നെയിരുന്നു. ഇരുട്ട് കടുത്തു. തണുത്ത കാറ്റ് വീണ്ടും അതിശക്തമായി വീശിയടിച്ചു. ദൂരെ മരുഭൂമിയിൽ നിന്ന് വരുന്ന മണൽക്കാറ്റിൻ്റെ നേർത്ത മൂളൽ കേൾക്കാമായിരുന്നു. നക്ഷത്രങ്ങൾ ആകാശത്തിൽ കൂടുതൽ തിളക്കത്തോടെ പ്രകാശിച്ചു തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട കഴുതകളെക്കുറിച്ച് അദ്ദേഹം ഓർത്തു. കുറ്റിക്കാടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന അവ ശബ്ദമുണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം ഉള്ളുരുകി പ്രാർത്ഥിച്ചു. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു വീണു. കാടിൻ്റെ വന്യത കൂടുതൽ ഭയാനകമായി തോന്നി. എങ്കിലും അദ്ദേഹം അതീവ ക്ഷമയോടെ കാത്തിരുന്നു. തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവൻ നിലനിർത്താൻ ആ കാത്തിരിപ്പ് അനിവാര്യമായിരുന്നു. പെട്ടെന്ന്
വീണ്ടും ആ ഭൂകുലുക്കം അനുഭവപ്പെട്ടു. പാറകൾക്കുള്ളിൽ നിന്നുള്ള പരിചിതമായ മുഴക്കം. കള്ളന്മാർ പുറത്തുവരാൻ തയ്യാറെടുക്കുകയാണ് എന്ന് അലിബാബയ്ക്ക് മനസ്സിലായി. പാറകൾ വീണ്ടും വലിയ ശബ്ദത്തോടെ അകന്നുമാറി. ആ സുവർണ പ്രകാശത്തിലേക്ക് കള്ളന്മാർ ഓരോരുത്തരായി പുറത്തു വന്നു. അവരുടെ ഭാണ്ഡങ്ങൾ ഇപ്പോൾ ശൂന്യമായിരുന്നു. കൊള്ളയടിച്ച സ്വത്തുകൾ മുഴുവൻ ആ രഹസ്യഗുഹയിൽ നിക്ഷേപിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിരുന്നു. എല്ലാവരും പുറത്തുവന്നു എന്ന് ഉറപ്പായപ്പോൾ നേതാവ് പുറത്തേക്ക് വന്ന് വീണ്ടും ആജ്ഞാപിച്ചു, സിസാർ അടയ്ക്കൂ. ഗുഹാമുഖം വീണ്ടും അടഞ്ഞു. ആ വലിയ കരിങ്കൽപ്പാറ പഴയതുപോലെ യാതൊരു ഭാവഭേദവുമില്ലാതെ നിശ്ചലമായി നിന്നു. കള്ളന്മാർ വേഗത്തിൽ തങ്ങളുടെ കുതിരകൾക്കടുത്തേക്ക് നടന്നു. കുതിരകളിന്മേൽ കയറി വന്നതിനേക്കാൾ വലിയ വേഗത്തിൽ ആ ഇരുണ്ട കാട്ടിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. കുളമ്പടികളുടെ ശബ്ദം ദൂരേക്ക് മാഞ്ഞുപോയി. പൊടിപടലങ്ങൾ പതിയെ അടങ്ങി. കാട് വീണ്ടും അതിൻ്റെ പൂർണ്ണമായ ഭയാനകമായ നിശബ്ദതയിലേക്ക് മടങ്ങി. കുറേ നേരത്തേക്ക് അലിബാബ അനങ്ങിയില്ല. പോയ കള്ളന്മാർ എന്തെങ്കിലും മറന്നുപോയിട്ട് തിരികെ വരുമോ എന്ന ഭയം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. ചുറ്റുപാടും ഇപ്പോൾ കൂരിരുട്ട് മാത്രം. കാറ്റിൻ്റെ മർമ്മരമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാനില്ല എന്ന് പലതവണ ഉറപ്പുവരുത്തിയ ശേഷം വളരെ പതുക്കെ, ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹം മരത്തിൽ നിന്ന് താഴേക്കിറങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വിറയ്ക്കുകയായിരുന്നു. താഴെ നിലത്ത് കാൽകുത്തിയപ്പോൾ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് ഒഴുകിപ്പോകുന്നതുപോലെ തോന്നി. ചുറ്റും നോക്കി. ആരുമില്ല. ഏകാന്തത മാത്രം. തൻ്റെ കഴുതകൾ സുരക്ഷിതരാണോ എന്ന് നോക്കാൻ അദ്ദേഹം കുറ്റിക്കാടുകൾക്കടുത്തേക്ക് നടന്നു. തൻ്റെ പ്രിയപ്പെട്ട 3 കഴുതകളും യാതൊരു അനക്കവുമില്ലാതെ ഭയന്ന് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവയെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് അദ്ദേഹം ദീർഘമായി നിശ്വസിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവിചാരിതമായി ആ വലിയ പാറക്കെട്ടിലേക്ക് തിരിഞ്ഞു. നിഗൂഢതകൾ ഉറങ്ങുന്ന ആ പാറക്കെട്ട് അദ്ദേഹത്തെ മാടി വിളിക്കുന്നതുപോലെ തോന്നി. ഭയവും അടക്കാനാവാത്ത ആകാംക്ഷയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടന്നത്. ആ പാറയ്ക്ക് പിന്നിലെ അത്ഭുതം നേരിൽ കാണണം എന്ന ആഗ്രഹം അദ്ദേഹത്തെ പതുക്കെ മുന്നോട്ട് നയിച്ചു. ഓരോ ചുവടുവെക്കുമ്പോഴും ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും അദ്ദേഹത്തെ വിറപ്പിച്ചു. പാറയ്ക്ക് തൊട്ടു മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം നിന്നു. ആ വലിയ കല്ലിൽ അദ്ദേഹം തൻ്റെ പരുക്കൻ കൈകൾ വെച്ചു തടവി. വളരെ തണുത്ത പരുക്കനൊരു സാധാരണ പാറ. ഇതിനുള്ളിലാണോ ആ ഭീമമായ സമ്പത്ത് മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നത്? ആ മാന്ത്രിക വാക്കുകൾ തൻ്റെ ചുണ്ടുകളിൽ ഉച്ചരിക്കാൻ അദ്ദേഹം വല്ലാതെ ഭയന്നു. ഉച്ചാരണം തെറ്റുപറ്റിയാൽ എന്ത് സംഭവിക്കും? ആ കള്ളന്മാർ പെട്ടെന്ന് തിരികെ വന്നാലോ? ചിന്തകൾ കാറ്റിൽ പറക്കുന്ന മണൽത്തരികൾ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പാറി നടന്നു. എങ്കിലും ആ ആകാംക്ഷയുടെ വലിപ്പത്തെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അലിബാബ ദീർഘമായൊന്ന് ശ്വസിച്ചു. തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ചു. തൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചത്തെ മുഴുവൻ മറന്നുകൊണ്ട് ആ കള്ളന്മാരുടെ നേതാവ് പറഞ്ഞ അതേ സ്വരത്തിൽ, അത്രയും ഗാംഭീര്യമില്ലെങ്കിലും വളരെ വ്യക്തമായി അദ്ദേഹം ആ വാക്കുകൾ ഉച്ചരിച്ചു. സിസാർ തുറക്ക്. ആ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു ചേർന്നതേയുള്ളൂ. പ്രകൃതി ഒന്നാകെ വിറകൊള്ളുന്നതുപോലെ അലിബാബയ്ക്ക് തോന്നി. ഭൂമിക്കടിയിൽ നിന്ന്, അഗാധമായ ഇരുളിൽ നിന്ന് ഭയാനകമായ ഒരു വലിയ മുഴക്കം കേട്ടു തുടങ്ങി. ആയിരക്കണക്കിന് വർഷങ്ങളായി അനങ്ങാതെ കിടന്നിരുന്ന ആ ഭീമൻ പാറക്കെട്ട് പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ പതുക്കെ രണ്ടായി അകലാൻ തുടങ്ങി. ഭാരമേറിയ കരിങ്കല്ലുകൾ പരസ്പരം ഉരസുമ്പോഴുണ്ടാകുന്ന വലിയ ശബ്ദം കാടിൻ്റെ നിശബ്ദതയെ ക്രൂരമായി കീറിമുറിച്ചു. അലിബാബ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ മരക്കൊമ്പിൽ ഇറുകെ പിടിച്ചു. കല്ലുകൾക്കിടയിൽ ഇരുണ്ട ഒരു വലിയ ഗുഹാമുഖം രൂപപ്പെട്ടിരിക്കുന്നു. നിമിഷങ്ങൾക്കകം അതിനുള്ളിൽ നിന്ന് ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ഒരു പ്രത്യേക പ്രകാശം പുറത്തേക്കൊഴുകി വന്നു. പന്തങ്ങളുടെ തീജ്വാലകളെപ്പോലും മങ്ങൽപ്പിക്കുന്ന സ്വർണത്തിൻ്റെയും വിലയേറിയ രത്നങ്ങളുടെയും മാന്ത്രികമായ തിളക്കം. ഗുഹയുടെ വാതിൽ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞു. ആ 60 കള്ളർ തങ്ങളുടെ ഭാരമേറിയ ഭാണ്ഡങ്ങളും ചുമലിലേറ്റി ആ വെളിച്ചത്തിലേക്ക് അഹങ്കാരത്തോടെ നടന്നു കയറി. ഓരോരുത്തരായി ആ വലിയ ഗുഹയുടെ വിശാലമായ ഉള്ളറകളിലേക്ക് മറയുന്നത് ആ ധീരൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അവസാനത്തെ ആളും ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചയുടനെ ഗുഹാമുഖത്ത് നിന്നുകൊണ്ട് നേതാവ് വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, സിസാർ അടയ്ക്കൂ. ഭൂമി വീണ്ടും ഒന്ന് വിറച്ചു. ആ വലിയ കരിങ്കൽപ്പാളികൾ പഴയതുപോലെ ഒന്നിച്ചു ചേർന്നു. കല്ലുകൾ കൂട്ടിമുട്ടുന്ന വലിയ ശബ്ദത്തോടെ ഗുഹാമുഖം പൂർണ്ണമായും അടഞ്ഞു. അവിടെ അങ്ങനെ ഒരു ഗുഹയുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും ആകാത്ത വിധം ആ വലിയ പാറക്കെട്ട് വീണ്ടും ഒരു സാധാരണ കാട്ടുപാറയായി മാറി. പുറത്ത് യാതൊരു അടയാളവുമില്ല. ഇരുട്ടും നിശബ്ദതയും വീണ്ടും കാടിനെ കീഴടക്കി. മരക്കൊമ്പിലിരിക്കുന്ന അലിബാബയുടെ ഉള്ളിൽ ഭയവും അതിയായ വിസ്മയവും ഒരുപോലെ തിരമാലകൾ തീർത്തു. ഇതെല്ലാം ഒരു മായാജാലമാണോ? അതോ തൻ്റെ കണ്ണുകൾ തന്നെ ചതിക്കുകയാണോ? അദ്ദേഹത്തിൻ്റെ ഹൃദയം വലിയ ശബ്ദത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ഈ സാധാരണ മരങ്ങൾക്കിടയിൽ ഇത്രയും കാലം ഒഴിഞ്ഞുകിടന്നിരുന്ന വലിയൊരു രഹസ്യം താനാണിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന സത്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പതിയെ അരിച്ചിറങ്ങി. സമയം ഇഴഞ്ഞു നീങ്ങി.
ഓരോ നിമിഷവും ഓരോ വലിയ യുഗം പോലെയാണ് ആ സാധാരണ മനസ്സുള്ള മനുഷ്യന് തോന്നിയത്. ഗുഹയ്ക്കുള്ളിൽ പോയ ആ മറഞ്ഞുപോയ കള്ളസംഘം എപ്പോഴാണ് പുറത്തു വരിക എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരുപക്ഷേ അവർ ഗുഹയ്ക്കുള്ളിൽ തന്നെ അന്തിയുറങ്ങുമോ? തൻ്റെ ഒരു ചെറിയ അനക്കം പോലും അവർ കേൾക്കുമോ എന്ന ഭയത്താൽ അദ്ദേഹം ഒരു ശില പോലെ ആ മരക്കൊമ്പിൽ തന്നെ ഇരുന്നു. ഇരുട്ട് കടുത്തു. തണുത്ത കാറ്റ് വീണ്ടും അതിശക്തമായി വീശിയടിച്ചു. ദൂരെ മരുഭൂമിയിൽ നിന്ന് വരുന്ന മണൽക്കാറ്റിൻ്റെ നേർത്ത മൂളൽ കേൾക്കാമായിരുന്നു. നക്ഷത്രങ്ങൾ ആകാശത്തിൽ കൂടുതൽ തിളക്കത്തോടെ പ്രകാശിച്ചു തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട കഴുതകളെക്കുറിച്ച് അദ്ദേഹം ഓർത്തു. കുറ്റിക്കാടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന അവ ശബ്ദമുണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം ഉള്ളൊരുകി പ്രാർത്ഥിച്ചു. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു വീണു. കാടിൻ്റെ വന്യത കൂടുതൽ ഭയാനകമായി തോന്നി. എങ്കിലും അദ്ദേഹം അതീവ ക്ഷമയോടെ കാത്തിരുന്നു. തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവൻ നിലനിർത്താൻ ആ കാത്തിരിപ്പ് അനിവാര്യമായിരുന്നു. പെട്ടെന്ന് വീണ്ടും ആ ഭൂകുലുക്കം അനുഭവപ്പെട്ടു. പാറകൾക്കുള്ളിൽ നിന്നുള്ള പരിചിതമായ മുഴക്കം. കള്ളന്മാർ പുറത്തുവരാൻ തയ്യാറെടുക്കുകയാണ് എന്ന് അലിബാബയ്ക്ക് മനസ്സിലായി. പാറകൾ വീണ്ടും വലിയ ശബ്ദത്തോടെ അകന്നുമാറി. ആ സുവർണ പ്രകാശത്തിലേക്ക് കള്ളന്മാർ ഓരോരുത്തരായി പുറത്തുവന്നു. അവരുടെ ഭാണ്ഡങ്ങൾ ഇപ്പോൾ ശൂന്യമായിരുന്നു. കൊള്ളയടിച്ച സ്വത്തുകൾ മുഴുവൻ ആ രഹസ്യഗുഹയിൽ നിക്ഷേപിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിരുന്നു. എല്ലാവരും പുറത്തു വന്നു എന്ന് ഉറപ്പായപ്പോൾ നേതാവ് പുറത്തേക്ക് വന്ന് വീണ്ടും ആജ്ഞാപിച്ചു, "സിസാർ അടയ്ക്കൂ." ഗുഹാമുഖം വീണ്ടും അടഞ്ഞു. ആ വലിയ കരിങ്കൽപ്പാറ പഴയതുപോലെ യാതൊരു ഗുഹയ്ക്കുള്ളിലെ നിശബ്ദതയ്ക്കിപ്പോൾ വല്ലാത്തൊരു ഭാരമുള്ളതുപോലെ തോന്നി. വലിയ കരിങ്കൽ ഭിത്തികളിൽ എരിയുന്ന തീപ്പന്തങ്ങളുടെ വെളിച്ചം മഞ്ഞയും ചുവപ്പും നിറങ്ങളിൽ നൃത്തം വെച്ചു. ആ മങ്ങിയ പ്രകാശത്തിൽ നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ആ സാധാരണ മനസ്സുള്ള മനുഷ്യന്റെ മുന്നിൽ ഇതൾ വിരിഞ്ഞു. അലിബാബ ഒരു പ്രതിമ പോലെ അവിടെ നിന്നുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ വലിയ അറയുടെ എല്ലാ കോണുകളിലേക്കും നീണ്ടു. ദൂരദേശങ്ങളിൽ നിന്നുള്ള വലിയ കച്ചവട സംഘങ്ങളിൽ നിന്നും ആ 60 കള്ളർ അപഹരിച്ചുകൊണ്ടുവന്ന അതിവിശാലമായ സമ്പത്ത്. തറയിൽ കൂട്ടിയിട്ടിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളുടെ വലിയ മലകൾ, പല നിറങ്ങളിലുള്ള അപൂർവ പട്ടുതുണികൾ, ഇരുട്ടിലും തിളങ്ങുന്ന വലിയ രത്നക്കല്ലുകൾ. ആ ഗുഹയ്ക്കുള്ളിൽ പഴയ സുഗന്ധദ്രവ്യങ്ങളുടെയും പൊടിയുടെയും വല്ലാത്തൊരു ഗന്ധം തളം കെട്ടി നിന്നിരുന്നു. മരുഭൂമിയിലെ കൊടും കാറ്റിൽപ്പെട്ട ഒരു ചെറിയ മണൽത്തരി പോലെ അദ്ദേഹം ആ നിമിഷം സ്വയം അനുഭവിച്ചു. പതിയെ വിറയ്ക്കുന്ന കാലുകളോടെ അദ്ദേഹം മുന്നോട്ട് നടന്നു. അദ്ദേഹത്തിന്റെ ഉണങ്ങിയ പരുക്കൻ കാൽപാദങ്ങൾ വിലയേറിയ പട്ടുതുണികളിൽ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കോചം തോന്നി. ഒരു സ്വർണ്ണ നാണയത്തിന്റെ മലക്കരികിൽ അദ്ദേഹം മുട്ടുകുത്തിയിരുന്നു. തന്റെ വിറയ്ക്കുന്ന കൈകൾ ആ സ്വർണത്തിലേക്ക് നീട്ടി. ഒരു പിടി നാണയങ്ങൾ അദ്ദേഹം കൈകളിലെടുത്തു. അറേബ്യൻ മണലാരണ്യങ്ങളിലെ കൊടും തണുപ്പുള്ള രാത്രികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആ സ്വർണത്തിന് വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു. ആ നാണയങ്ങളിൽ പതിഞ്ഞിട്ടുള്ള അജ്ഞാതരായ രാജാക്കന്മാരുടെ മുഖങ്ങളിലേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. എത്രയോ മനുഷ്യരുടെ വിയർപ്പും കണ്ണീരും രക്തവും ഈ സ്വർണത്തിൽ കലർന്നിട്ടുണ്ടാകും. എത്രയോ യാത്രക്കാരുടെ ജീവൻ ഈ സമ്പത്തിനു വേണ്ടി ആ മറഞ്ഞുപോയ കള്ളസംഘം അപഹരിച്ചിട്ടുണ്ടാകും. ആ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു സദാചാര യുദ്ധത്തിന് തിരികൊളുത്തി. താനൊരു മോഷ്ടാവാണോ? മറ്റുള്ളവരുടെ ചോര പുരണ്ട ഈ സമ്പത്ത് താൻ എടുക്കുന്നത് ശരിയാണോ? അദ്ദേഹത്തിന്റെ മനസ്സ് വേദനയോടെ പിടഞ്ഞു. എന്നാൽ തന്റെ കുടിലിലെ വറുതിയുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. വിശപ്പകറ്റാൻ ഒരു കഷ്ണം ഉണങ്ങിയ അപ്പത്തിനായി ബുദ്ധിമുട്ടുന്ന തന്റെ കുടുംബം, പണത്തിന്റെ അഹങ്കാരത്തിൽ തന്നെ തിരിഞ്ഞുപോലും നോക്കാത്ത തന്റെ ധനികനായ സഹോദരൻ കാസിമിന്റെ മുഖം. താൻ ഒരിക്കലും ഒരാളുടെയും ജീവൻ എടുത്തിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. ഖുശാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ എന്ന് ഗ്രാമവാസികൾ തന്നെ വിളിക്കുന്നത് തന്റെ സത്യസന്ധത കൊണ്ടാണ്. ഈ സ്വർണം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടതാണ്. ഇതിന്റെ യഥാർത്ഥ അവകാശികൾ ആരൊക്കെയോ ആണ്. അവർ ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ഉണ്ടാകില്ല. തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഈ വലിയ സ്വർണ്ണമലകളിൽ നിന്ന് ഒരു ചെറിയ പങ്കെടുക്കുന്നത് വലിയ തെറ്റാകില്ല എന്ന അദ്ദേഹത്തിന്റെ ദരിദ്രമായ മനസ്സ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അത്യാഗ്രഹത്തിന്റെ അടിമയാകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തനിക്ക് ആവശ്യമുള്ളത് മാത്രം, ഒരു സാധാരണ ജീവിതം നയിക്കാൻ പര്യാപ്തമായത് മാത്രം എടുക്കാൻ ആ ധീരൻ തീരുമാനിച്ചു. അദ്ദേഹം വേഗത്തിൽ എഴുന്നേറ്റു. വിലയേറിയ രത്നങ്ങളെയോ പട്ടുതുണികളെയോ അദ്ദേഹം തൊട്ടില്ല. അവ വിൽക്കാൻ ശ്രമിച്ചാൽ ഗ്രാമത്തിലുള്ളവർ സംശയിക്കും എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഗ്രാമവാസികളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും കൊണ്ടുപോകണം. അദ്ദേഹം ഗുഹമുഖത്തേക്ക് തിരിഞ്ഞു നടന്നു. പുറത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇരുട്ടിന്റെ മറപറ്റി അദ്ദേഹം കുറ്റിക്കാടുകൾക്കടുത്തേക്ക് നടന്നു. തന്റെ പ്രിയപ്പെട്ട 3 കഴുതകളെയും വളരെ പതുക്കെ, ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹം ഗുഹയുടെ കവാടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവയുടെ കണ്ണുകളിൽ ഇപ്പോഴും ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു. ആ കള്ളന്മാർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇറക്കിവെച്ച ശേഷം അവിടെ ഉപേക്ഷിച്ചുപോയ ചില പഴയ ചാക്കുകൾ ഗുഹയുടെ ഒരു മൂലയിൽ കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അതിൽ നിന്ന് കുറച്ച് ചാക്കുകൾ അദ്ദേഹം എടുത്തു. തുടർന്ന് വളരെ ശ്രദ്ധയോടെ ആ സ്വർണ്ണ നാണയങ്ങൾ വാരി ആ ചാക്കുകളിൽ നിറയ്ക്കാൻ തുടങ്ങി.
നാണയങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും ആ വലിയ ഗുഹയിൽ പ്രതിധ്വനിച്ചു. ഓരോ ശബ്ദവും അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ് വന്നു പതിച്ചത്. ആരെങ്കിലും കേൾക്കുമോ എന്ന ഭയത്താൽ അദ്ദേഹം ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കി. കാടിന്റെ വന്യമായ നിശബ്ദത മാത്രം. തന്റെ കഴുതകൾക്ക് ചുമക്കാൻ കഴിയുന്ന ഭാരം മാത്രമേ അദ്ദേഹം ആ ചാക്കുകളിൽ നിറച്ചുള്ളൂ. അത്യാഗ്രഹത്തിന് എന്റെ മനസ്സിൽ ഇടമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. സ്വർണം നിറച്ച ചാക്കുകൾ അദ്ദേഹം ഭദ്രമായി കെട്ടി. പിന്നീട് ഓരോന്നായി എടുത്ത് തന്റെ കഴുതകളുടെ പുറത്ത് വെച്ച് കെട്ടി. എന്നാൽ അങ്ങനെ സ്വർണവുമായി പോയാൽ ആരെങ്കിലും കണ്ടാൽ പിടിക്കപ്പെടും എന്നത് തീർച്ചയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി ഉണർന്നത്. താൻ നേരത്തെ വെട്ടിവെച്ചിരുന്ന മരത്തടികൾ അദ്ദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു. സ്വർണം നിറച്ച ആ ചാക്കുകൾക്ക് മുകളിലായി ആ മരത്തടികൾ അദ്ദേഹം വളരെ വിദഗ്ധമായി അടുക്കിവെച്ചു. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഒരു സാധാരണ മരം വെട്ടുകാരൻ വിറകുമായി പോകുന്നു എന്ന് മാത്രമേ ആർക്കും തോന്നുകയുള്ളൂ. അദ്ദേഹത്തിന്റെ മുഖത്ത് നേരിയ ഒരു ആശ്വാസം തെളിഞ്ഞു. എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം ഗുഹയ്ക്ക് പുറത്തിറങ്ങി. തന്റെ കഴുതകളെയും പുറത്തു കൊണ്ടുവന്നു. ആ മാന്ത്രിക ലോകത്തേക്ക് അദ്ദേഹം അവസാനമായി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ദൂരെ മരുഭൂമിയിൽ നിന്ന് വരുന്ന കാറ്റ് ആ നിമിഷം വല്ലാതെ വീശിയടിച്ചു. അദ്ദേഹം കണ്ണുകൾ ഇറുക്കിയടച്ചു. തന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ മന്ത്രം അദ്ദേഹം വീണ്ടും ഉച്ചരിച്ചു. സിസാർ അടയ്ക്കൂ. അതേ വലിയ ഞരക്കം വീണ്ടും കേട്ടു. ഭൂമി വിറകൊണ്ടു. ആ കൂട്ടൻ പാറക്കെട്ടുകൾ പതിയെ പരസ്പരം അടുത്തുവന്നു. വലിയ ശബ്ദത്തോടെ ആ ഗുഹമുഖം പൂർണ്ണമായി മടഞ്ഞു. കാടിന്റെ ഇരുളും പ്രകൃതിയുടെ നിശബ്ദതയും വീണ്ടും അവിടെ ആധിപത്യം സ്ഥാപിച്ചു. താൻ കണ്ടതെല്ലാം ഒരു വലിയ സ്വപ്നമായിരുന്നോ എന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷം തോന്നിപ്പോയി. എന്നാൽ തന്റെ കഴുതകളുടെ പുറത്തുള്ള ഭാരം അതൊരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. യാതൊരു കാലതാമസവുമില്ലാതെ അദ്ദേഹം തന്റെ ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. മടക്കിയാത്ര വളരെ ഭയാനകമായിരുന്നു. രാത്രി വളരെ വൈകിയിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരു നേർത്ത വെളിച്ചം മാത്രം നൽകി. കാടിന്റെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ ഓരോ വലിയ മരവും ഇരുട്ടിൽ ഭയാനക രൂപങ്ങളായി അദ്ദേഹത്തിന് തോന്നി. കാറ്റിന്റെ ഓരോ മൂളലിലും ആ 60 കള്ളർ തന്നെ പിന്തുടർന്നു വരുന്നുണ്ടോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. നിലത്ത് വീണുകിടക്കുന്ന ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലും അദ്ദേഹത്തെ ഞെട്ടിച്ചു. ദൂരെയുള്ള കച്ചവടക്കാരുടെ പാതകളിൽ നിന്ന് വരുന്ന കാറ്റിൽ അദൃശ്യരായ കൊള്ളക്കാരുടെ കുളമ്പടികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. തന്റെ ജീവനേക്കാൾ ഉപരി ആ രഹസ്യത്തിന്റെ വലിയ ഭാരം അദ്ദേഹത്തിന്റെ ചുമലുകളെ തളർത്തി. മണൽ സമൃദ്ധമായ വഴികളിലൂടെ തന്റെ കഴുതകളെയും തെളിച്ചുകൊണ്ട് അദ്ദേഹം അതിവേഗം നടന്നു. എങ്ങനെയെങ്കിലും തന്റെ വീട്ടിലെത്തുക എന്നത് മാത്രമായിരുന്നു ആ നിമിഷം. അവസാനം വളരെ നേരം നീണ്ട ആ ഭയാനകമായ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം തന്റെ ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തി. ഗ്രാമം മുഴുവൻ ഗാഢമായ ഉറക്കത്തിലായിരുന്നു. എങ്ങും കനത്ത നിശബ്ദത. ചില വീടുകളിൽ നിന്ന് മാത്രം നേർത്ത വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആരും കാണാതെ വളരെ പതുക്കെ അദ്ദേഹം തന്റെ ചെറിയ ഓലമേഞ്ഞ കുടിലിന്റെ മുറ്റത്തെത്തി. തന്റെ കഴുതകളുടെ പുറത്തുള്ള ഭാരം മുഴുവൻ അദ്ദേഹം വേഗത്തിൽ താഴെയിറക്കി. കഴുതകളെ അവയുടെ സ്ഥാനത്ത് സുരക്ഷിതമായി കെട്ടിയിട്ടു. വിറകും സ്വർണം നിറച്ച ആ ചാക്കുകളും എടുത്ത് അദ്ദേഹം വേഗത്തിൽ വീടിനുള്ളിലേക്ക് കയറി. കനത്ത മരംവാതിൽ വലിച്ചടച്ചു. ഉള്ളിൽ നിന്ന് ശക്തമായി കുറ്റിയിട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്വാസം നേരെ വീണത്. അദ്ദേഹം നിലത്തേക്ക് ഊർന്നിരുന്നു. ശരീരം മുഴുവൻ വിയർത്തൊലിച്ചിരുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകാൻ കുറേ സമയമെടുത്തു. വീടിനുള്ളിൽ ഇരുട്ടായിരുന്നു. അടുപ്പിലെ തീപ്പൊരികൾ അവസാനമായി മിന്നിമറയുന്നുണ്ടായിരുന്നു. ആ നേർത്ത വെളിച്ചത്തിൽ അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. ഒന്നും മനസ്സിലാകാതെ ഉറങ്ങുവന്ന അവർ നിലത്തു കിടക്കുന്ന വിറകുകളും അപരിചിതമായ ചാക്കുകളും കണ്ട് ബുദ്ധിച്ചു. യാതൊരു ശബ്ദവും ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഭയവും അതിയായ ആകാംക്ഷയും നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം ആ ചാക്കുകളുടെ കെട്ടഴിച്ചു. അടുപ്പിലെ അവസാനത്തെ കനൽ വെളിച്ചം ആ ചാക്കിനുള്ളിലേക്ക് വീണു. പെട്ടെന്ന് ആ ചെറിയ ഇരുണ്ട മുറിയാകെ ഒരു മാന്ത്രിക പ്രകാശം നിറഞ്ഞു. ആ സ്വർണ്ണ നാണയങ്ങളുടെ തിളക്കം. ദാരിദ്ര്യം മാത്രം കണ്ടു ശീലിച്ച ആ വീട്ടിൽ ആ സ്വർണത്തിന്റെ തിളക്കം ഒരു വലിയ അത്ഭുതമായി മാറി. അവർ രണ്ടുപേരും ശ്വാസം അടക്കിപ്പിടിച്ച് ആ സ്വർണത്തിലേക്ക് നോക്കിയിരുന്നു. ആരും സംസാരിച്ചില്ല. അവിടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. വലിയൊരു രഹസ്യം ഇപ്പോൾ ആ ചെറിയ വീടിനുള്ളിൽ ഉറങ്ങുകയാണ്. അപ്പോഴും പുറത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മരുഭൂമിയുടെ അനന്തതയിൽ നിന്ന് വരുന്ന ആ കാറ്റ് മണൽത്തരികളിൽ എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. വീടിന്റെ കനത്ത മരംവാതിലിന് പുറത്ത് മണലിൽ പതിയുന്ന കാലൊച്ചകൾ പോലെ എന്തോ ഒരു നേർത്ത ശബ്ദം. അടുപ്പിലെ അവസാനത്തെ കനലും പതിയെ അണഞ്ഞു. ഇരുട്ട് ആ സ്വർണത്തിന്റെ തിളക്കത്തെ പൂർണ്ണമായും വിഴുങ്ങി. ഭാരമേറിയ ഒരു വലിയ നിശബ്ദത ആ രാത്രിയെ പൂർണ്ണമായും കീഴടക്കി. ഇരുട്ടിന്റെ കനത്ത പുതപ്പ് പതിയെ പിൻവാങ്ങി തുടങ്ങി. കിഴക്കൻ ചക്രവാളത്തിൽ പ്രഭാതത്തിന്റെ നേർത്ത വെളിച്ചം മരുഭൂമിയുടെ മണൽത്തരികളിൽ പറ്റിപ്പിടിച്ചു. പക്ഷേ അലിബാബയുടെ ആ ചെറിയ കുടിലിനുള്ളിൽ അപ്പോഴും അത്ഭുതത്തിന്റെ കനത്ത അന്തരീക്ഷമായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ സ്വർണ്ണ നാണയങ്ങളുടെ വലിയ ശേഖരം കണ്ട് ആ സാധുവായ ഭാര്യയുടെ കണ്ണുകൾ വിസ്മയത്താൽ വിടർന്നു. എത്ര എണ്ണിയാലും തീരാത്ത അത്രയും സ്വർണം. അവ എണ്ണി തിട്ടപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനായി ഒരളവു പാത്രം വേണം. ദാരിദ്ര്യം മാത്രം നിറഞ്ഞ ആ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ
തങ്ങളുടെ ധനികനായ സഹോദരൻ കാസിമിന്റെ വീട്ടിൽ നിന്ന് അത് വായ്പയായി വാങ്ങാൻ അവർ തീരുമാനിച്ചു. നേരം പുലർന്നയുടനെ അവർ കാസിമിന്റെ വലിയ മാളികയിലേക്ക് നടന്നു. എന്നാൽ കാസിമിന്റെ ഭാര്യയ്ക്ക് വല്ലാത്തൊരു സംശയം തോന്നി. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഇവർ എന്തളക്കാനാണ് അതിരാവിലെ തന്നെ ഈ പാത്രം കൊണ്ടുപോകുന്നത്? അവരുടെ മനസ്സിലെ കുടിലത ഒരു വലിയ അപകടത്തിന്റെ തുടക്കമായിരുന്നു. അളവുപാത്രത്തിന്റെ അടിയിൽ അവർ ആരുമറിയാതെ അല്പം മെഴുകു പുരട്ടിവെച്ചു. പാത്രത്തിൽ എന്തളന്നാലും അതിന്റെ ഒരു ചെറിയ അംശം ആ മെഴുകിലൊട്ടിപ്പിടിക്കും എന്നവർക്കുറപ്പായിരുന്നു. സ്വർണം അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ആരുമറിയാതെ അലിബാബ ആ വലിയ സമ്പത്ത് വീടിന്റെ തറയിൽ ആഴത്തിൽ കുഴിച്ചിട്ടു. അളവുപാത്രം അവർ തിരികെ കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ ആ പാത്രത്തിന്റെ അടിയിൽ പുരട്ടിയ മെഴുകിൽ തിളങ്ങുന്ന ഒരു സ്വർണ്ണ നാണയം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. കാസിമിന്റെ ഭാര്യ അത് കണ്ടു. അവരുടെ കണ്ണുകളിൽ അത്യാഗ്രഹത്തിന്റെ തീപ്പൊരികൾ മിന്നി. അതിസമ്പന്നനായ കാസിം തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ ആ നാണയം അയാൾക്ക് കാണിച്ചു കൊടുത്തു. കാസിമിന്റെ മുഖം ദേഷ്യത്താലും അസൂയയാലും ചുവന്നു തുടുത്തു. താൻ ഇത്രയും വലിയ ധനികനായിട്ടും പട്ടിണിക്കാരനായ തന്റെ സഹോദരന്റെ വീട്ടിൽ സ്വർണ്ണ നാണയങ്ങളോ, അതും താൻ പോലും അറിയാത്ത ഏതോ അജ്ഞാത രാജ്യത്തെ രാജാവിന്റെ മുദ്രയുള്ള പുരാതനമായ സ്വർണം. അയാളുടെ ഉള്ളിലെ ദുരാഗ്രഹം ഒരു കൊടുങ്കാറ്റായി മാറി. നേരം ഇരുട്ടിത്തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാസിം തന്റെ സഹോദരന്റെ കുടിലിലേക്ക് പാഞ്ഞെത്തി. ആ വലിയ ധനികന്റെ ഉച്ചത്തിലുള്ള ശബ്ദം ആ ചെറിയ കുടിലിനെ വിറപ്പിച്ചു. രഹസ്യം മറച്ചുവെക്കാൻ ഖുശാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ പരമാവധി ശ്രമിച്ചെങ്കിലും കാസിമിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ആ സാധുവിന് പിടിച്ചു നിൽക്കാനായില്ല. സ്വന്തം സഹോദരനോടുള്ള സ്നേഹത്താലും പ്രശ്നങ്ങൾ ഒഴിവാക്കി സമാധാനം ആഗ്രഹിച്ചതിനാലും കാസിമിനോട് ആ കാടിന്റെ ഉള്ളറകളിലെ വലിയ രഹസ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ വലിയ കരിങ്കൽ പാറയെക്കുറിച്ചും അത് തുറക്കാനും അടയ്ക്കാനുമുള്ള ആ മാന്ത്രിക വാക്കുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. സിസാർ തുറക്ക്. ഈ വാക്കുകൾ കേട്ടയുടനെ കാസിമിന്റെ മനസ്സിൽ സ്വർണത്തിന്റെ വലിയ മരകൾ മാത്രമായിരുന്നു. അത്യാഗ്രഹത്താൽ അന്ധനായ അയാൾ തന്റെ സഹോദരന്റെ മുന്നറിയിപ്പുകളോ കാടിന്റെ അപകടങ്ങളോ ഒന്നും തന്നെ ചെവിക്കൊണ്ടില്ല. ഈ സ്വർണം മുഴുവൻ തനിക്ക് സ്വന്തമാക്കണം എന്ന ഒറ്റ ചിന്ത മാത്രം. പിറ്റേന്ന് അതിരാവിലെ മരുഭൂമിയിലെ മണൽത്തരികൾക്ക് മുകളിൽ സൂര്യൻ ഉണരുന്നതിനു മുൻപ് തന്നെ കാസിം യാത്ര തിരിച്ചു. 3 കഴുതകളെ മാത്രം കൊണ്ടുപോയ അലിബാബയിൽ നിന്ന് വ്യത്യസ്തമായി 10ഓളം വലിയ കഴുതകളുമായാണ് ആ ധനികൻ കാട്ടിലേക്ക് പോയത്. ഓരോ കഴുതയുടെ പുറത്തും വലിയ വലിയ പെട്ടികൾ അയാൾ കെട്ടിവെച്ചിരുന്നു. കാടിന്റെ വന്യതയോ ഇരുട്ടോ അയാളെ ഭയപ്പെടുത്തിയില്ല. കാരണം അയാളുടെ കണ്ണുകളിൽ മുഴുവൻ സ്വർണത്തിന്റെ മഞ്ഞ വെളിച്ചം മാത്രമായിരുന്നു. ആ വലിയ മരങ്ങൾക്കും നിശബ്ദതയ്ക്കുമിടയിലൂടെ അയാൾ ആ കൂറ്റൻ പാറക്കെട്ടിന് മുന്നിലെത്തി. കാറ്റ് പെട്ടെന്ന് നിശ്ചലമായതുപോലെ കാസിം തന്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ആ മാന്ത്രിക വാക്കുകൾ ഉക്ഷ്മയോടെ ഉച്ചരിച്ചു. സിസാർ തുറക്ക്. ഭൂമി കുലുങ്ങി. വലിയ ശബ്ദത്തോടെ ആ കരിങ്കൽ ഭിത്തികൾ രണ്ടായി അകന്നു. ഗുഹയുടെ ഉള്ളിലെ മാന്ത്രിക പ്രകാശം പുറത്തേക്ക് വന്നപ്പോൾ കാസിം ശ്വാസം നിലച്ചവനെ പോലെ നിന്നുപോയി. അയാൾ അക്ഷ്മയനായി ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഉള്ളിലെ ഭീമമായ സമ്പത്ത് കണ്ട് അയാളുടെ സമനില തെറ്റുന്നതുപോലെ തോന്നി. സ്വർണ്ണ നാണയങ്ങൾ വാരി വാരി അയാൾ തന്റെ വലിയ പെട്ടികളിൽ നിറച്ചു. വിലയേറിയ പട്ടുതുണികളും രത്നങ്ങളും അയാൾ വാരിക്കൂട്ടി. കൂടുതൽ, ഇനിയും കൂടുതൽ വേണം. അയാളുടെ അത്യാഗ്രഹത്തിന് അതിരുകളില്ലായിരുന്നു. സ്വർണത്തിന്റെ ഭാരം കാരണം പെട്ടികൾ തറയിൽ നിന്ന് ഉയർത്താൻ പോലും കഴിയാത്ത അവസ്ഥയായി. സമയം കടന്നുപോകുന്നത് അയാൾ അറിഞ്ഞതേയില്ല. പുറത്ത് വെളിച്ചം പൂർണ്ണമായും മങ്ങിത്തുടങ്ങിയിരുന്നു. തന്റെ പെട്ടികളെല്ലാം നിറഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ അയാൾ ഭാരമേറിയ പെട്ടികളും വലിച്ച് ഗുഹാമുഖത്തേക്ക് നടന്നു. പാറക്കെട്ട് അടഞ്ഞുകിടക്കുകയായിരുന്നു. പെട്ടികൾ താഴെ വെച്ച് വാതിൽ തുറക്കാനായി അയാൾ മന്ത്രമുച്ചരിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അയാളുടെ തലച്ചോറ് ശൂന്യമായി. അത്യാഗ്രഹത്തിന്റെ ലഹരിയിൽ ആ മാന്ത്രിക വാക്കുകൾ അയാളുടെ ഓർമ്മയിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയി. ഗോതമ്പേ തുറക്ക്, ബാർലി തുറക്ക്. അയാൾ പല ധാന്യങ്ങളുടെ പേരും വിളിച്ചു പറഞ്ഞു. ഇല്ല, ആ വലിയ പാറക്കെട്ട് ഒരൽപ്പം പോലും അനങ്ങിയില്ല. ഭയം ഒരു തണുത്ത പാമ്പിനെ പോലെ അയാളുടെ നട്ടെല്ലിലൂടെ അരിച്ചുകയറി. ഗുഹയിലെ മങ്ങിയ തീപ്പണ്ടങ്ങളുടെ വെളിച്ചത്തിൽ അയാളുടെ വിയർപ്പ് കണങ്ങൾ തിളങ്ങി. താൻ ഈ വലിയ കരിങ്കൽ അറയ്ക്കുള്ളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന സത്യം അയാളെ വല്ലാതെ ഭയപ്പെടുത്തി. അയാൾ പാറയിൽ കൈകൾ കൊണ്ട് ഇടിച്ചു നിലവിളിച്ചു. ചുറ്റും കിടക്കുന്ന ആ ഭീമമായ സ്വർണ്ണമലകൾ അയാളെ നോക്കി പരിഹസിക്കുന്നതുപോലെ തോന്നി. സ്വർണം വാരി നിറയ്ക്കാൻ കാണിച്ച ആവേശമൊന്നും ഇപ്പോൾ അയാൾക്കില്ലായിരുന്നു. ജീവൻ രക്ഷിക്കണം എന്ന ഭയം മാത്രം. പക്ഷെ ആ ശബ്ദം ആ വലിയ ഗുഹയിൽ തട്ടി പ്രതിധ്വനിച്ചതല്ലാതെ
പുറത്തേക്ക് പോയില്ല. കാസിം ആ വലിയ സ്വർണ്ണമലകൾക്ക് നടുവിലിരുന്ന് പൊട്ടക്കരഞ്ഞു. മണിക്കൂറുകൾ വലിയ യുഗങ്ങളെപ്പോലെ കടന്നുപോയി. പെട്ടെന്ന് ഗുഹയ്ക്ക് പുറത്ത് കുതിരകളുടെ കുഴപ്പടങ്ങൾ കേട്ടു തുടങ്ങി. ആ മറഞ്ഞുപോയ കള്ളസംഘം തിരികെ എത്തിയിരിക്കുന്നു. കാസിമിന്റെ ഹൃദയം നിലയ്ക്കുന്നതുപോലെ തോന്നി. ഗുഹയുടെ വാതിൽ തുറക്കുന്ന ആ ഭയാനക ശബ്ദം കേട്ടപ്പോൾ അയാൾക്ക് ശ്വാസം മുട്ടി. കരിങ്കൽ പാറക്കെട്ടുകൾ പതിയെ അകന്നുമാറി. പുറത്തെ ഇരുണ്ട വെളിച്ചത്തിൽ വാളുകൾ പിടിച്ചു നിൽക്കുന്ന 60 കള്ളർ. ഒരു ഭയാനകമായ സ്വപ്നം പോലെ അവർ ആ ഗുഹാമുഖത്ത് നിന്നു. അവരുടെ നേതാവിന്റെ കണ്ണുകളിൽ തീ പാറുകയായിരുന്നു. തന്റെ രഹസ്യ സങ്കേതത്തിൽ അതിക്രമിച്ചു കയറിയ സ്വർണം നിറഞ്ഞ പെട്ടികളുമായി നിൽക്കുന്ന അന്യനെ കണ്ട അയാൾ ദേഷ്യത്താൽ അലറി. ജീവൻ രക്ഷിക്കാനായി കാസിം ആ കള്ളന്മാരുടെ ഇടയിലൂടെ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷെ അത് വെറും പാഴ്ശ്രമമായിരുന്നു. ആയുധങ്ങളുടെ മൂർച്ചയ്ക്ക് മുന്നിൽ അയാളുടെ പ്രാണൻ ആ ഗുഹയുടെ ഇരുളിലേക്ക് വളരെ വേഗം മറഞ്ഞുപോയി. തന്റെ സഹോദരനെ പോലെ വിനയവും ക്ഷമയുമില്ലാതിരുന്ന അയാളുടെ ജീവൻ അവിടെ അവസാനിച്ചു. സ്വർണത്തിനു മേലുള്ള അയാളുടെ ദുരാഗ്രഹം ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചു. രക്തം വീണ ആ സ്വർണ്ണ നാണയങ്ങൾ യാതൊരു ഭാവഭേദവുമില്ലാതെ നിശബ്ദമായി അവിടെ കിടന്നു. കള്ളന്മാർ അയാളുടെ ശരീരം വലിച്ചെറിഞ്ഞ് ഗുഹയുടെ ഒരു മൂലയിലേക്കിട്ടു. ആർക്കെങ്കിലും ഈ ഗുഹയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അവർക്കും ഇതേ ഗതി തന്നെ വരും എന്നൊരു മുന്നറിയിപ്പായി അവർ ആ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ചു. പുറത്ത് കാടിന്റെ നിശബ്ദത കൂടുതൽ ഭയാനകമായി. 60 കള്ളന്മാർ ആ ഗുഹയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യം എങ്ങനെ ചോർന്നു എന്നതിനെക്കുറിച്ച് പതുക്കെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ദൂരെ കാസിമിന്റെ വലിയ മാളികയിൽ അയാളുടെ വരവും കാത്ത് വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച അയാളുടെ ഭാര്യ അക്ഷ്മയോടെ ഉമ്രത്ത് നിൽക്കുകയായിരുന്നു. രാത്രിയുടെ അന്ധകാരം മരുഭൂമിയെ വീണ്ടും പൂർണ്ണമായി മൂടി. കാറ്റിന്റെ ഓരോ മൂളലും മരണത്തിന്റെ വലിയൊരു തണുപ്പുണ്ടായിരുന്നു. ഗുഹാമുഖത്തെ കരിങ്കല്ലുകൾക്കിടയിലൂടെ ഒരു തുള്ളി രക്തത്തിന്റെ ഗന്ധം കാറ്റിൽ പതുക്കെ പടർന്നു. പന്തങ്ങളുടെ വിറയേറിയ വെളിച്ചം കാടിന്റെ ഇരുളിൽ പതിയെ മങ്ങിമറഞ്ഞു. ഭാരമേറിയ കാൽപ്പാടുകളുടെ ശബ്ദം ഗുഹയ്ക്കുള്ളിൽ അലയടിച്ചു. അവിടെ ഒരു നിഗൂഢമായ ഭയം ഉറങ്ങുകയായിരുന്നു. രാത്രിയുടെ അന്ധകാരം മരുഭൂമിയെ ഒന്നാകെ പുതപ്പിച്ചുറക്കുന്ന സമയം. ദൂരെ എവിടെയോ നിന്ന് കേൾക്കുന്ന കാറ്റിന്റെ നേർത്ത മൂളലല്ലാതെ മറ്റൊരു ശബ്ദവും ആ രാത്രിയിലുണ്ടായിരുന്നില്ല. നക്ഷത്രങ്ങൾ ആകാശത്ത് വിളറിയ വെളിച്ചം പരത്തി. കാസിമിന്റെ വലിയ മാളികയിൽ, സ്വർണവും പട്ടും നിറഞ്ഞ ആ കൊട്ടാരത്തിൽ സമാധാനത്തിന്റെ കണിക പോലുമില്ലായിരുന്നു. തന്റെ ഭർത്താവ് വലിയ സ്വർണശേഖരവുമായി എപ്പോൾ തിരിച്ചുവരും എന്ന് കാത്ത് അയാളുടെ ഭാര്യ അക്ഷമയോടെ ഉമ്മറപ്പടിയിൽ നടന്നു. ഓരോ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോഴും അവർ പുറത്തേക്ക് നോക്കി. എന്നാൽ മരുഭൂമിയിലെ ശൂന്യത മാത്രമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇരുട്ടു കുറഞ്ഞുവരികയും പ്രഭാതത്തിന്റെ നേർത്ത വെളിച്ചം കിഴക്കൻ ചക്രവാളത്തിൽ പടർന്നു തുടങ്ങുകയും ചെയ്തപ്പോൾ അവരുടെ ഉള്ളിലെ അത്യാഗ്രഹം വലിയൊരു ഭയത്തിനു വഴിമാറി. ആ വലിയ ധനികന് എന്തോ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് അവരുടെ മനസ്സ് മന്ത്രിച്ചു തുടങ്ങി. നേരം പുലർന്നയുടനെ അവർ കരഞ്ഞുകൊണ്ട് അലീബാബയുടെ ചെറിയ കുടിലിലേക്ക് ഓടിയെത്തി. ആ വലിയ വീട്ടിലെ സമ്പത്തിനോ അഹങ്കാരത്തിനോ ഇപ്പോൾ തന്റെ ഭർത്താവിന്റെ ജീവൻ തിരികെ നൽകാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. വിവരമറിഞ്ഞയുടനെ അലീബാബയുടെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു വലിയ തിരമാല അടിച്ചുയർന്നു. തന്റെ സഹോദരന്റെ അത്യാഗ്രഹം ഒരു വലിയ ദുരന്തത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് ഖുശാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ മുൻകൂട്ടി കണ്ടിരുന്നു. എങ്കിലും സ്വന്തം രക്തത്തോടുള്ള സ്നേഹം ആ ധീരനെ നിശബ്ദനായിരിക്കാൻ അനുവദിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട 3 കഴുതകളെയും കൂട്ടി അദ്ദേഹം വളരെ വേഗം കാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ ഹൃദയം വലിയ ശബ്ദത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. കാടിന്റെ ഓരോ വളവിലും ഓരോ വലിയ മരത്തിന്റെ നിഴലിലും അദ്ദേഹം ആ 60 കള്ളർ ഒഴിഞ്ഞിരിക്കുണ്ടോ എന്ന് ഭയത്തോടെ നോക്കി. കാടിന്റെ വന്യമായ നിശബ്ദത അന്ന് പതിവിലും ഭയാനകമായിരുന്നു. ഉണങ്ങിയ ഇലകളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും കാട്ടിലാകെ വലിയ മുഴക്കമായി പ്രതിധ്വനിക്കുന്നതുപോലെ തോന്നി. ഒടുവിൽ ആ വലിയ കരിങ്കൽ പാറക്കെട്ടിനു മുന്നിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ചുറ്റും ആരുമില്ല എന്നുറപ്പുവരുത്തിയ ശേഷം വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അദ്ദേഹം ആ മാന്ത്രിക വാക്കുകൾ ഉച്ചരിച്ചു. സിസാർ തുറക്ക്. വലിയ ശബ്ദത്തോടെ പാറക്കെട്ടുകൾ അകന്നുമാറി. ഗുഹയ്ക്കുള്ളിലെ മങ്ങിയ വെളിച്ചത്തിലേക്ക് കാലെടുത്തുവെച്ച അലീബാബയുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് സ്വർണ്ണ നാണയങ്ങളെയല്ല, മറിച്ച് തന്റെ സഹോദരനെയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ആ സ്വർണ്ണമലകൾക്ക് സമീപം ചേതനയേറ്റ് കിടക്കുന്ന കാസിമിന്റെ ശരീരം അദ്ദേഹം കണ്ടു. ആ വലിയ കല്ലറയ്ക്കുള്ളിലെ തണുപ്പ് മരണത്തിന്റെ തണുപ്പുമായി കലർന്നിരുന്നു. സ്വർണത്തിനു മീതെയുള്ള മനുഷ്യന്റെ അത്യാഗ്രഹം എത്രത്തോളം ഭയാനകമായ അന്ത്യമാണ് നൽകുന്നത് എന്ന് ആ കാഴ്ച അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. കണ്ണുനീരോടെ അദ്ദേഹം തന്റെ സഹോദരന്റെ അരികിൽ മുട്ടുകുത്തി. അവിടെയുള്ള സ്വർണത്തിൽ ഒരു തലി പോലും എടുക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല. തന്റെ സഹോദരന്റെ ശരീരം
വളരെ ശ്രദ്ധയോടെ അദ്ദേഹം എടുത്തു. രഹസ്യം പുറത്തറിയാതിരിക്കാൻ ആ മരത്തടികൾക്കുള്ളിലായി വളരെ വിദഗ്ധമായി കാസിമിന്റെ ശരീരം അദ്ദേഹം ഒളിപ്പിച്ചു. ഗുഹമുഖം അടച്ച ശേഷം വലിയൊരു ദുഃഖഭാരത്തോടെ അദ്ദേഹം തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. കാറ്റ് അദ്ദേഹത്തിന്റെ വിലാപങ്ങൾ ഏറ്റുവാങ്ങി മരുഭൂമിയിലേക്ക് മറഞ്ഞു. അന്ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് ആ മറഞ്ഞുപോയ കള്ളസംഘം വീണ്ടും തങ്ങളുടെ രഹസ്യ സങ്കേതത്തിലെത്തിയത്. കുളമ്പടികളുടെ ശബ്ദം കാടിനെ നടുക്കി. കള്ളന്മാരുടെ നേതാവ് കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. ഇരുട്ടിൽ അയാളുടെ മുഖം കൂടുതൽ ഭയാനകമായി തോന്നി. ഗുഹമുഖം തുറന്ന് അവർ ആ വലിയ വെളിച്ചത്തിലേക്ക് നടന്നു കയറി. എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിച്ച നേതാവിന്റെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. അയാളുടെ കണ്ണുകൾ ഗുഹയുടെ ആ പ്രത്യേക കോണിലേക്ക് സൂക്ഷിച്ചു നോക്കി. കാസിമിന്റെ ശരീരം ഉപേക്ഷിച്ചിരുന്ന ആ സ്ഥലം ഇപ്പോൾ ശൂന്യമാണ്. നേതാവിന് ചുറ്റും നിന്നിരുന്ന അനുയായികൾ ഭയത്താൽ പരസ്പരം നോക്കി. തങ്ങളുടെ രഹസ്യ സങ്കേതത്തിൽ വീണ്ടും ആരോ കടന്നുകയറിയിരിക്കുന്നു. അതും തങ്ങളുടെ കണ്ണുവെട്ടിച്ച് ആ ശരീരം എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. ഗുഹയ്ക്കുള്ളിലെ സ്വർണമോ വിലയേറിയ രത്നങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ നേതാവിന് മനസ്സിലായി. ആ നിമിഷം ആ വലിയ കള്ളന്റെ ഉള്ളിൽ അപാരമായ ഒരു ഞെട്ടലുണ്ടായി. ഈ ഗുഹയുടെ രഹസ്യമറിയാവുന്ന ഒരാൾ കൂടി പുറത്തുണ്ട്. അയാൾ സ്വർണത്തേക്കാൾ വില കൽപ്പിക്കുന്നത് സ്വന്തം ജീവനും രക്തവുമാണ്. നേതാവ് തന്റെ അനുയായികളെ നോക്കി കൈകൾ ഉയർത്തി നിശബ്ദരാകാൻ ആംഗ്യം കാണിച്ചു. അയാളുടെ മനസ്സ് അതിവേഗം ചിന്തിക്കുകയായിരുന്നു. ഈ നേതാവ് വെറുമൊരു കൊള്ളക്കാരൻ മാത്രമായിരുന്നില്ല. കാടിന്റെ ഇരുളും മരുഭൂമിയുടെ കാഠിന്യവും അയാളെ ഒരു വലിയ തന്ത്രശാലിയാക്കി മാറ്റിയിരുന്നു. ഒരു കുറുക്കന്റെ ബുദ്ധിയും ഒരു കഴുകന്റെ സൂക്ഷ്മതയും അയാൾക്കുണ്ടായിരുന്നു. വെറുമൊരു അത്യാഗ്രഹിയല്ല തങ്ങളുടെ ശത്രു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വളരെ ബുദ്ധിമാനും ധീരനുമായ ഒരാളാണ് തങ്ങളുടെ രഹസ്യം കണ്ടെത്തിയിരിക്കുന്നത്. ആ ശരീരം എടുത്തുകൊണ്ടുപോയവൻ തീർച്ചയായും ആ കൊല്ലപ്പെട്ടവന്റെ അടുത്ത ബന്ധുവോ സുഹൃത്തോ ആയിരിക്കണം. ആ ശരീരം ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിലോ നഗരത്തിലോ എത്തിയിട്ടുണ്ടാകും. അവിടെ ഒരു ശവസംസ്കാരം നടന്നിട്ടുണ്ടാകും. അതാരെങ്കിലും അറിയാതിരിക്കില്ല. ഈ ചിന്തകൾ അയാളുടെ തലച്ചോറിൽ ഒരു തികഞ്ഞ പദ്ധതിക്ക് രൂപം നൽകി. വാളുകൾ കൊണ്ടോ ശക്തി കൊണ്ടോ ഈ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതിന് തന്ത്രങ്ങൾ തന്നെ വേണം. ആ അജ്ഞാതനായ ശത്രുവിനെ കണ്ടെത്താൻ ഒരു വലിയ മാനസിക യുദ്ധത്തിന് അയാൾ തയ്യാറെടുക്കുകയായിരുന്നു. ഗുഹയുടെ കരിങ്കൽ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം തന്റെ പദ്ധതികൾ മെനഞ്ഞു. വലിയ സൈന്യവുമായി ഗ്രാമത്തിലേക്ക് പോയാൽ ആളുകൾ ഭയന്നോടും. രഹസ്യമൊരിക്കലും പുറത്തുവരില്ല. അതിനാൽ സാധാരണ കച്ചവടക്കാരുടെ വേഷത്തിൽ ഗ്രാമത്തിൽ ഇറങ്ങണം. ആളുകളുമായി ഇടപഴകണം. അടുത്തിടെ നടന്ന മരണങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കണം. ആ മൃതദേഹം എവിടെയാണ് സംസ്കരിച്ചത് എന്ന് കണ്ടെത്തണം. അങ്ങനെ ആ വീടും ആ ശത്രുവിനെയും കണ്ടെത്തണം. അയാളുടെ ചുണ്ടുകളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിടർന്നു. തങ്ങളുടെ സമ്പത്ത് മോഷ്ടിച്ചവനെ, തങ്ങളുടെ രഹസ്യമറിഞ്ഞവനെ ജീവനോടെ വിടാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഗുഹയ്ക്കുള്ളിലെ തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ പകയോടെ ജ്വലിച്ചു. ആ 60 കള്ളന്മാർ തങ്ങളുടെ നേതാവിൻ്റെ ഓരോ വാക്കും ശ്വാസമടക്കിപ്പിടിച്ചു കേട്ടുനിന്നു. മരുഭൂമിയിലെ ഏറ്റവും വലിയ വേട്ടയ്ക്ക് അവർ തയ്യാറെടുക്കുകയായിരുന്നു. അതേസമയം കിലോമീറ്ററുകൾക്കപ്പുറം തൻ്റെ ചെറിയ കുടിലിൽ അലിബാബ അറ്റേറ്റം ഭയത്തോടെ ഇരിക്കുകയായിരുന്നു. പുറത്ത് കനത്ത ഇരുട്ടാണ്. കാസിമിൻ്റെ മൃതദേഹം തിരിച്ചു കിട്ടാത്തത് കാണുമ്പോൾ ആ കള്ളന്മാർക്കെല്ലാം മനസ്സിലാകുമെന്ന് ആ ധീരനായ മനുഷ്യൻ ഉറപ്പായിരുന്നു. അവർ തന്നെ തേടിവരും, തൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കും. ആ ചിന്ത അദ്ദേഹത്തെ ഉറക്കം കെടുത്തി. വീടിൻ്റെ കനത്ത വാതിലുകൾ അടച്ചുകൂട്ടി ചെറിയൊരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ചിന്താമഗ്നനായിരുന്നു. പുറത്ത് വീശുന്ന കാറ്റിൻ്റെ ശബ്ദത്തിൽ കുതിരകളുടെ കുളമ്പടികൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അദ്ദേഹം സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. മരുഭൂമിയിലെ മണൽത്തരികൾ പോലും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. തൻ്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഉപയോഗിച്ച് ഈ വലിയ വിപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ ചൂടുപിടിപ്പിച്ചു. ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കം മാത്രമാണിതെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളം മന്ത്രിച്ചു. കാടിനും ഗ്രാമത്തിനും ഇടയിലുള്ള ആ മണൽപാതയിലൂടെ ഭയം ഒരു വലിയ നിഴലായി വളരുകയായിരുന്നു. രാത്രിയുടെ നിശബ്ദത കൂടുതൽ കനത്തു. അടുപ്പിലെ തീപ്പൊരികൾ പതിയെ മങ്ങിത്തുടങ്ങി. ജനലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് വന്ന തണുത്ത കാറ്റ് ആ ചെറിയ വിളക്കിൻ്റെ നാളത്തെ വിറപ്പിച്ചു. പുറത്ത് മണൽക്കാറ്റിൻ്റെ നേർത്ത മൂളലിനിടയിൽ ദൂരെ നിന്ന് വരുന്ന അജ്ഞാതമായ കാൽപ്പാടുകളുടെ ശബ്ദം പോലെ എന്തോ ഒന്ന് കേൾക്കാമായിരുന്നു. ഇരുട്ടിൻ്റെ മറവിൽ ഏതോ വലിയ അപകടം പതുങ്ങിയിരിക്കുന്നത് പോലെ തോന്നി. ആ മുറിയുടെ ഒരു മൂലയിൽ വെച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ നേർത്ത തിളക്കം ഇപ്പോൾ കൂടുതൽ ഭയാനകമായി മിന്നിമറിഞ്ഞു. ഭാരമേറിയ ഒരു വലിയ നിശബ്ദത ആ കുടിലിനെ പൂർണ്ണമായും വിഴുങ്ങി. രാത്രിയുടെ കനത്ത പുതപ്പ് ഗ്രാമത്തിനുമേൽ വീണ്ടും വിരിച്ചിരിക്കുകയാണ്. മരുഭൂമിയുടെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന തണുത്ത കാറ്റ് മണൽത്തരികളെയും വഹിച്ചുകൊണ്ട് ഗ്രാമത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ അലഞ്ഞുതിരിഞ്ഞു. ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരു നേർത്ത വെളിച്ചം മാത്രം നൽകിക്കൊണ്ട് നിശബ്ദമായി നിന്നു. കാസിമിൻ്റെ മരണത്തിന് ശേഷം
അലിബാബയുടെ ചെറിയ കുടിലിൽ സമാധാനമെന്നത് പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. തറയ്ക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഭീമമായ സ്വർണശേഖരം അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി. ഓരോ നിമിഷവും വലിയൊരു അപകടം തന്നെ തേടി വരുമെന്ന ഭയം ആ പാവം മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ വേട്ടയാടി. എന്നാൽ ആ ഇരുണ്ട കാടിനുള്ളിലെ ഗുഹയിൽ ആ മറഞ്ഞുപോയ കള്ളസംഘം തങ്ങളുടെ പക തീർക്കാനുള്ള വലിയൊരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. തങ്ങളുടെ രഹസ്യം കണ്ടെത്തിയ, തങ്ങളുടെ സങ്കേതത്തിൽ കടന്നുകയറിയ ആ അജ്ഞാതനായ ശത്രുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ആ കൊള്ളക്കാരുടെ നേതാവിനുണ്ടായിരുന്നുള്ളൂ. ആ വലിയ തന്ത്രശാലി തൻ്റെ അനുയായികളിൽ നിന്നും ഏറ്റവും ബുദ്ധിമാനും കൗശലക്കാരനുമായ ഒരാളെ ഗ്രാമത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഒരു സാധാരണ കച്ചവടക്കാരൻ്റെ വേഷത്തിലായിരുന്നു അവൻ പുറപ്പെട്ടത്. പഴയതും കീറിയതുമായ വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിലൊരു ചെറിയ ഭാണ്ഡവുമായി അവൻ മരുഭൂമിയിലൂടെ നടന്നു. എന്നാൽ ആ ഭാവത്തിന് പിന്നിൽ ചോരദാഹിയായ ഒരു ചെന്നായയുടെ മനസ്സായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ്റെ അരയിലെ തുണിക്കുള്ളിൽ വളരെ മൂർച്ചയേറിയ ഒരു കഠാര ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ അവൻ ഗ്രാമത്തിൻ്റെ അതിർത്തി കടന്നു. ഗ്രാമവാസികളെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഇടുങ്ങിയ വഴികളിലൂടെ ഒരു നിഴൽ പോലെ നീങ്ങി. കാസിമിൻ്റെ അപ്രതീക്ഷിതമായ മരണവും ആ ഗ്രാമത്തിലെ ഒരു സാധാരണ മരം വെട്ടുകാരൻ്റെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയും അവൻ എളുപ്പത്തിൽ തന്നെ വിവരങ്ങൾ നൽകി. അലിബാബയാണ് തങ്ങളുടെ ശത്രുവെന്ന് അവൻ വളരെ വേഗം മനസ്സിലാക്കി. പതിയെ യാതൊരു ശബ്ദവുമില്ലാതെ അവൻ അലിബാബയുടെ വീടിന് മുന്നിലെത്തി. പഴയ തടികൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വാതിൽ. ആ വീടിൻ്റെ ലാളിത്യം കണ്ട് അവനൊന്ന് സംശയിച്ചു. ഇത്രയും ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടിലിലാണോ തങ്ങളുടെ വലിയ സ്വർണശേഖരം ഒളിപ്പിച്ചിരിക്കുന്നത്? എങ്കിലും തൻ്റെ നേതാവിൻ്റെ നിർദ്ദേശമനുസരിക്കാൻ അവൻ തീരുമാനിച്ചു. തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും വെളുത്ത നിറമുള്ള ഒരു ചെറിയ കുമ്മായ കഷ്ണം അവൻ പുറത്തെടുത്തു. വളരെ പതുക്കെ വാതിലിൻ്റെ ഒരു മൂലയിൽ അവനൊരു അടയാളം വരച്ചു. മരണത്തിൻ്റെ അടയാളം. പിറ്റേ ദിവസം രാത്രിയിൽ തങ്ങളുടെ വലിയ സംഘത്തിന് ഈ വീട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ആ കുമ്മായ വര. ആ അടയാളം വരച്ച ശേഷം ഇരുട്ടിൻ്റെ മറ പറ്റി അവൻ വീണ്ടും മരുഭൂമിയിലേക്ക് മറഞ്ഞു. കാറ്റ് അവൻ്റെ കാൽപ്പാടുകളെ മണലിൽ മായ്ച്ചു കളഞ്ഞു. എന്നാൽ ആ രാത്രിയിൽ കുശാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ ഉറങ്ങിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു വിപത്തിൻ്റെ ഗന്ധം കാറ്റിലുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. മുറിക്കുള്ളിലെ ഇരുട്ടിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടി. അല്പം ശുദ്ധവായു ശ്വസിക്കാനായി അദ്ദേഹം വളരെ പതുക്കെ എഴുന്നേറ്റു. വാതിലിൻ്റെ കുറ്റി ശബ്ദമുണ്ടാക്കാതെ മാറ്റി അദ്ദേഹം പുറത്തേക്കിറങ്ങി. തണുത്ത കാറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വീശി. ആകാശത്തെ വിളറിയ വെളിച്ചത്തിൽ അദ്ദേഹം ചുറ്റും നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തൻ്റെ വീടിൻ്റെ പഴയ തടിവാതിലിൽ ഉടക്കി. അവിടെ ഇരുട്ടിലും നേരിയതായി തിളങ്ങുന്ന ആ വെളുത്ത കുമ്മായ അടയാളം അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. ചോര ഉറയുന്ന ഒരു ഭയം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ആ അടയാളത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വളരെ വ്യക്തമായി മനസ്സിലായി. ആ 60 കള്ളർ തൻ്റെ വീട് കണ്ടുപിടിച്ചിരിക്കുന്നു. മരണം തൻ്റെ വാതിൽപ്പടിയിൽ എത്തി നിൽക്കുന്നു. ഭയം അദ്ദേഹത്തെ കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും ആ സത്യസന്ധ സേനാനി പെട്ടെന്ന് തൻ്റെ സമനില വീണ്ടെടുത്തു. ഇപ്പോൾ ഭയന്നിട്ട് കാര്യമില്ല. ബുദ്ധി ഉപയോഗിച്ച് ഈ വലിയ വിപത്തിനെ നേരിടണം എന്നവൻ ഉറപ്പിച്ചു. ആ അടയാളം മായ്ച്ചു കളയാൻ അദ്ദേഹം ആദ്യം ചിന്തിച്ചു. എന്നാൽ അടയാളം മായ്ച്ചാൽ കള്ളന്മാർക്ക് താൻ ഉണർന്നിട്ടുണ്ടെന്നും അവരുടെ പദ്ധതി താൻ മനസ്സിലാക്കിയെന്നും എളുപ്പത്തിൽ പിടികിട്ടും. അത് കൂടുതൽ വലിയ അപകടത്തിലേക്ക് നയിക്കും. അവിടെയാണ് ആ ധീരൻ്റെ അസാമാന്യമായ ബുദ്ധി ഉണർന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞു. അദ്ദേഹം വേഗത്തിൽ വീടിനുള്ളിലേക്ക് പോയി. അടുപ്പിലെ ചാരത്തിൽ നിന്നും ഒരു കഷ്ണം വെളുത്ത കരിയെടുത്തു. തുടർന്ന് വീണ്ടും പുറത്തിറങ്ങി. ഗ്രാമം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു നിഴൽ പോലെ അദ്ദേഹം ആ ഇടുങ്ങിയ വഴികളിലൂടെ നടന്നു. യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ തൻ്റെ അയൽക്കാരുടെ വീടുകളുടെ വാതിലുകളിലും അദ്ദേഹം അതേ വെളുത്ത അടയാളം വരച്ചു ചേർത്തു. ഒരൊറ്റ വീട് പോലും അദ്ദേഹം ഒഴിവാക്കിയില്ല. ആ വഴിയിലുള്ള എല്ലാ തടിവാതിലുകളിലും ഇപ്പോൾ മരണത്തിൻ്റെ ആ വെളുത്ത അടയാളമുണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തെയും ഗ്രാമത്തെയും രക്ഷിക്കാൻ അദ്ദേഹം തൻ്റെ ബുദ്ധിയെ ഒരു വലിയ ആയുധമാക്കി മാറ്റുകയായിരുന്നു. വാളുകൾ കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് സൂക്ഷ്മമായ തന്ത്രങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ വലിയ ശത്രുസംഘത്തെ നേരിടാൻ ഒരുങ്ങുന്നത്. എല്ലാം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തൻ്റെ കുടിലിലേക്ക് മടങ്ങി. വാതിൽ ഭദ്രമായി അടച്ചു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും കൂടുതലായിരുന്നു. എങ്കിലും മനസ്സിലൊരു ചെറിയ ആശ്വാസമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിനായുള്ള കാത്തിരിപ്പായി പിന്നീട് ആ രാത്രി. പിറ്റേ ദിവസം സൂര്യൻ അസ്തമിച്ചു.
ഇരുട്ട് ഗ്രാമത്തെ പൂർണ്ണമായും കീഴടക്കി. അന്ന് കാറ്റിന് വല്ലാത്തൊരു മൂളലുണ്ടായിരുന്നു. ആ 60 കള്ളർ തങ്ങളുടെ രഹസ്യ സങ്കേതത്തിൽ നിന്നും പുറപ്പെട്ടു. എല്ലാവരും ആയുധധാരികളായിരുന്നു. അവരുടെ മുഖങ്ങളിൽ പകയുടെ കറുത്ത നിഴലുകളുണ്ടായിരുന്നു. തങ്ങളുടെ രഹസ്യം ചോർത്തിയവന്റെ രക്തം കൊണ്ട് ആ ഗ്രാമത്തിലെ മണ്ണ് നനയ്ക്കണമെന്ന് അവരുറപ്പിച്ചു. വളരെ പതുക്കെ, ആരും കേൾക്കാത്ത രീതിയിൽ അവർ ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തി. കുതിരകളെ ദൂരെ മരങ്ങളിൽ കെട്ടിയിട്ട ശേഷം വാളുകൾ ഉറയിൽ നിന്നും എടുത്ത് അവർ ആ ഇടുങ്ങിയ വഴിയിലേക്ക് പ്രവേശിച്ചു. കള്ളന്മാരുടെ നേതാവ് മുന്നിൽ നടന്നു. കഴിഞ്ഞ രാത്രി തന്റെ അനുയായി അടയാളപ്പെടുത്തിയ ആ വീട് കണ്ടെത്തുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. നക്ഷത്രങ്ങളുടെ നേർത്ത വെളിച്ചത്തിൽ അയാൾ ആദ്യത്തെ വീടിന്റെ വാതിലിലേക്ക് നോക്കി. അവിടെ ഒരു വെളുത്ത അടയാളം. കള്ളന്റെ ചുണ്ടുകളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിടർന്നു. തന്റെ ശത്രുവിനെ താൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അയാൾ കരുതി. എന്നാൽ തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകാൻ തിരിഞ്ഞ അയാളുടെ കണ്ണുകൾ അടുത്ത വീടിന്റെ വാതിലിലും മുടക്കി. അവിടെയും അതേ അടയാളം. ആ വഴിയിലുള്ള എല്ലാ വാതിലുകളിലും ആ വെളുത്ത കുമ്മായ വരകൾ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നേതാവിന്റെ പുഞ്ചിരി മങ്ങി. അയാളുടെ മുഖത്ത് ദേഷ്യവും നിരാശയും ഒരുമിച്ചു വന്നു. തന്നെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. തങ്ങളെക്കാൾ വലിയ ബുദ്ധിമാനായ ഒരു ശത്രുവാണ് ആ ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഏതാണ് യഥാർത്ഥ വീട് എന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ലായിരുന്നു. ആ ഗ്രാമത്തിൽ മുഴുവൻ കയറി തിരഞ്ഞാൽ ആളുകൾ ഉണരും. അത് തങ്ങളുടെ രഹസ്യം രാജാവിൻ്റെ പടയാളികൾ അറിയാൻ കാരണമാകും. അതുകൊണ്ടിപ്പോൾ തിരികെ പോകുക അല്ലാതെ വേറെ വഴിയില്ല എന്ന് ആ വലിയ കള്ളൻ തീരുമാനിച്ചു. തൻ്റെ അനുയായികളോട് വാളുകൾ താഴ്ത്താൻ അയാൾ ആംഗ്യം കാണിച്ചു. വലിയൊരു പരാജയത്തിൻ്റെ കൈപ്പോടെ, വല്ലാത്തൊരു നിശബ്ദതയിൽ ആ കള്ളന്മാർ വന്നതിനേക്കാൾ വേഗത്തിൽ മരുഭൂമിയിലേക്ക് തിരികെ നടന്നു. അവരുടെ ഉള്ളിലെ ദേഷ്യം ഒരു വലിയ അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു. തൻ്റെ കുടിലിൻ്റെ ചെറിയ ജനൽ വിടവിലൂടെ ഈ കാഴ്ചകൾ മുഴുവൻ ഖുശാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ നോക്കിക്കാണുകയായിരുന്നു. ആ കള്ളന്മാർ പിന്തിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. തൻ്റെ തന്ത്രം വിജയിച്ചിരിക്കുന്നു. എങ്കിലും ഈ പരാജയം ആ കള്ളന്മാരെ കൂടുതൽ അപകടകാരികളാക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അവർ വീണ്ടും വരും, ഇതിലും വലിയൊരു കെണിയുമായി. ആ ചിന്ത അദ്ദേഹത്തെ വീണ്ടും ചിന്താമഗ്നനാക്കി. അവർ മരുഭൂമിയുടെ ഇരുളിലേക്ക് പൂർണ്ണമായും മറഞ്ഞു. കാറ്റിൻ്റെ ദിശ വീണ്ടും മാറി. ഗ്രാമത്തിലെ മണൽ വഴികളിൽ ആ 60 കള്ളരുടെ കാൽപ്പാടുകൾ പതിയെ മാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും ദൂരെ എവിടെയോ പകയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ഒരു പുതിയ തന്ത്രം ഇരുട്ടിൽ രൂപം കൊള്ളുകയായിരുന്നു. നക്ഷത്രങ്ങളുടെ നേർത്ത വെളിച്ചത്തിൽ മണൽത്തരികൾക്കിടയിൽ വീണുപോയ ഒരു കഠാരയുടെ മൂർച്ച നേരിയതായി മിന്നിമറഞ്ഞു. ഭാരമേറിയ ഒരു നിശബ്ദത ആ ഗ്രാമത്തെ വീണ്ടും ഗാഢമായ ഉറക്കത്തിലേക്ക് തള്ളിയിട്ടു. പരാജയത്തിന്റെ കനത്ത ഭാരവും പേറി ആ 60 കള്ളർ കാടിന്റെ ഇരുളിലൂടെ തങ്ങളുടെ ഗുഹയിലേക്ക് മടങ്ങിയ ആ രാത്രി വല്ലാത്തൊരു മൂകത ആ സംഘത്തെ വലയം ചെയ്തിരുന്നു. ഗുഹയ്ക്കുള്ളിലെ വലിയ കരിങ്കൽ ഭിത്തികളിൽ എരിയുന്ന തീപ്പന്തങ്ങൾ അന്ന് കൂടുതൽ മങ്ങിക്കത്തുന്നതുപോലെ തോന്നി. സ്വർണമലകളുടെ തിളക്കം പോലും ആ കൊള്ളക്കാരുടെ നേതാവിന്റെ കണ്ണുകളിലെ പകയുടെ തീജ്വാലയ്ക്ക് മുന്നിൽ ഒന്നുമല്ലാതായി. തൻ്റെ അടയാളം മായ്ച്ചു കളഞ്ഞ, തന്നെ വിഡ്ഢിയാക്കിയ ആ അജ്ഞാതനായ ശത്രുവിനെക്കുറിച്ചുള്ള ചിന്തകൾ അയാളുടെ തലച്ചോറിനെ ഒരു കൊടുങ്കാറ്റ് പോലെ പിടിച്ചുകുലുക്കി. ശക്തി കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ആ സത്യസന്ധ സേനാനിയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ആ വലിയ തന്ത്രശാലിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരുന്നു. ബുദ്ധിക്ക് പകരം അതിനേക്കാൾ മൂർച്ചയുള്ള മറ്റൊരു ബുദ്ധി തന്നെ പ്രയോഗിക്കണം. ആ ഇരുണ്ട ഗുഹയുടെ നടുവിൽ നിന്നുകൊണ്ട് മരുഭൂമിയിലെ കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിനേക്കാൾ ഭയാനകമായ മറ്റൊരു വലിയ ഗൂഢാലോചനയ്ക്ക് അയാൾ രൂപം നൽകുകയായിരുന്നു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ യാതൊരു വേഷപ്രച്ഛന്നതയുമില്ലാതെ ഒരു സാധാരണ യാത്രികനെപ്പോലെ അയാൾ ആ ഗ്രാമത്തിലേക്ക് ഒറ്റയ്ക്ക് നടന്നു. ഇത്തവണ കയ്യിൽ അടയാളപ്പെടുത്താൻ കുമ്മായമോ മറ്റെന്തെങ്കിലുമോ ഉണ്ടായിരുന്നില്ല. പകരം തൻ്റെ കൂർമ്മ ബുദ്ധി കൊണ്ട് ആ ഗ്രാമത്തിലെ ഓരോ ഇടവഴികളും മണൽത്തിട്ടകളും ആ പ്രത്യേക വീടിൻ്റെ അടയാളങ്ങളും അയാൾ തൻ്റെ മനസ്സിൽ ആഴത്തിൽ കോറിയിട്ടു. അലിബാബയുടെ വീടിൻ്റെ വാതിൽപ്പടി, അവിടെ നിൽക്കുന്ന പഴയ മരം, ചുറ്റുപാടുമുള്ള കാറ്റിൻ്റെ ഗതി പോലും അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അടയാളങ്ങൾ ആർക്കും മായ്ക്കാം, എന്നാൽ തൻ്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ ആർക്കും മായ്ക്കാൻ കഴിയില്ല എന്ന് അയാൾക്കുറപ്പായിരുന്നു. തിരികെ രഹസ്യ സങ്കേതത്തിലെത്തിയ അയാൾ തൻ്റെ അനുയായികളെ വിളിച്ചുകൂട്ടി ആ വലിയ പദ്ധതി വിശദീകരിച്ചു. രക്തച്ചൊരിച്ചിലിന് പകരമുള്ള തികച്ചും നിശബ്ദമായൊരു മരണക്കെണി. അടുത്ത ദിവസത്തെ സന്ധ്യ. മരുഭൂമിയിലെ സൂര്യൻ ചുവന്ന പട്ടുപോലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറയാൻ തുടങ്ങുന്ന സമയം. ഗ്രാമത്തിലെ ഇടുങ്ങിയ വഴികളിലൂടെ വലിയൊരു എണ്ണക്കച്ചവടക്കാരൻ നടന്നു വരുന്നുണ്ടായിരുന്നു. അയാളുടെ കൂടെ കുറേയധികം കഴുതകളും
അവയുടെ പുറത്ത് കെട്ടിവെച്ചിരിക്കുന്ന വലിയ മൺഭരണികളുമുണ്ടായിരുന്നു. കാഴ്ചയിൽ അതൊരു സാധാരണ കച്ചവട സംഘം മാത്രമായിരുന്നു. എന്നാൽ ആ വലിയ മൺഭരണികൾക്കുള്ളിൽ എണ്ണയായിരുന്നില്ല, മറിച്ച് ആയുധങ്ങളുമായി ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന ആ മറഞ്ഞുപോയ കള്ളസംഘമായിരുന്നു. ഒരൊറ്റ ഭരണിയിൽ മാത്രം യഥാർത്ഥ എണ്ണ നിറച്ചിരുന്നു, ആർക്കെങ്കിലും സംശയം തോന്നിയാൽ കാണിച്ചു കൊടുക്കാൻ. കച്ചവടക്കാരന്റെ വേഷത്തിൽ സാക്ഷാൽ നേതാവ് തന്നെയായിരുന്നു ആ കഴുതകളെ തെളിച്ചുകൊണ്ട് മുന്നിൽ നടന്നിരുന്നത്. തന്റെ ശത്രുവിനെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഇല്ലാതാക്കണമെന്ന വാശി അയാളുടെ ഓരോ ചുവടുവെപ്പിലുമുണ്ടായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരുവനെപ്പോലെ അയാൾ നേരെ ചെന്നത് അലിബാബയുടെ വീടിനു മുന്നിലേക്കാണ്. ആ പഴയ തടിവാതിലിൽ അയാൾ പതുക്കെ മുട്ടി. വാതിൽ തുറന്നുവന്ന കുശാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ തന്റെ മുന്നിൽ നിൽക്കുന്ന അപരിചിതനായ യാത്രികനെ അത്ഭുതത്തോടെ നോക്കി. ദൂരദേശത്തു നിന്നും എണ്ണ വിൽക്കാൻ വന്ന കച്ചവടക്കാരനാണെന്നും രാത്രി വളരെ വൈകിയതിനാൽ യാത്ര തുടരാൻ കഴിയില്ലെന്നും ഒറ്റ രാത്രിത്തേക്ക് അവിടെ അഭയം നൽകണമെന്നും അയാൾ വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചു. അറേബ്യൻ മരുഭൂമികളിലെ ആചാരപ്രകാരം വീട്ടിൽ വരുന്ന അതിഥികളെ നിരാശരാക്കി മടക്കി അയക്കുന്നത് വലിയ തെറ്റാണ്. വിശാലമനസ്കനായ ആ ധീരൻ യാതൊരു മടിയും കൂടാതെ ആ കച്ചവടക്കാരനെ തന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ആ വലിയ മൺഭരണികൾ വീട്ടിന്റെ മുറ്റത്തിറക്കി വയ്ക്കാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്തു. എന്നാൽ ആ സാധാരണ മരം വെട്ടുകാരന്റെ കണ്ണുകൾ അത്ര സാധാരണമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധി ഒരു കഴുകനെപ്പോലെ സൂക്ഷ്മമായി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചു. ഭരണികൾ താഴെ വയ്ക്കുമ്പോൾ അദ്ദേഹം ആ കച്ചവടക്കാരന്റെ കൈകളിലേക്ക് നോക്കി. നിരന്തരം എണ്ണപ്പാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുവന്റെ കൈകൾ മൃദുവായിരിക്കണം. എന്നാൽ ഈ മനുഷ്യന്റെ കൈകളിൽ വലിയ വാളുകൾ പിടിച്ച് തഴമ്പിച്ചതിന്റെ പാടുകളുണ്ടായിരുന്നു. മാത്രമല്ല, എണ്ണ നിറച്ച ഭരണികൾ നിലത്ത് തൊടുമ്പോൾ കേൾക്കേണ്ടത് ഒരു ദ്രാവകം ഇളകുന്ന ശബ്ദമാണ്. എന്നാൽ ഈ ഭരണികൾ നിലത്ത് തൊടുമ്പോൾ ഭാരമുള്ള എന്തോ വലിയ വസ്തുക്കൾ നിലത്ത് വീഴുന്നത് പോലെയുള്ള വലിയൊരു ശബ്ദമാണ് കേട്ടത്. അവയ്ക്കുള്ളിൽ എണ്ണയുടെ നേർത്ത ഗന്ധം പോലുമില്ലായിരുന്നു. അതിനേക്കാൾ ഉപരി ഒരു ഭരണിയിൽ നിന്ന് വളരെ നേർത്ത ഇരുമ്പുകൾ തമ്മിൽ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദം അയാളുടെ കാതുകളിൽ പതിഞ്ഞു. നിമിഷങ്ങൾക്കകം അലിബാബയുടെ തലച്ചോറിൽ വലിയൊരു മിന്നൽ പിണറുണ്ടായി. തന്റെ മുന്നിൽ നിൽക്കുന്നത് കേവലമൊരു കച്ചവടക്കാരനല്ല, മറിച്ച് സാക്ഷാൽ മരണമാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആ മൺഭരണികൾക്കുള്ളിൽ ഉറങ്ങുന്നത് എണ്ണയല്ല, തന്റെയും കുടുംബത്തിന്റെയും ജീവനെടുക്കാൻ വന്നിരിക്കുന്ന 60 കള്ളരാണെന്ന സത്യം ആ സത്യസന്ധ സേനാനി പൂർണ്ണമായും മനസ്സിലാക്കി. ഹൃദയം വലിയ ശബ്ദത്തിൽ ഇടിച്ചെങ്കിലും അയാളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം പോലും പതറാതെ അതിഥിയെ സൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം തുടർന്നു. ആ കച്ചവടക്കാരന് കഴിക്കാൻ നല്ല ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നൽകി അയാളുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് പുറത്തു കാണിക്കാതെ അയാൾ വളരെ ശാന്തനായി പെരുമാറി. താൻ പൂർണ്ണമായും സുരക്ഷിതനാണെന്നും ഈ വീട്ടിലുള്ളവർക്ക് യാതൊരു സംശയവുമില്ലെന്നും ആ കള്ളന്മാരുടെ നേതാവിനെ വിശ്വസിപ്പിക്കാൻ അയാളുടെ ഈ അഭിനയത്തിന് കഴിഞ്ഞു. രാത്രി വളരെ വൈകി. അതിഥിക്ക് ഉറങ്ങാനായി ഒരു പ്രത്യേക മുറി നൽകിയ ശേഷം അലിബാബ തന്റെ മുറിയിലേക്ക് മടങ്ങി. എന്നാൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറ്റത്ത് നിരന്നുകിടക്കുന്ന ആ ഭീമൻ മൺഭരണികൾ ഇരുട്ടിൽ വലിയ രാക്ഷസന്മാരെ പോലെ അദ്ദേഹത്തെ തുറിച്ചു നോക്കി നിന്നു. തന്റെ കുടുംബം മുഴുവൻ ഗാഢയുറക്കത്തിലാണ്. ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം നശിക്കാൻ. ഇപ്പോൾ ബഹളമുണ്ടാക്കിയാൽ ഭരണികൾക്കുള്ളിലിരിക്കുന്നവർ പുറത്തു വരികയും വലിയ രക്തച്ചൊരിച്ചിലും ഉണ്ടാവുകയും ചെയ്യും. അവരെ എങ്ങനെ നിശബ്ദമായി നേരിടണമെന്ന ചിന്ത അയാളുടെ മനസ്സിലുണർന്നു. താൻ നേരിടുന്നത് വലിയൊരു കൊള്ളസംഘത്തെയാണ്. അവർക്ക് യാതൊരു ദയയുമില്ല. അതുകൊണ്ട് സ്വന്തം ജീവനും തന്റെ പ്രിയപ്പെട്ടവരുടെയും ജീവനും സംരക്ഷിക്കാൻ തനിക്ക് ഏതറ്റം വരെ പോകേണ്ടിവരും എന്ന് ആ കുശാല മഞ്ഞിൽ ജനിച്ച മനുഷ്യൻ ഉറപ്പിച്ചു. ജനലിന്റെ ചെറിയ വിടവിലൂടെ അയാൾ ആ ഭരണികളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. മരുഭൂമിയിലെ തണുത്ത കാറ്റ് ആ വീട്ടിന്റെ മുറ്റത്തുകൂടി വീശിയടിച്ചു. ആ ഭരണികൾക്കിടയിലൂടെ കാറ്റ് കടന്നുപോകുമ്പോൾ വല്ലാത്തൊരു മൂളൽ കേൾക്കാമായിരുന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾ ഇരുണ്ട മേഘങ്ങൾക്കിടയിൽ മറഞ്ഞുപോകാൻ തുടങ്ങി. മുറിക്കുള്ളിലെ വിളക്കിന്റെ വെളിച്ചം പതിയെ മങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മുറ്റത്ത് നിരന്നു കിടക്കുന്ന ഭരണികളിലൊന്നിൽ നിന്ന് നേർത്ത ഒരനക്കം. ആ ഭരണിക്ക് മുകളിലെ അടപ്പ് പതുക്കെ നീങ്ങുന്നതുപോലെ ഇരുട്ടിന്റെ മറവിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു കൊള്ളക്കാരന്റെ നിഴൽ അവിടെ മിന്നിമറഞ്ഞു. വലിയൊരു പ്രാണസങ്കടം പോലെ ആ മുറ്റത്ത് ഭാരമേറിയ ഒരു നിശബ്ദത തളം കെട്ടിനിന്നു. വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ ഗന്ധം ആ കാറ്റിൽ പതുക്കെ പടരുകയായിരുന്നു. രാത്രിയുടെ അന്ധകാരം ഗ്രാമത്തെ പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു. അലിബാബയുടെ വീടിന്റെ മുറ്റത്ത് നിരന്നുകിടക്കുന്ന ആ വലിയ മൺഭരണികൾ ഇരുട്ടിൽ ഭയാനകമായ ഭീമൻ രാക്ഷസന്മാരെ പോലെ തോന്നിപ്പിച്ചു. മരുഭൂമിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റ് ആ ഭരണികൾക്കിടയിലൂടെ കടന്നുപോകുമ്പോൾ
വല്ലാത്തൊരു മൂളൽ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ഉറങ്ങാൻ കഴിയാതെ ആ വലിയ വിപത്തിനെ എങ്ങനെ നേരിടും എന്നറിയാതെ ആ സാധാരണ മനസ്സുള്ള മനുഷ്യൻ തൻ്റെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വലിയൊരു കൊടുങ്കാട്ടിന് മുൻപുള്ള ഭയാനകമായൊരു നിശബ്ദത ആ വീടിനെ ആകെ പൊതിഞ്ഞിരുന്നു. എന്നാൽ ആ വീട്ടിൽ ഉണർന്നിരിക്കുന്ന ഒരാൾ കൂടിയുണ്ടായിരുന്നു. അലിബാബയുടെ വിശ്വസ്തയായ പരിചാരിക മർജിയാന. കേവലം ഒരു വേലക്കാരിയായിട്ടല്ല, മറിച്ച് ആ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെയാണ് ആ ധീരൻ അവളെ വളർത്തിയത്. വളരെ ശാന്തപ്രകൃതിയായ എന്നാൽ അസാമാന്യ ബുദ്ധിശക്തിയും നിരീക്ഷണ പാടവവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. തൻ്റെ യജമാനനോടും ആ വീടിനോടുമുള്ള അവളുടെ കൂറ് അവളുടെ ജീവനേക്കാൾ വലുതായിരുന്നു. അർദ്ധരാത്രിയായി. വീടിൻ്റെ അടുക്കളയിൽ നാളത്തെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു ആ ബുദ്ധിമതിയായ സ്ത്രീ. പെട്ടെന്ന് അടുക്കളയിൽ കത്തിച്ചു വച്ചിരുന്ന ചെറിയ മൺവിളക്കിലെ എണ്ണ തീർന്നു. വിളക്കിൻ്റെ വെളിച്ചം പതിയെ മങ്ങി. അടുക്കള പൂർണ്ണമായും ഇരുട്ടിലായി. വെളിച്ചമില്ലാതെ ജോലി തുടരാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. വീട്ടിൽ വേറെ എണ്ണയൊന്നും ബാക്കിയിരിപ്പില്ല എന്നവൾക്കറിയാമായിരുന്നു. അപ്പോഴാണ് വൈകുന്നേരം വന്ന ആ എണ്ണക്കച്ചവടക്കാരനെക്കുറിച്ചും മുറ്റത്ത് നിരത്തിവച്ചിരിക്കുന്ന ആ വലിയ മൺഭരണികളെക്കുറിച്ചും അവൾക്ക് ഓർമ്മ വന്നത്. ആ കച്ചവടക്കാരൻ ഉറക്കത്തിലായിരിക്കും. അതിനാൽ ഒരു ചെറിയ പാത്രത്തിൽ അല്പം എണ്ണ ആ ഭരണികളിൽ ഒന്നിൽ നിന്നും എടുത്താൽ ആരും അറിയില്ലല്ലോ എന്നവൾ കരുതി. യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അവൾ ഒരു ചെറിയ പാത്രവും കയ്യിലെടുത്ത് മുറ്റത്തേക്കുള്ള വാതിൽ പതുക്കെ തുറന്നു. തണുത്ത കാറ്റ് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. നക്ഷത്രങ്ങളുടെ നേർത്ത വെളിച്ചത്തിൽ ആ മുറ്റം ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായിരുന്നു. വളരെ പതുക്കെ, ഉണങ്ങിയ ഇലകളിൽ പോലും കാൽ വയ്ക്കാതെ അവൾ ആദ്യത്തെ ഭരണിയുടെ അടുത്തേക്ക് നടന്നു. കാറ്റിൻ്റെ ശബ്ദം മാത്രമായിരുന്നു ആ മുറ്റത്തുണ്ടായിരുന്നത്. അവൾ ആ വലിയ മൺഭരണിയുടെ അടപ്പ് പതുക്കെ മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് ആ വലിയ ഭരണിയുടെ ഉള്ളിൽ നിന്നും വളരെ നേർത്ത, പരുക്കനായ ഒരു ശബ്ദം അവളുടെ കാതുകളിൽ പതിഞ്ഞു. "നേരമായോ നേതാവേ? നമ്മൾക്കിറങ്ങാൻ സമയമായോ?" മർജിയാനയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. അവളുടെ ഞരമ്പുകളിലെ ചോരയുടെ ഒഴുക്ക് നിന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ കൈകൾ വിറച്ചു. ഒരു നിമിഷം ആകാശവും ഭൂമിയും കറങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. ഈ മൺഭരണികൾക്കുള്ളിൽ എണ്ണയല്ല, മറിച്ച് ആയുധധാരികളായ മനുഷ്യരാണ് ഒളിച്ചിരിക്കുന്നത് എന്ന ഭയാനകമായ സത്യം ഒരു വലിയ ഇടിമിന്നൽ പോലെ അവളുടെ തലച്ചോറിലേക്ക് തുളച്ചു കയറി. ആ കുശാല മഞ്ഞിൽ ജനിച്ച മനുഷ്യനെയും ആ കുടുംബത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ വന്നിരിക്കുന്ന ആ 60 കള്ളർ. ഭയം അവളെ പൂർണ്ണമായും വിഴുങ്ങാൻ ശ്രമിച്ചെങ്കിലും ആ നിമിഷം അവളുടെ ഉള്ളിലെ അസാമാന്യമായ ധൈര്യമുണർന്നു. ഒരൽപ്പം പോലും പതറാതെ, താൻ ഭയന്നിട്ടില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവൾ വളരെ പതുക്കെ ആ കള്ളന്മാരുടെ നേതാവിൻ്റെ ശബ്ദം വളരെ കൃത്യമായി അനുകരിച്ചുകൊണ്ട് അടക്കിപ്പിടിച്ച സ്വരത്തിൽ മറുപടി പറഞ്ഞു. "ഇല്ല, സമയമായില്ല, കാത്തിരിക്കൂ." ആ മറുപടി കേട്ടതോടെ ഭരണിക്കുള്ളിലെ ശബ്ദം നിലച്ചു. അവളുടെ ഹൃദയമിടിപ്പ് അതിവേഗത്തിലായിരുന്നു. അവൾ അടുത്ത ഭരണിയുടെ അടുത്തേക്ക് നീങ്ങി. അവിടെയും അതേ ചോദ്യം. അവൾ വീണ്ടും അതേ മറുപടി നൽകി. അങ്ങനെ ആ മുറ്റത്ത് നിരത്തിവെച്ചിരുന്ന ഓരോ ഭരണിയുടെ അടുത്തും അവൾ പോയി. എല്ലായിടത്തുനിന്നും ഒരേ ചോദ്യം ഉയർന്നു വന്നു. അവസാനത്തെ ഒരൊറ്റ ഭരണിയിലെത്തിയപ്പോൾ മാത്രം യാതൊരു ശബ്ദവും കേട്ടില്ല. അവൾ ആ ഭരണിയുടെ അടപ്പ് പതുക്കെ മാറ്റി നോക്കി. അതിൽ നിറയെ യഥാർത്ഥ എണ്ണയായിരുന്നു. ആ കള്ളസംഘം എത്ര വലിയൊരു കെണിയാണ് തൻ്റെ യജമാനനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്നവൾക്ക് പൂർണ്ണമായും മനസ്സിലായി. തൻ്റെ യജമാനൻ്റെ അതിഥിയായി വീട്ടിൽ കിടന്നുറങ്ങുന്നത് സാധാരണ കച്ചവടക്കാരനല്ല, മറിച്ച് ഒരു വലിയ കൊള്ളസംഘത്തിൻ്റെ ക്രൂരനായ നേതാവാണെന്ന സത്യം അവളെ നടുക്കി. ഇപ്പോൾ ബഹളമുണ്ടാക്കിയാൽ ആ കള്ളന്മാരെല്ലാവരും പുറത്തുവരും. നിമിഷങ്ങൾക്കകം ഈ വീട് ഒരു രക്തക്കളമായി മാറും. ബുദ്ധി ഉപയോഗിച്ച് യാതൊരു ശബ്ദവുമില്ലാതെ ഈ വലിയ വിപത്തിനെ ഇല്ലാതാക്കണം എന്ന സത്യസന്ധ സേനാനി ഉറപ്പിച്ചു. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൾ ആ അവസാനത്തെ ഭരണിയിൽ നിന്നും തൻ്റെ ചെറിയ പാത്രത്തിൽ എണ്ണയെടുത്തു. അതിനുശേഷം വളരെ വേഗം, എന്നാൽ യാതൊരു ശബ്ദവുമില്ലാതെ അവൾ അടുക്കളയിലേക്ക് തന്നെ മടങ്ങി. അടുപ്പിലെ വിളക്ക് അവൾ വീണ്ടും കത്തിച്ചു. അവളുടെ മനസ്സിൽ വലിയൊരു പദ്ധതി രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു. വീടിൻ്റെ മൂലയിൽ വച്ചിരുന്ന ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയൊരു ഇരുമ്പ് ചട്ടി അവൾ എടുത്തു. അത് അടുപ്പിൽ വെച്ചു. മുറ്റത്തുപോയി ആ വലിയ ഭരണിയിൽ നിന്നും കൂടുതൽ എണ്ണ കൊണ്ടുവന്ന് ആ വലിയ ഇരുമ്പ് ചട്ടിയിൽ നിറച്ചു. അടുപ്പിൽ കൂടുതൽ വിറകുകൾ വെച്ച് തീ പിടിപ്പിച്ചു. തീജ്വാലകൾ
വലിയ ശബ്ദത്തോടെ ഉയർന്നു കത്തി. മർജിയാനയുടെ മുഖത്ത് ആ തീയുടെ ചുവന്ന വെളിച്ചം തട്ടി പ്രതിഫലിച്ചു. അവളുടെ കണ്ണുകളിൽ വലിയൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. വലിയ ഇരുമ്പുചട്ടിയിലെ എണ്ണ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങി. തിളയ്ക്കുന്ന എണ്ണയുടെ വല്ലാത്തൊരു ഗന്ധം ആ ചെറിയ അടുക്കളയിൽ നിറഞ്ഞു. എണ്ണ പൂർണ്ണമായും തിളച്ചു മറിയാൻ തുടങ്ങിയപ്പോൾ അവളൊരു വലിയ പാത്രത്തിൽ ആ തിളയ്ക്കുന്ന എണ്ണ കോരിയെടുത്തു. അവളുടെ കൈകൾ പൊള്ളുന്നുണ്ടായിരുന്നു, എങ്കിലും അവളത് കാര്യമാക്കിയില്ല. വളരെ ശ്രദ്ധയോടെ, തീർത്തും ശബ്ദമുണ്ടാക്കാതെ അവൾ വീണ്ടും ആ ഇരുണ്ട മുറ്റത്തേക്ക് നടന്നു. കാറ്റിപ്പോൾ വീണ്ടും ശക്തമായി വീശുന്നുണ്ടായിരുന്നു. അവളുടെ കാൽപ്പാടുകളുടെ ശബ്ദം കാറ്റിൽ അലിഞ്ഞുപോയി. അവൾ ആദ്യത്തെ ഭരണിയുടെ അടുത്തേക്ക് നടന്നു. ഉള്ളിലിരിക്കുന്നവൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വളരെ പതുക്കെ ആ ഭരണിയുടെ അടപ്പ് അല്പം മാറ്റി ആ തിളയ്ക്കുന്ന എണ്ണ അവൾ അതിനുള്ളിലേക്ക് ഒഴിച്ചു. യാതൊരു നിലവിളിക്കും അവസരം നൽകാതെ ആ കനത്ത ഇരുട്ടിൽ ആ കൊള്ളക്കാരൻ്റെ ജീവൻ എന്നേക്കുമായി അവസാനിച്ചു. രക്തച്ചൊരിച്ചിലോ ആയുധങ്ങളുടെ ശബ്ദമോ ഇല്ലാതെ വളരെ നിശബ്ദമായി അവൾ ആദ്യത്തെ ശത്രുവിനെ ഇല്ലാതാക്കി. ആ ഭരണിക്കുള്ളിൽ നിന്നും ഉയർന്ന നേർത്ത ചൂടുള്ള നീരാവി മരുഭൂമിയിലെ തണുത്ത കാറ്റിൽ വേഗത്തിൽ അലിഞ്ഞുപോയി. അവൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി. കൂടുതൽ തിളയ്ക്കുന്ന എണ്ണ കൊണ്ടുവന്നു. രണ്ടാമത്തെ ഭരണി, മൂന്നാമത്തെ ഭരണി, അങ്ങനെ ഓരോ ഭരണിയുടെ അടുത്തേക്കും അവൾ ഒരു നിശബ്ദയായ മരണദൂതികയെപ്പോലെ നടന്നു. അവളുടെ ഓരോ ചലനവും വളരെ കൃത്യവും വേഗത്തിലുമുള്ളതായിരുന്നു. താൻ ചെയ്യുന്നത് ക്രൂരതയാണോ എന്നവൾ ഒരിക്കലും ചിന്തിച്ചില്ല. കാരണം തൻ്റെ യജമാനൻ്റെയും ആ വലിയ കുടുംബത്തിൻ്റെയും ജീവൻ നിലനിർത്താൻ ഇതിലും മികച്ച മറ്റൊരു വഴിയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. വിയർപ്പുകണങ്ങൾ അവളുടെ നെറ്റിയിൽ നിന്നും ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. വലിയൊരു കൊട്ടക്കൊലയുടെ വക്കിൽ നിന്നാണ് അവൾ ആ വീടിനെ സംരക്ഷിക്കുന്നത്. തൻ്റെ ചുറ്റും നടക്കുന്ന ഈ വലിയ സംഭവങ്ങളൊന്നും തന്നെ ആ വീട്ടിനുള്ളിൽ ഉറങ്ങാതെ നടക്കുന്ന അലിബാബയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോഴും ജനൽ വിടവുകളിലൂടെ മുറ്റത്തെ ഇരുട്ടിലേക്കായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ആ ഭരണികൾക്കിടയിലൂടെ മർജിയാനയുടെ നിഴൽ കണ്ടു. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്നാൽ തിളയ്ക്കുന്ന എണ്ണയുടെ ഗന്ധവും ഭരണികളിൽ നിന്നും ഉയരുന്ന നേർത്ത നീരാവിയും ആ സാധാരണ മനസ്സുള്ള മനുഷ്യന് കാര്യങ്ങൾ വ്യക്തമാക്കി. ആ വലിയ വിപത്തിനെ തൻ്റെ വിശ്വസ്തയായ പരിചാരിക എത്ര കൗശലത്തോടെയാണ് നേരിടുന്നത് എന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു അത്ഭുതവും ആശ്വാസവും നിറഞ്ഞു. അവളുടെ ബുദ്ധിശക്തിയെ അദ്ദേഹം മനസ്സിൽ നമസ്കരിച്ചു. മണിക്കൂറുകൾ നീണ്ട ആ വലിയ ദൗത്യം അവൾ പൂർത്തിയാക്കി. അവസാനത്തെ കള്ളനെയും അവൾ നിശബ്ദമായി ഇല്ലാതാക്കി. ആ വലിയ മുറ്റത്ത് ഇപ്പോൾ ആ 60 കള്ളർ എന്ന ഭീഷണി പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ആ ഭീമൻ മൺഭരണികൾ ഇപ്പോൾ അവരുടെ ശവക്കല്ലറകളായി മാറിയിരിക്കുന്നു. എല്ലാം ഭദ്രമാണ് എന്നുറപ്പുവരുത്തിയ ശേഷം അവൾ ഒഴിഞ്ഞ പാത്രവുമായി വളരെ പതുക്കെ അടുക്കളയിലേക്ക് തന്നെ മടങ്ങി. അടുപ്പിലെത്തി അവൾ പൂർണ്ണമായും അണച്ചു. അവളുടെ മുഖത്ത് വിയർപ്പ് തുടച്ചുമാറ്റി യാതൊന്നും സംഭവിക്കാത്തതുപോലെ അവൾ തൻ്റെ ജോലി തുടർന്നു. പുറത്തു വീശുന്ന കാറ്റിന് ഇപ്പോൾ മുൻപത്തെ പോലെ ഭയാനകമായ ഒരു ശബ്ദമുണ്ടായിരുന്നില്ല. മരുഭൂമിയിലെ ആ രാത്രി വീണ്ടും അതിൻ്റെ സ്വാഭാവികമായ ശാന്തതയിലേക്ക് മടങ്ങിയിരുന്നു. തൻ്റെ മുറിക്കുള്ളിൽ നിശബ്ദനായിരിക്കുന്ന അലിബാബയ്ക്ക് വലിയൊരു ആശ്വാസം തോന്നി. വലിയൊരു കൊടുങ്കാറ്റ് തൻ്റെ വീടിനെ തകർക്കാതെ കടന്നുപോയിരിക്കുന്നു. എങ്കിലും ആ കള്ളന്മാരുടെ നേതാവ് അപ്പോഴും തൻ്റെ വീട്ടിനുള്ളിൽ അതിഥിയായി ഉറങ്ങുന്നല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ പൂർണ്ണമായും ശാന്തനാക്കാൻ അനുവദിച്ചില്ല. തൻ്റെ സംഘത്തിന് എന്ത് സംഭവിച്ചു എന്ന് അയാൾ അറിയാൻ പോകുന്നതേയുള്ളൂ. ആ നിമിഷം അയാളുടെ പ്രതികരണം എന്തായിരിക്കും? വലിയൊരു ഭീഷണിയുടെ ഭാരം ഒഴിഞ്ഞുപോയെങ്കിലും പകയുടെയും ചതിയുടെയും മറ്റൊരു രൂപം അവിടെ തന്നെ അവശേഷിച്ചിരുന്നു. കാത്തിരിപ്പിൻ്റെ ബാക്കി യാമങ്ങൾ വളരെ വലുതായിരുന്നു. മരുഭൂമിയിലെ അനന്തമായ മണൽപ്പരപ്പിലൂടെ വീശുന്ന കാറ്റ് വീണ്ടും നേർത്തതായി മന്ത്രിച്ചു. അടുപ്പിലെ അവസാനത്തെ തീപ്പൊരികളും പതിയെ മങ്ങി ഇരുട്ടിൽ ലയിച്ചു. മുറ്റത്ത് നിരന്നുകിടക്കുന്ന ആ നിശബ്ദമായ ഭരണികൾക്കിടയിലൂടെ വീണ്ടും ഒരു ഭാരമേറിയ നിശബ്ദത പടർന്നു. ദൂരെ എവിടെയോ ആ കനത്ത ഇരുട്ടിൽ നിന്നും വീണ്ടും മണലിൽ പതിയുന്ന നേർത്ത കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കുന്നതുപോലെ ആ നിഴലുകൾക്കിടയിൽ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയൊരു നിഗൂഢതയുടെ രഹസ്യം വീണ്ടും മിന്നിമറഞ്ഞു. ഭയം പൂർണ്ണമായും ഒഴിയാത്ത ആ രാത്രി കൂടുതൽ ഇരുണ്ടതായി മാറി. രാത്രിയുടെ അന്ധകാരം അതിൻ്റെ ഏറ്റവും ഭയാനകമായ യാമങ്ങളിലേക്ക് കടന്നിരുന്നു. മുറ്റത്തെ കനത്ത നിശബ്ദതയിൽ മരണത്തിൻ്റെ നേർത്ത ഗന്ധം തളം കെട്ടുനിന്നു. വീടിനുള്ളിലെ അതിഥിമുറിയിൽ ഇരുട്ടിന്റെ മറവിൽ ആ മറഞ്ഞുപോയ കള്ളസംഘത്തിന്റെ നേതാവ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു. താൻ ആസൂത്രണം ചെയ്ത വലിയ കൂട്ടക്കൊലയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് അയാൾ കരുതി. ജനലിന്റെ വിടവിലൂടെ അയാൾ താഴെ മുറ്റത്തേക്ക് നോക്കി.
നക്ഷത്രങ്ങളുടെ വിളറിയ വെളിച്ചത്തിൽ ആ ഭീമൻ മൺഭരണികൾ യാതൊരു അനക്കവുമില്ലാതെ കിടപ്പുണ്ടായിരുന്നു. തന്റെ അനുയായികൾ താൻ നൽകുന്ന അടയാളത്തിനായി ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണെന്ന് ആ ക്രൂരനായ കൊള്ളക്കാരൻ വിശ്വസിച്ചു. അയാൾ ജനലിലൂടെ ചെറിയ കൽച്ചീളുകൾ താഴെയുള്ള ഭരണികൾക്ക് നേരെ എറിഞ്ഞു. അത് അവരുടെ ഒരു രഹസ്യ അടയാളമായിരുന്നു. 1, 2, 3 കല്ലുകൾ ഭരണികളിൽ വീഴുന്ന നേർത്ത ശബ്ദം മാത്രം. ഉള്ളിൽ നിന്നും യാതൊരു മറുപടിയും ഉണ്ടായില്ല. അയാളുടെ നെറ്റിയിൽ ഒരു ചുളിവ് വീണു. സംശയത്തോടെ അയാൾ വീണ്ടും കല്ലുകൾ എറിഞ്ഞു. ശ്മശാനത്തിലെ നിശബ്ദത പോലെ ആ മുറ്റം ഇപ്പോഴും മൂകമായിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അയാൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ഒരു വേട്ടമൃഗത്തെപ്പോലെ ശബ്ദമുണ്ടാക്കാതെ പടിക്കെട്ടുകൾ ഇറങ്ങി അയാൾ ആ ഇരുണ്ട മുറ്റത്തെത്തി. തണുത്ത കാറ്റ് അയാളുടെ മുഖത്ത് വീശിയടിച്ചു. ആദ്യത്തെ ഭരണിയുടെ അടുത്തേക്ക് അയാൾ നടന്നു. എന്തോ ഒരു വല്ലാത്ത ഗന്ധം ആ കാറ്റിൽ കലർന്നിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച എണ്ണയുടെയും കരിഞ്ഞ മാംസത്തിന്റെയും ഭയാനകമായ ഗന്ധം. അയാളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ആ ഭരണിയുടെ അടപ്പ് പതുക്കെ മാറ്റി. ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഉള്ളിൽ തന്റെ വിശ്വസ്തനായ അനുയായി ജീവനില്ലാതെ കിടക്കുന്നത് കണ്ട് അയാളുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ വേഗത്തിൽ രണ്ടാമത്തെ ഭരണിയുടെ അടുത്തേക്ക് ഓടി. അവിടെയും അതേ കാഴ്ച. മൂന്നാമത്തെ ഭരണി, നാലാമത്തെ ഭരണി. അങ്ങനെ ആ മുറ്റത്തുണ്ടായിരുന്ന 60 കള്ളരും നിശബ്ദരായി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന സത്യം വലിയൊരു ഇടിമുഴക്കം പോലെ അയാളുടെ തലച്ചോറിൽ പതിച്ചു. തന്റെ വലിയ സൈന്യം ഒരൊറ്റ രാത്രി കൊണ്ട് യാതൊരു ആയുധങ്ങളുടെയും ശബ്ദമില്ലാതെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. തന്നേക്കാൾ വലിയ അദൃശ്യനായ ഒരു ശത്രു ആ വീട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആ നിമിഷം ആ വലിയ തന്ത്രശാലിയുടെ ഉള്ളിലെ ധൈര്യം ചോർന്നുപോയി. ഭയം അയാളുടെ സിരകളെ മരവിപ്പിച്ചു. ഇനി ഒരു നിമിഷം പോലും അവിടെ നിന്നാൽ തന്റെ ജീവനും നഷ്ടപ്പെടുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ ആ വലിയ മതിലിനു മുകളിലൂടെ അയാൾ ഇരുട്ടിലേക്ക് എടുത്തുചാടി. മരുഭൂമിയുടെ അനന്തമായ ശൂന്യതയിലേക്ക് സ്വന്തം ജീവനും കൊണ്ട് അയാൾ ഓടിമറഞ്ഞു. കാറ്റ് അയാളുടെ കാൽപ്പാടുകളെ മണലിൽ മായ്ച്ചു കളഞ്ഞു. പിറ്റേന്ന് അതിരാവിലെ അലീബാബയും മർജിയാലയും ആ ഭീമൻ മൺഭരണികൾക്കുള്ളിലെ ഭയാനകമായ കാഴ്ച കണ്ടു. ആ സത്യസന്ധ സേനാനിയുടെ ബുദ്ധിയെ ആ ഘുഷാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ അത്ഭുതത്തോടെ നോക്കി. രഹസ്യം പുറത്തറിയാതിരിക്കാൻ രാത്രിയുടെ ഇരുളിൽ ആ മൃതദേഹങ്ങൾ അവർ വളരെ ദൂരെ മരുഭൂമിയിൽ കുഴിച്ചിട്ടു. ആ ഭീമൻ മൺഭരണികളും അവർ നശിപ്പിച്ചു കളഞ്ഞു. വലിയൊരു വിപത്തൊഴിഞ്ഞുപോയതിന്റെ ആശ്വാസം ആ ചെറിയ കുടിലിൽ പതുക്കെ നിറഞ്ഞു. മരുഭൂമിയിലെ മണൽത്തരികൾ ആ വലിയ രഹസ്യത്തെ പൂർണ്ണമായും വിഴുങ്ങിക്കളഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. മരുഭൂമിയിലെ കാറ്റിന്റെ ഗതി പലവട്ടം മാറി. അലീബാബയുടെ വീട് വീണ്ടും പഴയ സമാധാനത്തിലേക്ക് മടങ്ങിയിരുന്നു. തന്റെ ഭീമമായ സ്വർണശേഖരത്തിൽ നിന്നും വളരെ കുറച്ചു മാത്രം എടുത്ത് അദ്ദേഹം ഒരു വലിയ കച്ചവടം ആരംഭിച്ചു. എന്നാൽ അദ്ദേഹം അത് തന്റെ മകനെ ഏൽപ്പിച്ചു. ഇരുണ്ട കാടിനുള്ളിലെ ആ രഹസ്യ ഗുഹയെക്കുറിച്ചുള്ള ഓർമ്മകൾ പതിയെ മാഞ്ഞു തുടങ്ങി. എന്നാൽ ആ കനത്ത ഇരുളിൽ മറഞ്ഞ കള്ളന്മാരുടെ നേതാവ് തന്റെ പക മറന്നിരുന്നില്ല. തന്റെ സംഘത്തെ ഇല്ലാതാക്കിയവന്റെ ചോര കുടിക്കാതെ തനിക്ക് സമാധാനമില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. പുതിയൊരു തന്ത്രവുമായി അയാൾ വീണ്ടും ആ നഗരത്തിലെത്തി. ഇത്തവണ കൊള്ളക്കാരനല്ല, മറിച്ച് കോജിയ ഹസൻ എന്നു പേരുള്ള വിലയേറിയ പട്ടുതുണികൾ വിൽക്കുന്ന വലിയ അതിസമ്പന്നനായ ഒരു കച്ചവടക്കാരനായിട്ടാണ് അയാൾ വന്നത്. അലീബാബയുടെ മകന്റെ കടയ്ക്ക് സമീപം അയാൾ ഒരു പുതിയ കട തുറന്നു. വളരെ വേഗം തന്റെ കൗശലം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അയാൾ ആ യുവാവുമായി വലിയ സൗഹൃദം സ്ഥാപിച്ചു. ആ സൗഹൃദം ഒടുവിലൊരു സന്ധ്യയിൽ അലീബാബയുടെ വീട്ടിലേക്കുള്ള വലിയൊരു വിരുന്നിനുള്ള ക്ഷണത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. തന്റെ ശത്രുവിന്റെ മടയിൽ കയറി അയാളെ ഇല്ലാതാക്കാനുള്ള ആ വലിയ അവസരത്തിനായി ആ ക്രൂരനായ മനുഷ്യൻ കാത്തിരിക്കുകയായിരുന്നു. അലീബാബയുടെ വീട്ടിൽ വിരുന്നിനുള്ള വലിയ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അതിഥിയായി എത്തിയത് തന്റെ പഴയ ശത്രുവാണെന്ന് ആ സാധാരണ മനസ്സുള്ള മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ആ വലിയ കച്ചവടക്കാരനെ സ്വീകരിച്ചു. വിലയേറിയ പരവ്രതാനികൾ വിരിച്ച ആ വലിയ മുറിയിൽ അവർ സല്ലാപത്തിലേർപ്പെട്ടു. എന്നാൽ ആ വീട്ടിന്റെ അടുക്കളയിൽ നിന്നുമെല്ലാം വീക്ഷിച്ചിരുന്ന മർജിയാനയുടെ കണ്ണുകൾക്ക് ആ കച്ചവടക്കാരന്റെ രൂപം എവിടെയോ കണ്ടുപരിചയമുള്ളതുപോലെ തോന്നി. അയാൾ ഭക്ഷണം കഴിക്കുന്ന രീതി അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കാൻ അയാൾ വിസമ്മതിച്ചു. അറേബ്യൻ മരുഭൂമികളിലെ നിയമപ്രകാരം ഒരാളുടെ വീട്ടിൽ നിന്ന് ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആ വീട്ടുകാരനെ വഞ്ചിക്കാൻ പാടില്ല എന്നാണ് പുരാതനമായ വിശ്വാസം. ഈ കച്ചവടക്കാരൻ ബോധപൂർവം ഉപ്പ് ഒഴിവാക്കുന്നത് കണ്ടപ്പോൾ അവളുടെ സംശയം ബലപ്പെട്ടു. ആ സത്യസന്ധ സേനാനി ആതിഥേയന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വേഷം മാറിയെത്തിയ ആ കൊള്ളക്കാരന്റെ നേതാവാണെന്ന് ആ ബുദ്ധിമതിയായ സ്ത്രീ തിരിച്ചറിഞ്ഞു. അയാളുടെ നീണ്ട കുപ്പായത്തിനുള്ളിൽ മറച്ചുവെച്ചിരിക്കുന്ന മൂർച്ചയേറിയ കടാരയുടെ നേർത്ത തിളക്കം അവളുടെ കഴുകൻ കണ്ണുകളിൽ പതിഞ്ഞു. ഇന്ന് രാത്രി തന്റെ യജമാനന്റെ ജീവൻ അപഹരിക്കാനാണ് അയാൾ ഈ വേഷത്തിൽ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് പൂർണ്ണമായും മനസ്സിലായി. ഇനിയൊരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇനിയൊരു നിമിഷം പോലും അവിടെ നിന്നാൽ
തൻ്റെ ജീവനും നഷ്ടപ്പെടുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. വീണ്ടും തൻ്റെ അസാമാന്യമായ ബുദ്ധി ഉപയോഗിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. ഇത്തവണ ശത്രു വളരെ കരുത്തനാണ്, മാത്രമല്ല ആയുധധാരിയുമാണ്. ഒരു ചെറിയ അബദ്ധം പോലും ആ വീട്ടിനെ രക്തക്കളമാക്കും. വിരുന്ന് അവസാനിക്കാറായപ്പോൾ അതിഥിയെ രസിപ്പിക്കാനായി ഒരു പാരമ്പര്യ നർത്തനം അവതരിപ്പിക്കാൻ അവൾ അലീബാബയോട് അനുവാദം ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. മർജിയാന വേഗത്തിൽ തൻ്റെ വേഷം മാറി. മരുഭൂമിയിലെ നാടോടി നർത്തകിമാരെ പോലെ മുഖം നേർത്ത പട്ടുതൂവാല കൊണ്ട് മറച്ച് അവൾ ആ വിരുന്നുമുറിയിലേക്ക് വന്നു. അവളുടെ ഒരു കൈയിൽ ഒരു ചെറിയ വാദ്യോപകരണവും മറ്റേ കൈയിൽ വളരെ മൂർച്ചയേറിയ ഒരു ചെറിയ വാളുമുണ്ടായിരുന്നു. മുറിക്കുള്ളിലെ വിളക്കുകൾ മങ്ങിക്കത്തി. ചുമരുകളിൽ തീനാളങ്ങളുടെ നിഴലുകൾ നൃത്തം വെച്ചു. അവൾ പതുക്കെ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. അവളുടെ കാലിലെ ചിലങ്കകൾ താളത്തിൽ കിലുങ്ങി. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ഉലയുന്ന മരച്ചില്ലകളെപ്പോലെ അവൾ ആ മുറിയിലുള്ള വട്ടത്തിൽ നൃത്തം വെച്ചു. ആ കൊള്ളക്കാരന്റെ നേതാവ് യാതൊരു സംശയമില്ലാതെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. നൃത്തത്തിന്റെ വേഗത പതുക്കെ വർദ്ധിച്ചു. വാദ്യോപകരണത്തിന്റെ മുഴക്കം ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു. അത് മരുഭൂമിയിലെ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ വരവറിയിക്കുന്നതുപോലെ ഉണ്ടായിരുന്നു. ഓരോ ചുവടിലും അവൾ ആ കൊള്ളക്കാരന്റെ നേതാവിന്റെ അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. അവളുടെ കണ്ണുകൾ അയാളുടെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നൃത്തത്തിന്റെ അലൗകികമായ താളത്തിൽ അയാൾ പൂർണ്ണമായും മയങ്ങിപ്പോയിരുന്നു. തന്റെ മുന്നിൽ നൃത്തം ചെയ്യുന്നത് മരണമാണെന്ന് അയാൾ അറിഞ്ഞില്ല. പെട്ടെന്ന് അയാളുടെ വലതുകൈ തന്റെ കുപ്പായത്തിനുള്ളിലെ കടാരയിലേക്ക് പതുക്കെ നീളുന്നത് അവൾ കണ്ടു. തന്റെ യജമാനനെ അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ അയാൾ തയ്യാറെടുക്കുകയാണ്. ഇനിയൊരു നിമിഷം പോലും വൈകാൻ പാടില്ല. നൃത്തത്തിന്റെ ഏറ്റവും ഉയർന്ന താളത്തിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് പോലെ അവൾ അയാളുടെ തൊട്ടുമുന്നിലെത്തി. അയാൾ തന്റെ കടാര പൂർണ്ണമായും പുറത്തെടുക്കുന്നതിന് മുൻപ് തന്നെ മർജിയാനയുടെ കയ്യിലുണ്ടായിരുന്ന വാൾ ഒരു മിന്നൽ പിണച്ചുപോലെ താഴേക്ക് പതിച്ചു. ആ കൊള്ളക്കാരന്റെ നെഞ്ചിലേക്ക് ആ വാൾ ആഴത്തിലിറങ്ങി. യാതൊരു ശബ്ദവും പുറത്തു പറയാൻ കഴിയാതെ ആ വലിയ കള്ളൻ തറയിലേക്ക് വീണു. മുറിയിലാകെ പെട്ടെന്നൊരു വലിയ നിശബ്ദത പടർന്നു. വാദ്യോപകരണത്തിന്റെ ശബ്ദം നിലച്ചു. തന്റെ വിശ്വസ്തയായ പരിചാരിക സ്വന്തം അതിഥിയെ കൊലപ്പെടുത്തിയത് കണ്ട് അലീബാബ ഭയത്താലും ഞെട്ടലാലും എഴുന്നേറ്റ് നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അയാൾ സ്തംഭിച്ചുപോയി. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. എന്നാൽ യാതൊരു ഭാവമാറ്റവുമില്ലാതെ മർജിയാന ആ മരിച്ചു കിടക്കുന്ന കച്ചവടക്കാരന്റെ കുപ്പായം പതുക്കെ വകഞ്ഞുമാറ്റി. അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഭയാനകമായ കടാര അവൾ അയാളുടെ യജമാനന് കാണിച്ചു കൊടുത്തു. ആ മുഖത്തെ വ്യാജമിശയും താടിയും അവൾ വലിച്ചൂരി. അപ്പോഴാണ് ആ സാധാരണ മനസ്സുള്ള മനുഷ്യന് യാഥാർത്ഥ്യം മനസ്സിലായത്. തന്നെ കൊല്ലാൻ വന്ന ആ മറഞ്ഞുപോയ കള്ളസംഘത്തിന്റെ അവസാനത്തെ കണ്ണിയായ നേതാവാണ് തറയിൽ ജീവനില്ലാതെ കിടക്കുന്നത്. തന്നെയും തന്റെ കുടുംബത്തെയും വലിയൊരു മരണക്കെണിയിൽ നിന്നും ആ ബുദ്ധിമതിയായ സ്ത്രീ വീണ്ടും രക്ഷിച്ചിരിക്കുന്നു. വലിയൊരു ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ആ മുറിയിലാകെ നിറഞ്ഞു. വർഷങ്ങളായി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ കനത്ത ഭയം ഒരു വേനൽ മഴ പോലെ പൂർണ്ണമായും ഒഴിഞ്ഞുപോയി. അലീബാബ വലിയൊരു കൃതജ്ഞതയോടെ അവളുടെ മുന്നിൽ കൈകൂപ്പി. ആ നിമിഷം അവർക്കിടയിൽ വാക്കുകൾക്ക് പ്രസക്തിയുണ്ടായിരുന്നില്ല. ആ വലിയ ഭീഷണി എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു എന്ന സത്യം ആ വീട്ടിനെ വീണ്ടും സമാധാനത്തിന്റെ തീരത്തേക്ക് അടുപ്പിച്ചു. രാത്രിയുടെ അന്ധകാരം ഇപ്പോൾ ഭയപ്പെടുത്തുന്നതായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ശാന്തത നിറഞ്ഞതായിരുന്നു. മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റ് ആ തുറന്നിട്ട ജനലിലൂടെ ഉള്ളിലേക്ക് കടന്നുവന്നു. വിളക്കിലെ തീനാളങ്ങൾ പതുക്കെ ഇളകിയാടി. ദൂരെ കാടിന്റെ ഇരുളിൽ ആ വലിയ പാറക്കെട്ടിനുള്ളിലെ സ്വർണ്ണ നാണയങ്ങളുടെ നേർത്ത തിളക്കം പോലെ ഒരു ആശ്വാസത്തിന്റെ പുതിയ പ്രകാശം അവിടെ നിറയുകയായിരുന്നു. മുറ്റത്തെ മണൽത്തരികളിൽ പതിയുന്ന കാറ്റിന്റെ നേർത്ത മർമ്മരം മാത്രം ബാക്കിയായി. ആഴമേറിയ ഒരു വലിയ നിശബ്ദത ആ രാത്രിയെ പൂർണ്ണമായും തഴുകിയുറക്കി. രക്തം തളം കെട്ടി നിൽക്കുന്ന ആ വലിയ മുറിയിൽ അന്ധകാരവും വെളിച്ചവും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം അവസാനിച്ചതിൻ്റെ ഭയാനകമായ ശാന്തത തളം കെട്ടി നിന്നു. ജനലിന്റെ നേർത്ത വിടവിലൂടെ ഉള്ളിലേക്ക് അരിച്ചുകയറിയ മരുഭൂമിയിലെ തണുത്ത കാറ്റ് ചുവരുകളിൽ പതിഞ്ഞ തീനാളങ്ങളുടെ നിഴലുകളെ പതുക്കെ ഇളക്കിയാട്ടി. ആ വലിയ കച്ചവടക്കാരന്റെ വേഷത്തിൽ വന്ന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ ആ ക്രൂരനായ കൊള്ളക്കാരന്റെ നിശ്ചലമായ ശരീരത്തിലേക്ക് അലിബാബ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഖുശാലമഞ്ഞിൽ ജനിച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആ സാധാരണ മരം വെട്ടുകാരന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഭീഷണി ഇനിയൊരിക്കലും ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം മന്ത്രിച്ചു. തനിക്കും തന്റെ കുടുംബത്തിനും മുകളിലായി പരുന്തിനെ പോലെ പറന്ന വലിയൊരു മരണത്തിന്റെ നിഴൽ എന്നേക്കുമായി മാഞ്ഞുപോയിരിക്കുന്നു. ആ ഭയാനകമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കുറേ നിമിഷങ്ങൾ വേണ്ടിവന്നു. തന്റെ മുന്നിൽ ഒരു കൈയിൽ രക്തം പുരണ്ട വാളും മറുകൈയിൽ ഒരു ചെറിയ വാദ്യോപകരണവുമായി നിൽക്കുന്ന ആ സത്യസന്ധ സേനാനിയെ അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി. അവളുടെ കണ്ണുകളിൽ യാതൊരു ഭയവുമില്ലായിരുന്നു, മറിച്ച് വലിയൊരു കടമ പൂർത്തിയാക്കിയതിൻ്റെ ആഴമേറിയ ശാന്തത മാത്രമാണ് അവിടെ നിഴലിച്ചിരുന്നത്. യാതൊരു ബഹളവുമില്ലാതെ ആ രാത്രിയിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആ ബുദ്ധിമതിയായ സ്ത്രീക്ക് അറിയാമായിരുന്നു. ഗ്രാമത്തിലുള്ള മറ്റാരെങ്കിലും ഈ വിവരമറിഞ്ഞാൽ
അത് വലിയൊരു ചോദ്യം ചെയ്യലിലേക്കും പിന്നീട് രാജാവിൻ്റെ പടയാളികളുടെ വരവിലേക്കും നയിക്കും. ആ കാടിനുള്ളിലെ ഗുഹയുടെ രഹസ്യം എന്നേക്കുമായി തങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അതിനാൽ ആ രാത്രിയുടെ കനത്ത ഇരുളിൽ ഗ്രാമം മുഴുവൻ ഗാഢമായ ഉറക്കത്തിലായിരുന്ന സമയത്ത് അവരും അലിബാബയും ചേർന്ന് ആ വലിയ കള്ളന്റെ ശരീരം കനത്ത പട്ടുതുണികളിൽ പൊതിഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ അവർ ആ ഭാരം ചുമന്നുകൊണ്ട് വീടിനു പുറത്തേക്കിറങ്ങി. നക്ഷത്രങ്ങളുടെ വിളറിയ വെളിച്ചത്തിൽ മരുഭൂമിയുടെ അനന്തമായ മണൽപ്പരപ്പിലേക്ക് അവർ നടന്നു. ഓരോ ചുവടുവെക്കുമ്പോഴും മണൽത്തരികൾ അവരുടെ കാൽപ്പാടുകളെ നിശബ്ദമായി ഏറ്റുവാങ്ങി. ഗ്രാമത്തിൽ നിന്നും വളരെ ദൂരെ, ആരും ഒരിക്കലും കടന്നുവരാത്ത ഒരു വിജനമായ പ്രദേശത്ത് അവർ വലിയൊരു കുഴി നിർമ്മിച്ചു. വർഷങ്ങളായി നിരപരാധികളായ അനേകം മനുഷ്യരുടെ രക്തം കുടിച്ച ആ 60 കള്ളരുടെ വലിയ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ കണ്ണിയായ ആ നേതാവിനെ അവർ ആ മണലറയ്ക്കുള്ളിൽ നിശബ്ദമായി അടക്കം ചെയ്തു. മരുഭൂമിയിലെ കാറ്റ് ആ കുഴിമാടത്തിന് മുകളിലൂടെ വീശി. അവിടെ അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും അതെന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. വലിയൊരു ഭാരം ഇറക്കി വെച്ചതിൻ്റെ ആശ്വാസത്തോടെ അവർ തങ്ങളുടെ കുടിലിലേക്ക് മടങ്ങി. പ്രഭാതം പൊട്ടിവിടർന്നു. കിഴക്കൻ ചത്രവാളത്തിൽ സൂര്യൻ ഒരു പുതിയ പ്രതീക്ഷയുടെ സുവർണ ശോഭയുമായി ഉദിച്ചുയർന്നു. അന്ന് ആ കുടിലിൽ ഉണർന്നത് വെറുമൊരു പ്രഭാതമായിരുന്നില്ല, മറിച്ച് ഭയമില്ലാത്ത, തികച്ചും സമാധാനപൂർണമായ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. അലിബാബ തന്റെ മകനെയും ആ വിശ്വസ്തയായ പരിചാരികയെയും തന്റെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നന്ദിയുടെയും സ്നേഹത്തിന്റെയും വലിയ കണ്ണുനീർത്തുളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്ന തന്നെയും തന്റെ കുടുംബത്തെയും ബുദ്ധി കൊണ്ടും അസാമാന്യമായ ധൈര്യം കൊണ്ടും വലിയ മരണക്കെണികളിൽ നിന്നും രക്ഷിച്ചത് ഈ സാധാരണക്കാരിയായ പെൺകുട്ടിയാണെന്ന സത്യം അദ്ദേഹം തന്റെ മകനോട് വിവരിച്ചു. അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചാലും താൻ ചെയ്യുന്ന കടപ്പാട് തീരില്ല എന്ന് ആ ധീരൻ വിതുമ്പലോടെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വലിയൊരു ഗാംഭീര്യം നിറഞ്ഞു. മർജിയാന, നീ ഇനി മുതൽ ഈ വീട്ടിലെ ഒരു സേവികയല്ല. ഞങ്ങളുടെ ജീവൻ തിരികെ നൽകിയ നീ പൂർണ്ണമായും സ്വതന്ത്രയാണ്. എന്നാൽ നിന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞുവിടാൻ എൻ്റെ മനസ്സിന് അനുവദിക്കുന്നില്ല. നീ എൻ്റെ മകൻ്റെ ഭാര്യയായി, ഈ കുടുംബത്തിൻ്റെ വിളക്കായി ഇവിടെ തന്നെ തുടരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ വാക്കുകൾ കേട്ടയുടനെ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരനാഥയെപ്പോലെ വളർന്ന അവൾക്ക് ആ വലിയ സ്നേഹവും അംഗീകാരവും ഒരു വലിയ അനുഗ്രഹമായി തോന്നി. അലിബാബയുടെ മകനും പൂർണ്ണ സമ്മതമായിരുന്നു. കാരണം അവളുടെ ധീരതയും ബുദ്ധിശക്തിയും അവൻ നേരിൽ കണ്ടറിഞ്ഞതാണ്. യാതൊരു വലിയ ആഘോഷങ്ങളില്ലാതെ വളരെ ലളിതമായ ചടങ്ങുകളോടെ അവരുടെ വിവാഹം ആ ഗ്രാമത്തിൽ നടന്നു. തങ്ങളുടെ കയ്യിലുള്ള ഭീമമായ സ്വർണശേഖരം ഉപയോഗിച്ച് വലിയൊരു കൊട്ടാരം പണിയാനോ ആഡംബരപൂർണമായ ജീവിതം നയിക്കാനോ ആ സാധാരണ മനസ്സുള്ള മനുഷ്യൻ ഒരിക്കലും തയ്യാറായില്ല. കാരണം അമിതമായ അത്യാഗ്രഹവും പണത്തിന്റെ അഹങ്കാരവുമാണ് തന്റെ സഹോദരൻ കാസിമിന്റെ ജീവനെടുത്തതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. വളരെ മിതമായ രീതിയിൽ തങ്ങളുടെ കച്ചവടം വിപുലപ്പെടുത്തിക്കൊണ്ട് യാതൊരു സംശയവുമില്ലാത്ത രീതിയിൽ അവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. ആ വലിയ വീട്ടിനുള്ളിൽ എപ്പോഴും സമാധാനവും സന്തോഷവും മാത്രം നിറഞ്ഞു നിന്നു. മരുഭൂമിയിലെ കാറ്റ് അവർക്ക് ചുറ്റും സ്നേഹത്തിന്റെ പാട്ടുകൾ പാടി. മാസങ്ങൾ കടന്നുപോയി. പിന്നീടത് വലിയൊരു സംവത്സരമായി മാറി. കാസിമിന്റെ മരണവും ആ ഗ്രാമത്തിൽ വന്ന വലിയ എണ്ണക്കച്ചവടക്കാരന്റെ അപ്രത്യക്ഷനാകലും ഗ്രാമവാസികളുടെ ഓർമ്മകളിൽ നിന്നും പതിയെ മാഞ്ഞു തുടങ്ങി. ആ ഇരുണ്ട കാട്ടിനുള്ളിലെ ഭയാനകമായ രഹസ്യഗുഹയെക്കുറിച്ച് ആരും തന്നെ സംസാരിച്ചില്ല. ഒടുവിൽ ഒരു ദിനം അലിബാബ തന്റെ മകനെ മാത്രം കൂട്ടി ആ പഴയ കാട്ടിലേക്കൊരു യാത്ര തീരുമാനിച്ചു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഗുഹയുടെ അവസ്ഥ എന്താണെന്നറിയാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെറിയൊരു ആകാംക്ഷയുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കുതിരപ്പുറത്ത് കയറി ആ പഴയ മണൽപാതയിലൂടെ കാട്ടിന്റെ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങി. കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ പഴയ അതേ നിശബ്ദത അവരെ എതിരേറ്റു. വലിയ മരങ്ങളുടെ ചില്ലകൾ ആകാശത്തെ മറച്ചുപിടിച്ചിരുന്നു. നിലത്തു വീണുകിടന്ന ഉണങ്ങിയ ഇലകളിൽ കുതിരകളുടെ കുളമ്പടികൾ പതിഞ്ഞപ്പോൾ വലിയ ശബ്ദമുണ്ടായി. ഒടുവിൽ ഓർമ്മകളുടെ ഇരുണ്ട കോണുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഭീമൻ കരിങ്കൽ പാറക്കെട്ടിന് മുന്നിൽ അവർ എത്തിച്ചേർന്നു. ചുറ്റും കൊടും കാട് മാത്രം. അവിടെ യാതൊരു മാറ്റവുമില്ലായിരുന്നു. കാറ്റ് പൂർണ്ണമായും നിശ്ചലമായി. അലിബാബ തന്റെ കുതിരപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി പാറക്കെട്ടിന് മുന്നിൽ പോയി നിന്നു. വർഷങ്ങൾക്ക് മുൻപ് വിറയ്ക്കുന്ന കാലുകളോടെ താൻ ഇവിടെ വന്ന ആ ആദ്യ ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അദ്ദേഹം തന്റെ മകനെ അടുത്തേക്ക് വിളിച്ചു. ആ വലിയ പാറയെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു, മകനെ, ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമ്പത്തൊളിഞ്ഞിരിക്കുന്നത് ഈ കരിങ്കല്ലുകൾക്ക് പിന്നിലാണ്. അത്യാഗ്രഹം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്ഥലം. ഈ രഹസ്യമറിയുന്നവർ ഇന്ന് ഈ ലോകത്ത് നമ്മൾ രണ്ടുപേരും മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം ആ പഴയ മന്ത്രം ഉച്ചത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു.
സിസാർ തുറക്ക്. വലിയൊരു ഞരക്കത്തോടെ ഭൂമിയൊന്ന് വിറച്ചുകൊണ്ട് ആ കരിങ്കൽ പാറക്കെട്ടുകൾ രണ്ടായി അകന്നു മാറി. ഇരുട്ടിനെ വകമാറ്റി ആ പഴയ മാന്ത്രിക വെളിച്ചം പുറത്തേക്കൊഴുകി വന്നു. അലിബാബയും മകനും ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ യാതൊരു മാറ്റവുമില്ലായിരുന്നു. സ്വർണ്ണ നാണയങ്ങളുടെ വലിയ മലകളും വിലയേറിയ പട്ടുതുണികളും അപൂർവ രത്നങ്ങളും വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ കിടന്നിരുന്നോ അതേപോലെ അവിടെ യാതൊരു കേടുപാടുകളുമില്ലാതെ കിടപ്പുണ്ടായിരുന്നു. ആ 60 കള്ളരില്ലാതായതിനു ശേഷം ആരും തന്നെ ആ രഹസ്യ സങ്കേതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നവർക്കുറപ്പായി. ആ ഭീമമായ സമ്പത്തിനു മുന്നിൽ നിന്നുകൊണ്ട് ആ ഖുശാല മഞ്ഞിൽ ജനിച്ച മനുഷ്യൻ തന്റെ മകനോട് ഒരു വലിയ ഉപദേശം നൽകി. ഈ സ്വർണം മുഴുവൻ നിരപരാധികളായ മനുഷ്യരുടെ വിയർപ്പും രക്തവുമാണ്. ഇതൊരിക്കലും നമ്മുടെ ആഡംബരത്തിനായി ഉപയോഗിക്കരുത്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി മാത്രം ഇതിൽ നിന്ന് ആവശ്യമുള്ളത് നമ്മൾ എടുക്കണം. ദുരാഗ്രഹം ഒരിക്കലും നിന്റെ മനസ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. മകൻ ആ വാക്കുകൾ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തു. അവർ ആ ഗുഹയിൽ നിന്നും യാതൊന്നും എടുക്കാതെ പുറത്തേക്കിറങ്ങി. സിസാർ അടയ്ക്കൂ എന്ന മാന്ത്രിക വാക്കുകൾ മകനെക്കൊണ്ട് തന്നെ അദ്ദേഹം പറയിച്ചു. വലിയൊരു ശബ്ദത്തോടെ ആ പാറക്കെട്ട് വീണ്ടും ഒന്നായി മാറി. ആ കാട്ടിന്റെ നിശബ്ദതയിലേക്ക് ആ വലിയ രഹസ്യം വീണ്ടും പൂർണ്ണമായി അലിഞ്ഞു ചേർന്നു. അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അവരുടെ ഹൃദയങ്ങളിൽ പണത്തിന്റെ അഹങ്കാരമായിരുന്നില്ല, മറിച്ച് വലിയൊരു തിരിച്ചറിവിന്റെ സമാധാനമായിരുന്നു. അലിബാബയുടെ ബുദ്ധിയും മർജിയാനയുടെ ധീരതയും ആ ഗ്രാമത്തെ ഒരു വലിയ നാശത്തിൽ നിന്നും സംരക്ഷിച്ച കഥകൾ പിന്നീട് മരുഭൂമിയിലെ കാട്ടിലൂടെ അനേകം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. വലിയ ആയുധങ്ങളെക്കാൾ ശക്തി മനുഷ്യന്റെ ബുദ്ധിക്കും സത്യസന്ധതയ്ക്കുമാണെന്ന് ആ കഥകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രി ആ ചെറിയ കുടിലിൽ വലിയൊരു ശാന്തതയുണ്ടായിരുന്നു. പുറത്ത് മരുഭൂമിയുടെ വിശാലതയിൽ കാറ്റ് സ്വതന്ത്രമായി വീശിയടിച്ചു. അടുപ്പിലെ അവസാനത്തെ തീനാളങ്ങളും പതുക്കെ കെട്ടടങ്ങി. മണൽത്തരികൾക്ക് മുകളിലൂടെ മന്ത്രിക്കുന്ന കാറ്റ് എന്തൊക്കെയോ പഴയ കഥകൾ പറയുന്നുണ്ടായിരുന്നു. ദൂരെ എവിടെയോ കനത്ത ഇരുട്ടിൽ നിന്നും നേർത്ത കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കുന്നതുപോലെ ആ ഇരുട്ടിന്റെ നിഴലുകൾക്കിടയിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്വർണ്ണ നാണയത്തിന്റെ തിളക്കം വീണ്ടും മിന്നിമറഞ്ഞു. ഭാരമേറിയ എന്നാൽ പൂർണ്ണമായും സമാധാനമുള്ള ഒരു വലിയ നിശബ്ദത ആ രാത്രിയെ കെട്ടിപ്പുണർന്നുറങ്ങി. കാലചക്രം വളരെ പതുക്കെ മരുഭൂമിയിലെ മണൽത്തരികളെ മറിച്ചിട്ടു. വർഷങ്ങൾ പലതും ആ വലിയ മണൽക്കുന്നുകൾക്ക് മുകളിലൂടെ നിശബ്ദമായി കടന്നുപോയി. സൂര്യൻ തന്റെ തീക്ഷ്ണമായ രശ്മികൾ കൊണ്ട് പകൽ സമയങ്ങളെ ചുട്ടുപൊള്ളിക്കുകയും രാത്രികളിൽ നക്ഷത്രങ്ങൾ ഒരു തണുത്ത പുതപ്പായി ആകാശത്ത് വിരിയുകയും ചെയ്തു. പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾക്കിടയിലും അലിബാബയുടെ വീട് ഗ്രാമത്തിലെ ഏറ്റവും ശാന്തമായൊരിടമായി അവശേഷിച്ചു. എങ്കിലും മരുഭൂമിക്ക് കാതുകളുണ്ട്, കാറ്റിന് നാവുണ്ട് എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഒരു വലിയ രഹസ്യവും കാലാകാലത്തോളം ഈ മണലാരണ്യത്തിന്റെ അഗാധതയിൽ മൂടിവെക്കാൻ കഴിയില്ല. കാറ്റ് ആ രഹസ്യങ്ങളെ മണൽത്തരികളിൽ നിന്നും തോണ്ടിയെടുത്ത് ലോകത്തോട് വളരെ പതുക്കെ മന്ത്രിക്കും. അലിബാബയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവൻ രക്ഷിച്ച ആ വലിയ സംഭവങ്ങൾ, ആ രക്തച്ചൊരിച്ചിലില്ലാത്ത മഹാവിജയം പതിയെ ഗ്രാമത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അതാരും ഉറക്കെ വിളിച്ചു പറഞ്ഞതായിരുന്നില്ല, മറിച്ച് രാത്രികളിൽ തീപ്പൊരികൾക്ക് ചുറ്റും ഇരിക്കുമ്പോൾ ഭയത്തോടെയും അതിലേറെ അത്ഭുതത്തോടെയും മനുഷ്യർ പരസ്പരം കൈമാറിയ നേർത്ത മന്ത്രിക്കലുകളായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്നുള്ള കച്ചവട സംഘങ്ങൾ തങ്ങളുടെ നീണ്ട യാത്രാവഴികളിൽ ഈ ഗ്രാമത്തിൽ വിശ്രമിക്കാറുണ്ടായിരുന്നു. നൂറുകണക്കിന് ഒട്ടകങ്ങളും വലിയ ഭാണ്ഡങ്ങളുമായി വരുന്ന അവർ രാത്രികളിൽ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ തമ്പടിക്കും. ആ തണുത്ത രാത്രികളിൽ അവർ കത്തിക്കുന്ന വലിയ തീനാളങ്ങൾ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ആകാശത്തേക്കുയരും. ആ തീപ്പൊരികൾക്ക് ചുറ്റും വട്ടത്തിലിരുന്ന് തണുപ്പിനെ അകറ്റാൻ അവർ വലിയ കമ്പിളിപ്പുതപ്പുകൾ പുതച്ചിരിക്കും. ആ സമയത്ത് യാത്രയുടെ വലിയ ക്ഷീണം മറക്കാൻ അവർ പലവിധത്തിലുള്ള കഥകൾ പറയും. പുരാതന രാജാക്കന്മാരുടെ പ്രതാപങ്ങളെക്കുറിച്ചും മരുഭൂമിയിലെ മാന്ത്രിക നഗരങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കും. എന്നാൽ അടുത്ത കാലത്തായി ആ തീക്കനലുകൾക്ക് ചുറ്റും മറ്റൊരു കഥ പതിവായി ഉയർന്നു വരാൻ തുടങ്ങി. വളരെ പതുക്കെ, ആരും കേൾക്കാത്ത രീതിയിൽ ഒരു വലിയ നിഗൂഢതയുടെ ചുരുളഴിയുന്നതുപോലെ മുതിർന്ന കാരണവന്മാർ ആ കഥ പറയാൻ തുടങ്ങി. ഖുശാല മഞ്ഞിൽ ജനിച്ച മനുഷ്യനെന്ന് ഗ്രാമവാസികൾ ആദരവോടെ വിളിക്കുന്ന ഒരു സാധാരണ മരം വെട്ടുകാരന്റെ കഥയായിരുന്നു അത്. ഒരിക്കലും ആരുടെ മുന്നിലും കൈനീട്ടാത്ത, തന്റെ പരുക്കൻ കൈകൾ കൊണ്ടും സത്യസന്ധത കൊണ്ടും മാത്രം ജീവിച്ച ഒരു പാവം മനുഷ്യൻ എങ്ങനെയാണ് മരുഭൂമിയിലെ ഏറ്റവും വലിയ രഹസ്യം കണ്ടെത്തിയത് എന്ന കഥ. ആ കഥ കേൾക്കുമ്പോൾ ചുറ്റുമിരിക്കുന്ന യാത്രികരുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടരും. അവർ തങ്ങളുടെ ശ്വാസം അടക്കിപ്പിടിച്ച് ആ വാക്കുകൾക്കായി കാതോർക്കും. ഒരു കാലത്ത് ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന എല്ലാ യാത്രാസംഘങ്ങളെയും കൊടിയ ഭയത്തിലാഴ്ത്തിയിരുന്ന, ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെ ഇരുട്ടിലെ നിഴലുകളെപ്പോലെ വന്ന് കൊള്ളയടിച്ചിരുന്ന ആ മറഞ്ഞുപോയ കള്ളസംഘം
അവരുടെ വലിയ സാമ്രാജ്യം എങ്ങനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കാറ്റിനൊപ്പം ഇല്ലാതായത് എന്ന വിവരണം ആ കേൾവിക്കാരുടെ രക്തം മരവിപ്പിച്ചു. ആ വലിയ 60 കള്ളർ ഒളിപ്പിച്ചുവെച്ച ഭീമമായ സമ്പത്ത് അക്ഷരങ്ങൾ പോലും അറിയാത്ത ആ മരം വെട്ടുകാരൻ കണ്ടെത്തിയത് ഒരു വലിയ മാന്ത്രിക വിദ്യയാണെന്നവർ വിശ്വസിച്ചു. കഥ പറയുന്ന കാരണവൻ തന്റെ പരുക്കൻ ശബ്ദത്തിൽ ആ മാന്ത്രിക വാക്കുകൾ ഇരുട്ടിലേക്ക് നോക്കി ഉച്ചരിക്കും. സിസാർ, തുറക്ക്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തീനാളങ്ങളൊന്ന് ആളിക്കത്തുന്നതുപോലെ അവർക്ക് തോന്നും. ഇരുട്ടിൽ ദൂരെ എവിടെയോ ആ വലിയ കരിങ്കൽ ഗുഹ ഇപ്പോഴും തുറക്കപ്പെടുന്നുണ്ടോ എന്നവർ ഭയത്തോടെ ചുറ്റും നോക്കും. കാറ്റിന്റെ ഓരോ മൂളലിലും ആ വാക്കുകളുടെ പ്രതിധ്വനി ഉള്ളതുപോലെ അവർക്ക് അനുഭവപ്പെടും. എന്നാൽ ആ കഥയിലെ യഥാർത്ഥ നായകൻ ആ മരംവെട്ടുകാരൻ മാത്രമായിരുന്നില്ല. അത് കേൾവിക്കാരെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കഥാപാത്രത്തിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവോടെയാണ്. വെറുമൊരു പെൺകുട്ടി, സ്വന്തം യജമാനന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ സൈന്യത്തെ മുഴുവൻ നിശബ്ദമായി ഇല്ലാതാക്കിയ ആ സത്യസന്ധ സേനാനി. അവരുടെ അപാരമായ ബുദ്ധിശക്തിയെക്കുറിച്ചും വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ അവൾ നേടിയ ആ വലിയ വിജയത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ ആ കച്ചവടക്കാർ തങ്ങളുടെ താടിയിൽ കൈവച്ച് അത്ഭുതം കൂറും. വലിയ വാളുകൾക്കും കുന്തങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത് ഒരു സാധാരണ പെൺകുട്ടിയുടെ സൂക്ഷ്മമായ ബുദ്ധിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന സത്യം അവരെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഒരു യോദ്ധാവിനേക്കാൾ വലിയ ശക്തി അവളുടെ ആ നിശബ്ദമായ ചുവടുകൾക്കുണ്ടായിരുന്നു എന്നവർ പരസ്പരം മന്ത്രിച്ചു. ഈ കഥകൾ ഗ്രാമവാസികളുടെ ഇടയിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. അവരാരും തന്നെ അലിബാബയോട് നേരിട്ട് ഇതുകുറിച്ച് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ആഴമേറിയ ശാന്തത അവരെ വല്ലാതെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിരുന്നു. പകൽ സമയങ്ങളിൽ ഗ്രാമത്തിലെ ഇടുങ്ങിയ മണൽവഴികളിലൂടെ ആ ധീരൻ നടന്നുപോകുമ്പോൾ ആളുകൾ വലിയൊരു ആദരവോടെ അദ്ദേഹത്തിന് വഴിമാറിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തിളക്കത്തിൽ ആ വലിയ ഗുഹയിലെ സ്വർണത്തിന്റെ പ്രകാശമുണ്ട് എന്നവർ രഹസ്യമായി വിശ്വസിച്ചു. എന്നാൽ ആ ഭീമമായ സമ്പത്തിന്റെ അഹങ്കാരം അദ്ദേഹത്തിൽ ഒരൽപ്പം പോലും ഇല്ലാത്തത് അവരെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. പണ്ട് തന്റെ കൊടിയ ദാരിദ്ര്യത്തിൽ എങ്ങനെ ജീവിച്ചുവോ അതേ ലാളിത്യത്തോടെയാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുന്നതും ചിരിക്കുന്നതും. ആ ബുദ്ധിമതിയായ മർജിയാനയോടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്നേഹവും ബഹുമാനവും കാണുമ്പോൾ തങ്ങൾ കേട്ട നാടോടി കഥകൾ മുഴുവൻ സത്യമാണെന്ന് ഗ്രാമവാസികൾ ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ആ ഗ്രാമത്തിന് വലിയൊരു സംരക്ഷണമായി അവർ കണ്ടു. ദൂരെ അതിർത്തിയിലുള്ള ആ വലിയ ഇരുണ്ട കാട് ഇപ്പോൾ ഗ്രാമവാസികൾക്ക് വെറുമൊരു കാടായിരുന്നില്ല. അതൊരു പുണ്യസ്ഥലമോ അല്ലെങ്കിൽ ഒരു വലിയ ശാപമുറങ്ങുന്ന ഇടമോ ആയി അവർ കരുതി. പകൽ വെളിച്ചത്തിൽ പോലും ആ കാടിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകാൻ അവർ വല്ലാതെ ഭയപ്പെട്ടു. ആ വലിയ കരിങ്കൽ പാറക്കെട്ടിനു പിന്നിൽ ഇപ്പോഴും ഭീമമായ സ്വർണ്ണമലകൾ ഉറങ്ങുന്നുണ്ട് എന്നവർക്കറിയാമായിരുന്നു. ആ മാന്ത്രിക വാക്കുകൾ ഉപയോഗിച്ചാൽ ആർക്കും അത് സ്വന്തമാക്കാമെന്ന ചിന്ത ചിലപ്പോഴൊക്കെ അവരുടെ ഉള്ളിലെ അത്യാഗ്രഹത്തെ ഉണർത്താൻ ശ്രമിച്ചു. എന്നാൽ അമിതമായ ആഗ്രഹത്തിന്റെ പേരിൽ ദുരന്തമിറന്നുവാങ്ങിയ ആ ധനികനായ സഹോദരന്റെ അന്ത്യം അവരുടെ മനസ്സിലൊരു വലിയ മുന്നറിയിപ്പായി എപ്പോഴും നിലനിന്നു. സ്വർണത്തിനു മീതെയുള്ള അടങ്ങാത്ത അത്യാഗ്രഹം സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്ന വലിയ പാഠം ആ കഥ അവരെ ആഴത്തിൽ പഠിപ്പിച്ചു. അതിനാൽ ആ സമ്പത്ത് ആ കാടിന്റെ ഇരുളിൽ തന്നെ നൂറ്റാണ്ടുകളോളം സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് അവർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. അതൊരു കാലത്തും തങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന വലിയ തിരിച്ചറിവ് ആ ഗ്രാമത്തെ കൂടുതൽ സമാധാനമുള്ളതാക്കി. ആ സ്വർണത്തേക്കാൾ വലുതാണ് തങ്ങളുടെ സ്വസ്ഥമായ ഉറക്കം എന്നവർ മനസ്സിലാക്കി. തലമുറകൾ പതുക്കെ മാറിവന്നു. മുതിർന്നവർ തങ്ങളുടെ മക്കൾക്ക് രാത്രികളിൽ ഉറങ്ങാൻ നേരത്ത് ഈ കഥ പറഞ്ഞുകൊടുത്തു. അതൊരു വലിയ നാടോടി കഥയായി മരുഭൂമിയിൽ പൂർണ്ണമായും പടർന്നു പന്തലിച്ചു. അറേബ്യൻ മണൽ ആരണ്യങ്ങളിലെ ഏറ്റവും മനോഹരവും എന്നാൽ ഭയാനകവുമായ ഇതിഹാസമായി അത് രൂപാന്തരപ്പെട്ടു. ആ 60 കള്ളർ ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രമാണ്. അവർ ഉപയോഗിച്ചിരുന്ന ആ ഭീമൻ മൺഭരണികൾ, ആ കൊടിയ ക്രൂരതകൾ, ആ വലിയ ഗൂഢാലോചനകൾ, ഇതെല്ലാം കാലത്തിന്റെ കടുത്ത മണൽക്കാട്ടിൽ എന്നേക്കുമായി ഒലിച്ചുപോയി. എന്നാൽ ആ സാധാരണ മനസ്സുള്ള മനുഷ്യന്റെ സത്യസന്ധതയും ആ പെൺകുട്ടിയുടെ അസാമാന്യ ബുദ്ധിയും ഒരിക്കലും മരിക്കാത്ത ഇതിഹാസങ്ങളായി ആ മരുഭൂമിയിൽ അവശേഷിച്ചു. കാറ്റ് അതിശക്തമായി വീശുമ്പോഴെല്ലാം ആ ഗ്രാമത്തിലെ പഴയ മരങ്ങളുടെ ഇലകൾ ഈ ഇതിഹാസം പരസ്പരം മന്ത്രിക്കുന്നത് പോലെ തോന്നി. പ്രകൃതി തന്നെ ആ ധീരന്മാരെ മറക്കാൻ തയ്യാറായിരുന്നില്ല. രാത്രികൾക്കിപ്പോൾ കൂടുതൽ നീളമുള്ളതായി അനുഭവപ്പെട്ടു. യാത്രാസംഘങ്ങൾക്കിടയിൽ കഥകൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ആ വലിയ തീപ്പൊരികൾ പതിയെ അണഞ്ഞു തുടങ്ങും. ആളുകൾ വലിയൊരു അത്ഭുത ലോകത്തു നിന്നും പെട്ടെന്ന് ഉണരുന്നതുപോലെ പരസ്പരം നോക്കും. ആ കഥ അവരുടെ മനസ്സിൽ വലിയൊരു ഭാരമുള്ള ശാന്തത നിറച്ചിട്ടുണ്ടാവും. അവരവർ തങ്ങളുടെ ഇടങ്ങളിലേക്ക് മടങ്ങുമ്പോൾ മരുഭൂമിയുടെ അനന്തമായ വിശാലതയിലേക്കൊന്നു നോക്കും. അവിടെ ആ ശൂന്യതയിൽ പ്രകൃതി തന്നെ ആ വലിയ രഹസ്യത്തെ ഒരു വലിയ കാവൽക്കാരനെ പോലെ സംരക്ഷിക്കുന്നത് പോലെ അവർക്ക് തോന്നും. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്നും താഴേക്ക് നോക്കി നിശബ്ദമായി പുഞ്ചിരിക്കുന്നുണ്ടാകും. തീപ്പൊരികൾ പൂർണ്ണമായും കരിഞ്ഞടങ്ങി.
കറുത്ത ചാരത്തിൽ നിന്നും നേർത്ത പുക മാത്രം മുകളിലേക്ക് ഇരുട്ടിൽ ഉയർന്നു. ഗ്രാമം മുഴുവൻ ഒരു വലിയ സ്വപ്നലോകത്തിന്റെ ഗാഢമായ ഉറക്കത്തിലേക്ക് വീടുപോയി. മരുഭൂമിയിലൂടെ വീശുന്ന കാറ്റിനിപ്പോൾ വല്ലാത്തൊരു കുളിരുണ്ടായിരുന്നു. ആ തണുത്ത കാറ്റ് പഴയ കഥകളുടെ ഓർമ്മകളെ മണൽത്തരികളിൽ ആഴത്തിൽ പതിപ്പിച്ചു. ദൂരെ കാടിന്റെ കനത്ത ഇരുളിൽ നിന്നും ഒരു നേർത്ത മർമ്മരം പോലെ എന്തോ ഒന്ന് കാറ്റിൽ ഒഴുകി വന്നു. ആ ഭയാനകമായ നിശബ്ദതയിൽ അദൃശ്യമായ ഏതോ കാലൊച്ചകൾ മണ്ണിൽ പതുക്കെ പതിയുന്നതുപോലെ ഇരുട്ടിന്റെ നിഴലുകൾക്കിടയിൽ എവിടെയോ മറഞ്ഞുകിടക്കുന്ന ഒരു സ്വർണ്ണ നാണയത്തിന്റെ നേർത്ത തിളക്കം പോലെ എന്തോ ഒന്ന് വീണ്ടും മിന്നിമറഞ്ഞു. ഭാരമേറിയ, ഉറങ്ങാൻ കൂട്ടാക്കാത്ത ഒരു വലിയ നിശബ്ദത ആ രാത്രിയെ പൂർണ്ണമായും സ്വന്തമാക്കി. കാലത്തിന്റെ അദൃശ്യമായ കരങ്ങൾ മരുഭൂമിയിലെ അനന്തമായ മണൽക്കുന്നുകളെ പല ആവർത്തി മാറ്റിമറിച്ചു. ദീർഘമായ നൂറ്റാണ്ടുകൾ കൊഴിഞ്ഞു വീണു. ആ പഴയ ഗ്രാമത്തിന്റെ രൂപം തന്നെ കാലക്രമേണ പൂർണ്ണമായും മാറിമറിഞ്ഞു. പഴയ മൺകുടിലുകളുടെ സ്ഥാനത്ത് വലിയ കൽക്കെട്ടിടങ്ങൾ ഉയർന്നു വന്നു. കച്ചവടക്കാരുടെ മണൽപ്പാതകൾ കൂടുതൽ വിസ്തൃതമായി. എങ്കിലും ആ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഇരുളടഞ്ഞ വലിയ കാടും അതിനുള്ളിലെ വലിയ രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഭീമൻ കരിങ്കൽ പാറക്കെട്ടും കാലത്തിന്റെ മാറ്റങ്ങളെ വകവയ്ക്കാതെ യാതൊരു ഭാവഭേദവുമില്ലാതെ നിലകൊണ്ടു. ഖുശാല മഞ്ഞിൽ ജനിച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആ സാധാരണ മരം വെട്ടുകാരനും അദ്ദേഹത്തിന്റെ കുടുംബവും കാലയവനികയ്ക്കുള്ളിൽ വളരെ ശാന്തമായി മറഞ്ഞുപോയി. എങ്കിലും അവരുടെ ഓർമ്മകൾ ആ മരുഭൂമിയിലെ കാറ്റിൽ എന്നേക്കുമായി അലിഞ്ഞു ചേർന്നിരുന്നു. അലിബാബ എന്ന ആ ധീരന്റെ പേര് വലിയൊരു ഇതിഹാസമായി, ധീരതയുടെയും നന്മയുടെയും പര്യായമായി അറേബ്യൻ മണലാരണ്യങ്ങളിൽ ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടു. വെറുമൊരു മഴുവും 3 കഴുതകളുമായി ജീവിതം ആരംഭിച്ച ഒരു സാധു മനുഷ്യൻ അമിതമായ അത്യാഗ്രഹമില്ലാതെ സ്വന്തം ബുദ്ധിയും ക്ഷമയും കൊണ്ട് നേടിയെടുത്ത ആ വലിയ വിജയം അനേകം തലമുറകളിലൂടെ ഒരു വലിയ പാഠമായി കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ മറഞ്ഞുപോയ കള്ളസംഘം സമ്പാദിച്ച ഭീമമായ സ്വത്ത് ദൂരദേശങ്ങളിൽ നിന്നുള്ള നിരപരാധികളായ അനേകം യാത്രികരുടെ രക്തം പുരണ്ടതായിരുന്നു. എന്നാൽ ആ സത്യസന്ധ സേനാനിയുടെയും ആ മരം വെട്ടുകാരൻ്റെയും കൈകളിലെത്തിയപ്പോൾ ആ സമ്പത്ത് അനേകർക്ക് വലിയൊരു അനുഗ്രഹമായി മാറി. ദാരിദ്ര്യമനുഭവിക്കുന്ന ഗ്രാമവാസികൾക്കും വിശക്കുന്നവർക്കും മരുഭൂമിയിലൂടെ ദീർഘയാത്ര ചെയ്തു വരുന്ന ക്ഷീണിതരായ കച്ചവടക്കാർക്കും വലിയൊരു തണലായി ആ കുടുംബം മാറി. ആ വലിയ സമ്പത്ത് അവരൊരിക്കലും സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചില്ല. പകരം അത് അനേകം മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ അവർ പൂർണ്ണ മനസ്സോടെ വിനിയോഗിച്ചു. ആകാശത്തോളം ഉയരുന്ന വലിയ കൊട്ടാരങ്ങൾ പണിയാനോ അഹങ്കാരത്തോടെ ജീവിക്കാനോ അവരൊരിക്കലും ശ്രമിച്ചില്ല. കാരണം പണത്തിന്റെ തിളക്കം മനുഷ്യന്റെ കണ്ണുകളെ അന്ധമാക്കുമെന്നും ദുരാഗ്രഹം വലിയൊരു നാശത്തിലേക്ക് നയിക്കുമെന്നും അവർക്ക് മറ്റാരേക്കാളും നന്നായി അറിയാമായിരുന്നു. മർജിയാന എന്ന ആ അസാമാന്യ ബുദ്ധിമതിയായ സ്ത്രീ തന്റെ അവസാന കാലം വരെ ആ കുടുംബത്തിന്റെ വലിയൊരു വിളക്കായി, സംരക്ഷണ കോട്ടയായി നിലകൊണ്ടു. 60 കള്ളർ എന്ന ആ വലിയ ഇരുണ്ട സൈന്യത്തെ തന്റെ വെറും നിശബ്ദമായ തന്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കിയ അവളുടെ കഥ മരുഭൂമിയിലെ വരും തലമുറകൾക്ക് വലിയൊരു ആവേശമായി മാറി. ഒരു വാളേന്തിയ യോദ്ധാവിനേക്കാൾ വലിയ ശക്തി അവളുടെ ആ കൂർമ്മ ബുദ്ധിക്കുണ്ടായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. ഇതൊരു വെറും കഥയല്ല, മറിച്ച് മനുഷ്യന്റെ ഉള്ളറകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആ കനത്ത ഇരുളിൽ എരിയുന്ന തീപ്പൊരികൾക്ക് ചുറ്റുമിരിക്കുന്ന ഓരോ യാത്രികനും ഈ കഥ നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. സ്വർണത്തിന്റെ തിളക്കം എപ്പോഴും മനുഷ്യനെ മയക്കുന്ന ഒരു വലിയ മായയാണ്. ആ മായയിൽ വീണുപോകുന്നവർക്ക് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ധനികനായ സഹോദരന്റെ ഭയാനകമായ അന്ത്യം. അദ്ദേഹത്തിന് സ്വർണവും പണവും ആവശ്യത്തിലധികമുണ്ടായിരുന്നു. എങ്കിലും അമിതമായ അത്യാഗ്രഹം അദ്ദേഹത്തെ ആ ഇരുണ്ട കാട്ടിലെ ഗുഹയിലേക്ക് വലിച്ചിഴച്ചു. ഒടുവിൽ ആ തണുത്ത കരിങ്കൽ തറയിൽ സ്വന്തം രക്തത്തിൽ കുളിച്ച് അദ്ദേഹത്തിന് ജീവൻ വെടിയേണ്ടി വന്നു. അതുപോലെ തന്നെ നിരപരാധികളെ ദ്രോഹിച്ച് അവരുടെ ജീവനും സമ്പത്തും അപഹരിച്ച് വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തിയ ആ കൊള്ളക്കാരുടെ നേതാവിനും ഒടുവിൽ ലഭിച്ചത് വലിയൊരു പരാജയവും ആരും അറിയാത്ത ഒരു മണൽക്കുഴിയിലെ അന്ത്യവുമായിരുന്നു. ഭൂമിയുടെ നിഗൂഢമായ ശക്തികളെയും പ്രകൃതിയുടെ രഹസ്യങ്ങളെയും നാം എപ്പോഴും അതിയായി ബഹുമാനിക്കണം. അവയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വന്തം നാശത്തെ വിളിച്ചുവരുത്തുന്നതിന് തുല്യമാണ്. ആ കാട്ടിനുള്ളിലെ ഭീമൻ ഗുഹ തുറക്കാനുള്ള മാന്ത്രിക വാക്കുകൾ, ആ നിഗൂഢമായ ശബ്ദം, അതാ വലിയ മനുഷ്യൻ തൻ്റെ മകന് മാത്രമാണ് വളരെ രഹസ്യമായി പറഞ്ഞുകൊടുത്തത്. ആ മകൻ
അത് തന്റെ പിൻഗാമികൾക്ക് കൈമാറിയോ അതോ ആ ഭീമമായ സമ്പത്ത് ഇനി ആർക്കും വേണ്ട എന്ന് കരുതി ആ രഹസ്യം എന്നേക്കുമായി ഉപേക്ഷിച്ചോ എന്ന് ആർക്കും നിശ്ചയമില്ല. ചിലർ പറയുന്നു ആ ഗുഹ ഇപ്പോഴും ആ ഇരുണ്ട കാട്ടിനുള്ളിൽ സ്വർണത്തിന്റെ വലിയ മലകളുമായി തുറക്കപ്പെടാൻ കാത്തുകിടക്കുന്നുണ്ടെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് കാലത്തിന്റെ വലിയ മാറ്റത്തിൽ ആ മാന്ത്രിക വാക്കുകളുടെ ശക്തി നഷ്ടപ്പെട്ടുവെന്നും ആ ഭീമൻ പാറക്കെട്ട് ഇനി ഒരിക്കലും മനുഷ്യർക്ക് മുന്നിൽ തുറക്കില്ല എന്നുമാണ്. സത്യമെന്തു തന്നെയായാലും ആ വലിയ കാട് ഇന്നും ഒരു വലിയ നിഗൂഢതയായി ആ അതിർത്തിയിൽ നിലകൊള്ളുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആ കൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ നടക്കാൻ യാത്രക്കാർ വല്ലാതെ ഭയപ്പെടുന്നു. അവിടെ കാറ്റ് അതിശക്തമായി വീശുമ്പോഴുണ്ടാകുന്ന ഇലകളുടെ വലിയ മർമ്മരത്തിൽ പഴയ ആ കൊള്ളക്കാരുടെ കുതിരക്കുളമ്പടികൾ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് അനേകം വിശ്വസിക്കുന്നു. മരുഭൂമിയുടെ ഹൃദയമിടിപ്പ് ഈ ഇതിഹാസങ്ങളിലൂടെയാണ് ഇന്നും പുറത്തേക്ക് കേൾക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന വലിയ കച്ചവട സംഘങ്ങൾ തങ്ങളുടെ യാത്രാമധ്യത്തിൽ ഈ ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ തങ്ങളുടെ ഒട്ടകങ്ങളുടെ വേഗത പതുക്കെ കുറയ്ക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വളരെ ശബ്ദം താഴ്ത്തി ഈ വലിയ കഥ പരസ്പരം പങ്കുവയ്ക്കും. കാറ്റിന്റെ നേർത്ത മൂളലിൽ അവർ കേൾക്കുന്നത് ആ ധീരന്റെ കാൽപ്പാടുകളുടെ ശബ്ദമാണ്. നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന കൊടും തണുപ്പുള്ള കൊടും രാത്രികളിൽ ആ കാടിന് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും ഒട്ടും ശബ്ദമുണ്ടാക്കാറില്ല എന്ന് പറയപ്പെടുന്നു. പ്രകൃതി മുഴുവൻ ആ വലിയ രഹസ്യത്തെ സംരക്ഷിക്കാൻ ഒരദൃശ്യമായ കാവൽക്കോട്ട തീർത്തിരിക്കുകയാണ്. ആ കരിങ്കൽ ഗുഹയ്ക്കുള്ളിൽ കൂട്ടിയിട്ടിരിക്കുന്ന അപൂർവ രത്നങ്ങളുടെയും വിലയേറിയ പട്ടുതുണികളുടെയും പഴയ ഗന്ധം ഇടയ്ക്കൊക്കെ കാറ്റിലൂടെ ഒഴുകി വരാറുണ്ട് എന്ന് ചില വയോധികർ അവകാശപ്പെടുന്നു. എന്നാൽ അതെല്ലാം കേവലം വെറും തോന്നലുകൾ മാത്രമാണോ അതോ മരുഭൂമി ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ അത്ഭുതങ്ങളാണോ എന്ന് ആർക്കും പൂർണ്ണമായി നിർവചിക്കാൻ കഴിയില്ല. ജീവിതം ഒരു ചെറിയ യാത്ര മാത്രമാണ്. അതിനിടയിൽ നാം കഷ്ടപ്പെട്ട് കെട്ടിപ്പടുക്കുന്ന സമ്പാദ്യങ്ങൾക്കും അഹങ്കാരങ്ങൾക്കും കാലത്തിനു മുന്നിൽ യാതൊരു വിലയുമില്ല എന്നീ ഇതിഹാസം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ അവശേഷിപ്പിച്ചു പോകുന്ന സ്നേഹവും നന്മകളും മാത്രമാണ് കാലത്തെ അതിജീവിച്ച് എന്നും നിലനിൽക്കുന്നത്. ഖുശാല മഞ്ഞിൽ ജനിച്ച മനുഷ്യൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അദ്ദേഹം സ്വർണം മൂടിയ വലിയൊരു ചക്രവർത്തിയായിരുന്നില്ല, മറിച്ച് അനേകം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു പുണ്യവാനായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് വിലയേറിയ രത്നങ്ങളുടെ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം മനുഷ്യരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. ആ സത്യസന്ധ സേനാനിയുടെ അന്ത്യവും തികച്ചും ശാന്തമായിരുന്നു. തന്റെ വലിയ കടമകൾ പൂർത്തിയാക്കിയ ഒരു പോരാളിയെപ്പോലെ അവൾ കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് വളരെ പതുക്കെ മറഞ്ഞുപോയി. അവരുടെ ഓർമ്മകൾ ഈ വലിയ മരുഭൂമിയിലെ മണൽത്തരികളെക്കാൾ എണ്ണമറ്റതായി ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ പഴയ തടിക്കുടിലിലെ അടുപ്പിൽ തീക്കനലുകൾ അവസാനമായി മിന്നിമറിയുകയാണ്. നമ്മുടെ മുന്നിലെ ഈ ചെറിയ തീനാളങ്ങൾ പതിയെ എരിഞ്ഞടങ്ങുകയാണ്. എന്റെ വാക്കുകളും ഈ ഇതിഹാസത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുന്നു. വെളിയിൽ മരുഭൂമിയിലെ തണുത്ത കാറ്റ് അതിശക്തമായി വീശാൻ തുടങ്ങിയിരിക്കുന്നു. ആ കാറ്റിന് പഴയ കാലത്തെ വലിയ രഹസ്യങ്ങൾ നമ്മോട് പറയാനുള്ളതുപോലെ തോന്നും. നമ്മൾ കേട്ടതെല്ലാം ഒരു വലിയ സ്വപ്നം പോലെ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കട്ടെ. അത്യാഗ്രഹത്തിന്റെ കറുത്ത നിഴലുകൾ ഒരിക്കലും നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും സ്പർശിക്കാതിരിക്കട്ടെ. പകരം ആ സാധാരണ മരം വെട്ടുകാരന്റെ വലിയ ശാന്തതയും ആ പരിചാരികയുടെ അസാമാന്യ ധീരതയും ബുദ്ധിശക്തിയും നമ്മുടെ വലിയ വഴികാട്ടികളാകട്ടെ. ഇരുട്ട് ഈ ചെറിയ മുറിയെ പൂർണ്ണമായും കീഴടക്കാൻ ഇനി വളരെ കുറച്ചു നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഭാരമേറിയ തികച്ചും ശാന്തമായ ഒരു വലിയ നിശബ്ദതയിൽ നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യ ഗുഹകളെ നാം കണ്ടെത്തണം. അവിടെ അത്യാഗ്രഹത്തിനു പകരം നന്മയുടെ വലിയ പ്രകാശം നിറയ്ക്കാൻ നമുക്കെന്നും കഴിയണം. മരുഭൂമിയിലെ തണുത്ത കാറ്റ് ആ പഴയ തടിവാതിലിന്റെ ചെറിയ വിടവുകളിലൂടെ ഉള്ളിലേക്ക് വലിയൊരു മൂളലോടെ കടന്നുവരുന്നു. ആ കാറ്റിൽ ദൂരെ എവിടെയോ വലിയൊരു മണൽക്കാറ്റ് രൂപം കൊള്ളുന്നതിന്റെ ഭയാനകമായ സൂചനകളുണ്ട്. ദീർഘയാത്ര ചെയ്യുന്ന കച്ചവടക്കാരുടെ സംഘങ്ങൾ തങ്ങളുടെ കൂടാരങ്ങളിൽ ഗാഢമായ ഉറക്കത്തിലേക്ക് വീണിരിക്കുന്നു. ആ വലിയ കാടിന്റെ അഗാധമായ ഇരുളിൽ ആ കൂറ്റൻ കരിങ്കൽ പാറക്കെട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നു. നൂറ്റാണ്ടുകളുടെ കനത്ത നിശബ്ദത അതിനെ പൂർണ്ണമായും വലയം ചെയ്തിരിക്കുന്നു. മണലിൽ പതിയുന്ന കാലൊച്ചകൾ ഇപ്പോൾ ഒട്ടും കേൾക്കാനില്ല. അറേബ്യൻ മണലാരണ്യത്തിലെ ആ തണുത്ത കാറ്റ് മാത്രം ബാക്കിയായി. ആ ഇരുണ്ട നിഴലുകൾക്കിടയിൽ അടഞ്ഞുകിടക്കുന്ന ആ ഭീമൻ ഗുഹയുടെ വളരെ നേരിയ വിടവിലൂടെ
എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട ഒരു പുരാതനമായ സ്വർണ്ണ നാണയത്തിന്റെ നേർത്ത തിളക്കം അവസാനമായി ഒന്ന് മിന്നിമറഞ്ഞു. അടുപ്പിലെ അവസാനത്തെ കനൽത്തരിയും പൂർണ്ണമായി കരിഞ്ഞടങ്ങി. ഭാരമേറിയ, തികച്ചും ശാന്തമായ ഒരു വലിയ നിശബ്ദത ആ രാത്രിയെയും ഈ ഇതിഹാസത്തെയും ഒരു സ്വപ്നത്തിലെന്നതുപോലെ പൂർണ്ണമായും ഏറ്റുവാങ്ങി. കാറ്റിന്റെ നേർത്ത മർമ്മരം മാത്രം ആ വലിയ ശൂന്യതയിൽ ബാക്കിയായി.